നിങ്ങളെ ഡാവിഞ്ചി റിസോൾവ് കളർ ഗ്രേഡിംഗ് പഠിക്കാനായിട്ട് ഒരുപാട് യൂട്യൂബ് ചാനൽസൊക്കെ തപ്പുന്നവരാണോ? സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി എവിടെയും പോയി കഷ്ടപ്പെടേണ്ട. ഈ ഒരു ഒറ്റ വീഡിയോ കാണുകൊണ്ട് നിങ്ങൾക്ക് കളർ ഗ്രേഡിൻ്റെ എൻ്റയർ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഞാൻ പ്രൊഫഷണൽ രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു ഗ്രേഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുവാണ്. ഞാൻ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട് മെയിൻ ഒരു കാരണമുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് ലോഗ് ഫൂട്ടേജ് എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഞാൻ തിയേറ്ററിക്കലിന് വേണ്ടി ഗ്രേഡ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസിലെ ക്ലിപ്സാണ്. അപ്പോൾ ഞാൻ എന്താണോ തിയേറ്ററിന് കൊടുക്കാനായിട്ട് സെയിം ഗ്രേഡ് ചെയ്ത പ്രൊഫഷണൽ ടിപ്സ് ആൻഡ് ട്രിക്സും അതുപോലെ ഗ്രേഡിംഗ് പ്രോസസ്സായിരിക്കും ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഒരു ഗ്രേഡിൻ്റെ പ്രോപ്പർ വേ ചെയ്തിട്ട് അറിയത്തില്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡ് വേ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ വർക്ക് ഫ്ലോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ എൻ്റയർലി ഫുള്ള് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു വീഡിയോ ലോഗ് ഫുട്ടേജിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് അതുപോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആ വീഡിയോയ്ക്ക് ആവശ്യമുള്ള ചെയ്യണോ, എക്സ്പോഷറും കാര്യങ്ങളും ഷോർട്ട് മാച്ചിങ്ങും എല്ലാം ചെയ്ത് ഞാൻ ഒരു ഒരു പ്രൊഫഷണൽ കളർ ഗ്രേഡിങ്ങിൻ്റെ വീഡിയോ തന്നെ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും, പക്ഷേ നിങ്ങൾ മിസ്സാവാതെ എല്ലാ സ്റ്റെപ്പും ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എർലിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്നോട് ഒരുപാട് പേര് ഇതിൻ്റെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി കളർ ഗ്രേഡിംഗ് ഒരു ട്യൂട്ടോറിയൽ അപ്ലോഡ് ചെയ്തായിരുന്നു. അത്യാവശ്യം ആൾക്കാരെ കണ്ട് ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾ അതിൽ ഞാൻ ഷോർട്ട് മാച്ചിൻ്റെ കാര്യമൊന്നും പറഞ്ഞു തന്നില്ല, ഒരു ഫുട്ടേജ് എങ്ങനെ ഗ്രേഡ് ചെയ്യാമെന്നാണ് കാണിച്ചു തന്നത്. കാരണം നമ്മൾ അതിൽ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ആദ്യം ഷോർട്ട് മാച്ച് ചെയ്തതിന് മുമ്പ് ഒരു ഫുട്ടേജിന് ഒരു ക്ലിപ്പിന് നമുക്ക് പ്രോപ്പറായിട്ട് ഗ്രേഡ് ചെയ്യാൻ അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് ഞാൻ അതിൽ ബേസിക്കായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് വീഡിയോ വേണമെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങളും മനസ്സിലാവുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഇത് അത്യാവശ്യം ബിഗിനർ ഫ്രണ്ട്ലി ആക്കാൻ നോക്കാം. പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകണമുണ്ട്. ഞാൻ അത്യാവശ്യം ഒരു ബാലൻസ് കീപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അഡ്വാൻസ് സ്റ്റെപ്പും അതുപോലെ ബിഗിനർ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. എന്തായാലും വീഡിയോ എന്നോട് ഫുൾ വരെ കാണുക. നിങ്ങൾ കോഫിയോ പോപ്കോണോ ഒക്കെ എടുത്തിട്ട് വന്ന് ഫുൾ ഇരിക്കുക. കാരണം ഈ വീഡിയോ എന്തായാലും ഇച്ചിരി ലോങ് ആയിരിക്കും. അതുമാത്രമല്ല ഈ ഷോർട്ട് മാച്ചിങ് കളർ ഗ്രേഡിംഗ് എപ്പോഴും റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. എന്തായാലും നിങ്ങൾ അത് കാണുമെന്ന് വിചാരിക്കുന്നു ഫുള്ളായിട്ട്. ഞാൻ എന്തായാലും പറഞ്ഞു വയ്പ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലിട്ട് തന്നെ പോകാം. ഇവിടെ കണ്ടോ, ഞാൻ ഡാവിഞ്ചി റിസോൾവിൽ കുറച്ച് ഫൂട്ടേജ് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ കളർ പേജിലിട്ട് തന്നെ പോയി നോക്കാം. ഇതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ തിയേറ്ററിക്കലിന് വേണ്ടി ഗ്രേഡ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസിൻ്റെ ക്ലിപ്പാണ്. നമുക്ക് ആ സെയിം ക്ലിപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ആ ഷോർട്ട് ഫിലിമിൽ ഉപയോഗിച്ച കവറേജ് ഉപയോഗിച്ച ഷോർട്സ് ആണ്. ഇത് രണ്ടും ബ്ലാക്ക് മാജിക്കിൻ്റെ ക്ലിപ്പും അതുപോലെ കുറച്ച് റെഡ് ഫൂട്ടേജും ഉണ്ട്. അതേപോലെ വേറൊരു സിറ്റുവേഷൻ, ഇതെന്ന് പറയുന്നത് ഒരു സണ്ണി ഡേയിൽ ഒരു പുറത്തൊരു ഡെസേർട്ടിൽ എടുത്തിട്ടുള്ളൊരു കുറച്ച് ഫുട്ടേജാണ്. ഇതൊരു ഇൻഡോർ ഫുട്ടേജാണ്. അതേപോലെ ഈ രണ്ട് ഫുട്ടേജ് എന്ന് പറയുന്നത് വീണ്ടും ഡിഫറെൻ്റ് ഒരു ലൈറ്റിംഗ് സെറ്റപ്പിലും ഒരു മോർണിംഗ് ടൈമിലെടുത്ത ഡിഫറെൻറ്റ് ടൈമിലെടുത്തൊരു നാച്ചുറലായിട്ടുള്ളൊരു ഫുട്ടേജാണ്. ഈ ഒരു മൂന്ന് ഫുട്ടേജ് നമുക്ക് എങ്ങനെ ഷോർട്ട് മാച്ച് ചെയ്ത് പ്രോപ്പറായിട്ട് ഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരുപാട് ബേസിക് കാര്യങ്ങൾ പറയത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഗ്രേഡ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു പോണത്. അപ്പോൾ എൻ്റെ ക്ലിപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ബ്ലാക്ക് മാജിക്കിൻ്റെ റോ ആണ്, അതുപോലെ റെഡും എല്ലാം റോ ആണ്. റെഡ് നിങ്ങൾക്ക് റോയിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ റോ സൈസസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. റോ കുറച്ചും കൂടെ ഹെവിയാണ്. നമുക്ക് നോർമലി തന്നെ ഗ്രേഡായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കാം. ഓക്കെ, നമുക്ക് നേരെ ഗ്രേഡിംഗ് പ്രോസസ്സിലേക്ക് പോകാം. ഇവിടെ കണ്ടോ, ബ്ലാക്ക് മാജിക്കിൻ്റെ രണ്ട് ഫൂട്ടേജാണ്. നമ്മൾ ഗ്രേഡിങ്ങിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ലോഗ് ഫൂട്ടേജിനെ റെക്സ് 09 കൺവേർട്ട് ചെയ്യണം. ഈ റെക്സ് 09 എന്താണെന്ന് അറിഞ്ഞാത്തവർക്ക് ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കൊരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. നമുക്ക് പല ഡിസ്പ്ലേ, ഇപ്പോൾ ഞാൻ ഈ കളർ ഗ്രേഡ് ചെയ്യുന്നത് എൻ്റെ ഈ ലാപ്ടോപ്പിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ലാപ്ടോപ്പിൽ നിന്ന് കളർ ഗ്രേഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് നിങ്ങൾ മൊബൈലിൽ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ടി വിയിലിട്ട് കാണുന്നു. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കളേഴ്സ് ഡിഫറൻസ് തോന്നും. ആ ഡിഫറൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡിഫറൻസിലും ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിനാണ് റെക്സ് 09 എന്ന് പറയുന്നത്. നമുക്ക് റെക് 2020 എന്ന് പറയുന്ന ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും യൂട്യൂബ് പോലത്തുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ റെക്സ് 09 തന്നെയാണ് നമുക്ക് റണ്ണാവുന്നത്. അതേപോലെ ഡിസ്പ്ലേയും ഡിസ്പ്ലേ എല്ലാം റെക്സ് 09 അതിൻ്റെ സ്റ്റാൻഡേർഡ് വരുന്നത്. അപ്പോൾ ആ ഒരു കളർ സ്പേസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മളെ ഗ്രേഡ് എല്ലായിടവും വലിയ ഡിഫറൻസ് ഒന്നും വരാതെ നമുക്ക് ഒരു പ്രോപ്പർ നമ്മൾ സിമിലർ ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടാണ് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് നമ്മൾ ലോഗ് ചെയ്യുന്ന റെക്സ് 09 കൺവേർഷൻ ചെയ്തതിന് മുന്നേ നമുക്ക് നമ്മളെ ഡാവിഞ്ചി റിസോൾവിൻ്റെ കളർ മാനേജ്മെൻറ്റ് സെറ്റിംഗ്സ് ഒന്ന് ചേഞ്ച് ആക്കേണ്ടതുണ്ട്. ഇവിടെ കളർ മാനേജ്മെൻറ്റ് സെറ്റിംഗ്സിൽ ഞാൻ എടുത്തിട്ട് ഇവിടെ കണ്ടോ, കളർ സയൻസിൽ ഡാവിഞ്ചി ORGB ആണ്. അതായത് നമ്മൾ ഡാവിഞ്ചിയുടെ ഒരു കളർ സ്പേസാണ്, കളർ സയൻസാണ് ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ എല്ലാം എൻ്റെ നോട്ട് ബേസ്ഡ് ആയിരിക്കും എൻ്റെ കളർ സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ കളർ സയൻസിൽ ORGB സെറ്റായി കൊടുക്കുക. അതുപോലെ ടൈം ലൈൻ കളർ സ്പേസിൽ ഡാവിഞ്ചി വൈഡ് ഗ്യാമറ്റ്, ഈ WG എന്ന് പറയുന്നത് വൈഡ് ഗ്യാമറ്റ് ആണ്, ഇൻ്റർമീഡിയറ്റ് ആണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്നൊക്കെ കൺവേർഷൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഔട്ട്പുട്ട് കളർ സ്പേസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ റെക്സ് 09 ആണ്. അപ്പോൾ നിങ്ങൾക്ക് റെക്സ് 09 എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഔട്ട്പുട്ട് ഗ്യാമ എന്ന് പറയുന്നത് 2.4 ആണ്. ഇത്ര നിങ്ങൾ ചെയ്തതിനോടത്തിന് ശേഷം ഇവിടെ ഇങ്ങനെ സേവ് കൊടുക്കുക. ഇനി നമുക്ക് നേരെ കൺവേർഷൻ ചെയ്യാം. സോ ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്, കളർ ഗ്രേഡിങ്ങിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പ്രൊഫഷണലായിട്ടുള്ള ഞാൻ ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് ഫോളോ ആണ് കൺവേർഷൻ. നിങ്ങൾക്ക് കൺവേർഷൻ ഇല്ലാതെയും നിങ്ങൾക്ക് ഗ്രേഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി ആക്യുറസി ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് നിങ്ങൾ ഇമേജിന് നിങ്ങൾക്ക് ഫുട്ടേജിന് ബ്രേക്കോ കാര്യങ്ങളൊന്നും വരാതെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗ്രേഡ് ചെയ്യാൻ പോകാനായിട്ട് ഈ സ്റ്റെപ്പ് നല്ല രീതിയിൽ ഉപകരിക്കും. അതുകൊണ്ടാണ് എല്ലാവരും ഈ ഒരു ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, കളർ സ്പേസ് ട്രാൻസ്ഫോം ഉണ്ട്. നമുക്ക് നേരെ ആഡ് ചെയ്ത് നോക്കാം.
എന്നിട്ട് നമുക്ക് ഇവിടെ ഇൻപുട്ട് കളർ സ്പേസ് എന്ന് പറഞ്ഞ 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിൽ നമുക്ക് നമ്മളെ ക്യാമറ ഡീറ്റെയിൽസാണ് ആദ്യം കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ ഇത് ബ്ലാക്ക് മാജിക്കിലാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ ഏത് ക്യാമറ ഷൂട്ട് ചെയ്താലും അതിനൊരു ഇൻപുട്ട് കളർ സ്പേസും ഇൻപുട്ട് ഗ്യാമയും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞ് വെച്ചേക്കുക. നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ നിങ്ങൾ ഗൂഗിളിൽ അതിൻ്റെ കളർ സ്പേസും അതിൻ്റെ ഗ്യാമയും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാവുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ കമൻസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ബ്ലാക്ക് മാജിക്കിൻ്റെ ഇൻപുട്ട് കളർ സ്പേസ് എന്താണെന്ന് എനിക്കറിയാം. ബ്ലാക്ക് മാജിക് വൈറ്റ് ഗ്യാമിറ്റ് ജെൻ 4/5 ആണ്. അതേപോലെ അതിൻ്റെ ഇൻപുട്ട് ഗ്യാമ എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക് ഡിസൈൻ ഫിലിം ജെൻ 5 ആണ്. നമ്മൾ അതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഔട്ട്പുട്ട് കളർ സ്പേസും ഔട്ട്പുട്ട് ഗ്യാമയും ഞാനിവിടെ ഡവഞ്ചിയുടെ വൈറ്റ് ഗ്യാമയും അതും ഡവഞ്ചിയുടെ ഇൻ്റർമീഡിയറ്റിലെയും ഞാൻ ആ കളർ സ്പേസിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ നേരെ ആ ഒരു കളർ സ്പേസ് ആഡ് ചെയ്യുവാണ്. ഈ കളർ സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ കളറും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുറച്ചും കൂടെ കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡവഞ്ചി വൈറ്റ് ഗ്യാമറ്റിൽ അവൈലബിൾ ആണ് മറ്റ് കളർ സ്പേസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. സോ അതുകൊണ്ട് നമുക്ക് കളറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നേരെ ഡവഞ്ചി വൈറ്റ് ഗ്യാമറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഔട്ട്പുട്ട് ഗ്യാമ എന്ന് പറയുന്നത് ഡവഞ്ചി ഇൻ്റർമീഡിയറ്റ്. അപ്പോൾ ഇത് തന്നെയാണ് അത്യാവശ്യമുള്ള മിക്ക ആൾക്കാരും ഫോളോ ചെയ്യുന്നൊരു കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഫഷണൽ യൂട്യൂബേഴ്സായിട്ടുള്ള പല യൂട്യൂബ് വീഡിയോ കണ്ടാലും ഈ ഒരു കൺവേർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾ ഏതാണോ ക്യാമറ ആ ക്യാമറയുടെ ഇൻപുട്ട് കളർ സ്പേസും അതിൻ്റെ ഇൻപുട്ട് ഗ്യാമയും, രണ്ടാമത് വൈറ്റ് ഗ്യാമറ്റും ഇൻ്റർമീഡിയറ്റിന് സെറ്റ് ചെയ്യുക കൊടുക്കുക. ഇനി ഞാൻ ഒരു നോഡ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കൺവേർഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് റെക്സ് 109 ആയിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട് എന്ന്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. ഇനി റെക്സ് 109 കൺവേർഷൻ ആക്കാനായിട്ട് ഞാൻ ഒരു നോഡും കൂടെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻ എസ് അല്ലെങ്കിൽ ഓൾട്ട് എസ് ഉപയോഗിച്ചിട്ട് നോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടോ ആഡ് നോഡ് ആഡ് സീരിയൽ കൊടുത്ത് നിങ്ങൾക്ക് നോഡ് ആഡ് ചെയ്യാൻ പറ്റും. ഇനി വീണ്ടും ഞാൻ കളർ സ്പേസ് ചെയ്യുവാണ്. കളർ സ്പേസ് ട്രാൻസ്ഫോം നമ്മൾ വീണ്ടും ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇൻപുട്ട് കളർ സ്പേസും ഇൻപുട്ട് ഗ്യാമയും ഇവിടെ കൊടുക്കുന്നത് വെച്ചാൽ ഡവഞ്ചി വൈറ്റ് ഗ്യാമറ്റും ഡവഞ്ചി ഇൻ്റർമീഡിയറ്റും ആണ്. കാരണം ഇവിടെ കണ്ടോ നമ്മൾ ഔട്ട്പുട്ടിൽ കൊടുത്തത് ഡവഞ്ചി വൈറ്റ് ഗ്യാമറ്റും ഡവഞ്ചി ഇൻ്റർമീഡിയറ്റും ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇൻപുട്ടായിട്ട് ഇവിടെ അവിടെ കൊടുക്കണം. കാരണം നമ്മൾ ഡവഞ്ചി വൈറ്റ് ഗ്യാമറ്റിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു കൺവേർഷനാണ് ഡവഞ്ചി വൈറ്റ് ഗ്യാമറ്റ് കൺവേർഷനാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഡവഞ്ചി വൈറ്റ് ഗ്യാമറ്റ് ഇൻപുട്ട് കൊടുത്തു. ഇനി ഗ്യാമ എന്ന് പറയുന്നത് ഡവഞ്ചി ഇൻ്റർമീഡിയറ്റ് ആണ്. അതുകൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡവഞ്ചി വൈറ്റ് ഗ്യാമറ്റിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമായിട്ടുള്ള റെക്സ് 109 കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഔട്ട്പുട്ട് കളർ സ്പേസിൽ റെക്സ് 109 കൊടുക്കുക കേട്ടോ. നമ്മൾ ഔട്ട്പുട്ട് കളർ സ്പേസിലാണ് ഞാൻ റെക്സ് 109 കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് റെക്സ് 109 എന്ന് കാണാം. ഞാൻ പറഞ്ഞ തന്നെ റെക് 2020 റെക്കിൻ്റെ വേറെ വേർഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ആ റെക് 2020 ഒക്കെ ബേസിക്കലി HDR കളർ ഗ്രേഡിങ്ങാണ് യൂസ് ചെയ്യുന്നത്. HDR കളർ ഗ്രേഡ് നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ല. നമുക്ക് മൂവീസും അതുപോലെ നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ HDRലല്ല വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് റെക്സ് 109 സ്റ്റാൻഡേർഡാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് HDR കളർ ഗ്രേഡ് എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്ന മോണിറ്ററിലൊക്കെ നമുക്ക് HDR കളർ ഗ്രേഡ് ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇനി ഔട്ട്പുട്ട് ഗ്യാമയിൽ ഞാൻ നേരത്തെ നമ്മൾ കളർ സയൻസിൽ കൊടുത്ത പോലെ തന്നെ ഇവിടെ ഗ്യാമ 2.4 ആണ് കൊടുക്കുന്നത്. നമ്മൾ ലട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ഗ്യാമ 2.4 ആയിരിക്കത്തില്ല കൊടുക്കുന്നത്. ഞാൻ അത് ഈ ഒരു ഫുട്ടേജ് ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ലട്ട് ഉപയോഗിച്ച് ഗ്രേഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ലട്ട് ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് ഗ്രേഡ് ചെയ്യാമെന്നും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ സ്കോപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കളർ ഗ്രേഡിങ്ങിൻ്റെ ഞാൻ ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് പ്രോസസ്സ് ഞാൻ നല്ല ഒട്ടുമിക്ക പ്രൊഫഷണൽസ് എല്ലാവരും ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് പ്രോസസ്സ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ലോഗ് ഫുട്ടേജിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് നേരെ ഒരു നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും കണ്ണുകൊണ്ടുള്ള സിമിലർ ആയിട്ടുള്ളൊരു കളറിലേക്ക് ഒരു റെക്സ് 109 സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ കൺവേർഷൻ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഈ ഒരു IDT ആണ് നമുക്കൊരു ലേബൽ ചെയ്ത് പോവാം. സോ ഫസ്റ്റ് നോഡ് ഞാൻ IDT ആണ്. IDT എന്ന് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ CST ഉപയോഗിച്ചിട്ട് കളർ ഒരു കൺവേർഷൻ നടത്തിയല്ലോ. അപ്പോൾ IDT എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ട്രാൻസ്ഫോം. ഞാനതിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് ഏതാണ് റെക്സ് 109 ആണ്. അപ്പോൾ ഞാൻ ലേബിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ ഒന്ന് ഓരോ നോഡ് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ ലേബൽ ചെയ്യാം. ഫസ്റ്റ് നോഡിൽ ഞാൻ IDT എന്ന് കൊടുക്കുവാണ്. IDT. അതേപോലെ ലാസ്റ്റ് നോഡിൽ ODT. ഓക്കെ, ലാസ്റ്റ് നോഡ് ഞാൻ ലേബൽ കൊടുക്കുക. ലേബൽ കൊടുത്തിട്ട് ODT. ഓക്കെ, നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ് ട്രാൻസ്ഫോം ഇൻപുട്ട് ഡിവൈസ് ട്രാൻസ്ഫോം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. അടുത്ത നമ്മൾ ഗ്രേഡിങ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത രണ്ട് പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കൺവേർഷൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രോസസ്സ് എന്താ ചെയ്യണം? നമുക്ക് കളർ കറക്റ്റ് ചെയ്യണം. ഈ കളർ കറക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഫുട്ടേജ് നിങ്ങൾ കണ്ടോ, അപ്പോൾ നിങ്ങൾ ഇത് കൊള്ളാമല്ലോ, നല്ലൊരു രസമുണ്ടല്ലോ, ഗ്രേഡ് ലുക്ക് ഉണ്ടല്ലോ എന്ന് വരും. പക്ഷേ ഇതല്ല ശരിക്കും. ഞാൻ ഗ്രേഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രോപ്പർ ഗ്രേഡും ഈ റെക്സസറോ ഞാൻ ഫുട്ടേജ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് എന്താ പ്രാവശ്യം കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ കളർ കറക്ഷൻ ഫസ്റ്റ് മേജർ രണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുട്ടേജിനെ വൈറ്റ് ബാലൻസ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് എക്സ്പോഷർ കൺട്രോൾ ചെയ്യണം. ഈ രണ്ട് മേജർ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് കളർ കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിന് ശേഷമാണ് ഗ്രേഡ് ചെയ്യേണ്ടത്. ഞാൻ അതിലേക്ക് വരാം. ഫസ്റ്റ് ഞാൻ കളർ കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ
വൈറ്റ് ബാലൻസ് ആണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് ബാലൻസ് ഉപയോഗിക്കാനായിട്ട് ഞാൻ ഇവിടെ ആദ്യം നിങ്ങൾക്കൊന്ന് ലേബിൾ ചെയ്ത് കാണിച്ചു തരാം. OWB നമ്മൾ വൈറ്റ് ബാലൻസ് എന്ന് ലേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഞാൻ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഈ പരേഡ് സ്കോപ്പ് മാറ്റിയിട്ട് നേരെ വെക്ട്രോസ്കോപ്പ് എടുക്കാം. ഇത് സ്കോപ്പ് മാറ്റുന്നതിന് മുമ്പ് സ്കോപ്പിൻ്റെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാൻ വേണ്ടി ഞാൻ ബ്രീഫ് ചെയ്യാം. ഈ 0 ഉണ്ടോ, 0 അതുപോലെ 1 2 8 3 2 5 6 എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ സ്കോപ്പിൻ്റെ ഡൗൺ റീജിയൻ എന്ന് പറയുന്നത് നമ്മളെ വീഡിയോയുടെ ഡാർക്കർ റീജിയനാണ്. അതേപോലെ ഈ ഒരു ടോപ്പ് ഏരിയ എന്ന് പറയുന്നത് നമ്മളെ വീഡിയോയുടെ ഹൈലൈറ്റ്സ് ഏരിയ, അതായത് ട്രൂ വൈറ്റ് ഏരിയയും ട്രൂ ബ്ലാക്ക് ഏരിയയുമാണ് ഈ ഒരു ടോപ്പ് റീജിയനും ഡൗൺ റീജിയനും. അപ്പോൾ അതിൻ്റെ മിഡിലുള്ള റീജിയൻ എന്തായിരിക്കും, ഒരുപാട് വൈറ്റ് അല്ല ഒരുപാട് ബ്ലാക്ക് ആവാത്ത ഒരു മിഡ് ടോൺ, ഒരു മിഡ് ഡീറ്റെയിൽ ആയിരിക്കും നമ്മൾ ഈ ഒരു ഇടയിലായിട്ട് കണ്ടത്. അപ്പോൾ നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ലൈനിലും അതുപോലെ ഈ ഒരു ലൈനിലും ടച്ച് ആകാത്ത രീതിയാണ് നമ്മൾ ഗ്രേഡ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ സ്കോപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചു തരാനായിട്ട് ഞാൻ ഒരു കൺവേർഷൻ മാറ്റി നമ്മൾ ഗ്രേഡ് ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിൽക്കുമ്പോൾ ഗ്രേഡ് ഓഫ് ആവും. അപ്പോൾ കണ്ടോ നമുക്ക് എല്ലാം ആ ഒരു ഗ്രേഡും കാര്യങ്ങളും എക്സ്ക്യൂസ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ എന്ത് ചെയ്യണം, നമുക്ക് അതിനെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫസ്റ്റ് ഓപ്പൺ ആക്കാനുള്ള ഫസ്റ്റ് മെത്തഡായിരുന്നു കൺവേർഷൻ. നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേഡ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. കളർ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കോപ്പ് നോക്കി മനസ്സിലാക്കാനായിട്ട് ഞാൻ വെക്ട്രോസ്കോപ്പിൽ കളർ ഗ്രേഡ് ആയിട്ട് തിരിച്ച് പരിയിട്ടിട്ടുമ്പോൾ ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, അപ്പോൾ ഈ റെഡിൻ്റെ ഈ ലൈനിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്, ടച്ച് ചെയ്തിട്ടില്ല കുഴപ്പമില്ല. ഈ ഗ്രീനും ടച്ച് ചെയ്തിട്ടില്ല, ഒരു ടച്ച് ചെയ്യുന്നിടത്ത് ഈ റെഡിൻ്റെ അത്ര എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ബ്ലൂ കണ്ടോ ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൂവിനെ നമുക്ക് അപ്പ് ചെയ്ത് ഈ ഒരു ലെവലിൽ കൊണ്ടുവരും. അതാണ് കളർ കറക്റ്റ് എന്ന് പറയുന്നത്. സോ കളർ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്കോപ്പ് ഞാൻ പറഞ്ഞുതരാം. അതിന് ഈ വെക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞ സ്കോപ്പ് ഉണ്ട്. ഈ സ്കോപ്പ് നിങ്ങൾക്ക് കളർ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ യൂസ് ആക്കാൻ പറ്റും. സോ ഈ സ്കോപ്പ് നിങ്ങൾ കണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ജസ്റ്റ് ചെറുതായിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ഓപ്സെറ്റ് കണ്ടോ, ഈ കളർ വീലെല്ലാം ഈ ഒരു സ്കോപ്പിനോട് സിമിലർ ആണ്. കാരണം ഇവിടെ കണ്ടോ ഈ കളർ റെഡ് ആണ്, ഈ കളർ പിങ്ക് ആണ്, ഈ കളർ യെല്ലോ ആണ്, ഗ്രീൻ ആണ്, സയാൻ ബ്ലൂ എന്നാണ്. അതേ സെയിം മെത്തേഡാണ് ഈ ഒരു സ്കോപ്പും. റെഡ്, മജന്ത, അതേപോലെ യെല്ലോ, ഗ്രീൻ, സയാൻ, ബ്ലൂ, അവിടെ ഒരു ലെറ്റേഴ്സ് ഉണ്ടോ, അതൊക്കെ ഓരോ കളേഴ്സിനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇതിൻ്റെ കളർ വൈറ്റ് ബാലൻസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ലോഗിൻ്റെ ഈ ഒരു ഓഫ്സെറ്റ്, ഈ ഒരു പ്രൈമറി വ്യൂസിലാണ് ഞാൻ ഓഫ്സെറ്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഓഫ്സെറ്റ് നമ്മൾ എങ്ങോട്ട് തിരിച്ചാലും ഈ ഒരു ഗ്രാഫ് നമുക്ക് ചേഞ്ച് ആവുന്നതാണ്. കണ്ടോ, ഈ ഒരു ഗ്രാഫ് ചേഞ്ച് ആകുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഈ കളർ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെ നമുക്കറിയാം, ഈ ഒരു പാർട്ടിനെ നമുക്ക് ഒരു മിഡിലേക്ക് എത്തിക്കണം. അപ്പോൾ ഈ ഒരു പാർട്ട് നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ടോ, അതിൻ്റെ ഇൻഫോർമേഷൻ കൂടുതലും ഇരിക്കുന്നത് ആ യെല്ലോയും ആ റെഡ് റീജിയനിലുമാണ്. ശരിയാണ്, നമ്മൾ ആ ഇമേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂടുതലും ഒരു യെല്ലോ ഒരു വാംത്ത് ഉണ്ടല്ലേ. അപ്പോൾ ആ വാംത്തിനെ നമുക്ക് ഇത്തിരി ഒന്ന് കൊണ്ടുവന്ന് ഒരു പ്രോപ്പർ ഒരു വൈറ്റ് ബാലൻസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്ലസ്, ഈ ഒരു ഗ്രാഫ് ഈ ഒരു നല്ല ഡീറ്റെയിൽ നമ്മൾ ഈ ഒരു പ്ലസ് സിമ്പിലേക്ക് അലൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രോപ്പർ ഒരു വൈറ്റ് ബാലൻസ് കിട്ടും. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഓഫ്സെറ്റിന് ഞാൻ ഇങ്ങനെ തിരിച്ച് കുറച്ച് ഇങ്ങനെ ഒന്ന് കൊണ്ടുവരുവാണ്. പക്ഷേ നമ്മൾ വൈറ്റ് ബാലൻസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു പ്രോ ടിപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ക്ലിപ്പിനെ എല്ലാം വൈറ്റ് ആക്കുന്നതല്ല കാര്യം. ഇപ്പോൾ ചില ക്ലിപ്പിൽ ഇപ്പം വാംത്തുള്ള ക്ലിപ്പിൽ ഇപ്പം ഓക്കെ സണ്ണി ഡേയിൽ എന്തായാലും വാംത്ത് ആയിരിക്കും അവിടുത്തെ കളർ തീം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഫുള്ള് നമ്മൾ വൈറ്റ് ആക്കുവാണെങ്കിൽ നമ്മൾ ആ കളറിനെ അവിടെ കില്ല് ചെയ്യുവാണ്. അപ്പോൾ അതിന് പറയാം നമ്മൾ എൻവയോൺമെൻറ്റ് റെസ്പെക്റ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ നമുക്കൊരു വാംത്ത് ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ വാംത്തിന് ഇച്ചിരി കീപ്പ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ വൈറ്റ് ബാലൻസ് ചെയ്യാൻ. കാരണം അതാണ് റിയൽ. നമ്മളിപ്പോൾ കണ്ണുകൊണ്ട് കണ്ടാലും ഒരു വാംത്ത് ഏരിയയിൽ എന്തായാലും വാംത്ത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു എൻവയോൺമെൻറ്റ്, ആ ഒരു സിറ്റുവേഷൻ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇത്തിരി വാംത്ത് കീപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത്. സോ അതുപോലെ ഇവിടെ ഞാനും ഓഫ്സെറ്റ് ഉപയോഗിച്ചിട്ട് ഞാനൊരു ആ ഒരു ഗ്രാഫിനെ ആ ഒരു റെഡും അതുപോലത്തെ യെല്ലോ റീജിയൻ ചെയ്തൊരു ബ്ലൂ മജന്ത ഏരിയയിലോട്ട് കൊണ്ടുവരുവാണ്. ഓക്കെ, നിങ്ങൾ ആ ഗ്രാഫിനെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ജസ്റ്റ് ഇത്തിരി ഒന്ന് കൂടിപ്പോയിട്ട് നിങ്ങൾ തിരിച്ച് വരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. ഒരുപാട് ആ ഒരു മജന്ത റെഡ് ബ്ലൂ റീജിയനിൽ കൊണ്ടുവരുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിറ്റുവേഷൻ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇത്തിരി വാംത്തും കീപ്പ് ചെയ്തു. പക്ഷേ ഇത്തിരി ഞാൻ ഒന്ന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുവാണ്. ഓക്കെ, എനിക്ക് ഇത്രയും മതിയും തോന്നി. ഞാൻ അപ്പോൾ ചെയ്ത ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. അതായത് ഓഫ് ആക്കുമ്പോഴത്തേക്ക് കണ്ടോ നമ്മൾ എങ്ങനെ ഇരുന്ന ഇമേജ് ആയിരുന്നു. നമ്മൾ ഈ ഒരു ഫുട്ടേജിന് നമുക്ക് നല്ല വാംത്തും ഒക്കെ ഉണ്ടാകും. സ്കിന്നിൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അതായത് ഓൺ ആക്കുമ്പോഴത്തേക്ക് കണ്ടോ ആ സ്കിന്നും കാര്യങ്ങളൊക്കെ ഒരുപാട് വാംത്തായിട്ടിരുന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ വൈറ്റ് ബാലൻസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ആ സ്കിന്നിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തിരി ബ്ലൂ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അത് ഞാൻ കളർ ഗ്രേഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ബ്ലൂവും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. ബ്ലൂ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ വൈറ്റ് ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു യെല്ലോ നമുക്ക് ഇച്ചിരി ഒന്ന് കുറച്ച് കൊടുക്കണം. കാരണം ഓൾറെഡി ഇവിടെ യെല്ലോ ഉണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ കാണാം ഇപ്പോഴും എൻ്റെ ഒരു ഗ്രാഫ് ആ യെല്ലോ റീജിയനിലാണ് കൂടുതലും സ്റ്റേ ആവുന്നത്. ബ്ലൂ റീജിയനിൽ കുറവാണ്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു ബ്ലൂ ഫീൽ ആകുമെന്ന് വെച്ചാൽ സ്കൈയും അതേപോലെ നമ്മൾ ആ വാംത്തിൽ നിന്ന് കുറച്ചൊന്നിനാണ് ബ്ലൂ ഫീൽ ആകുന്നത്. അപ്പോൾ എൻ്റെ വൈറ്റ് ബാലൻസിങ് കളർ ഗ്രേഡിങ്ങിൻ്റെ മേജർ പാർട്ടായിട്ടുള്ള വൈറ്റ് ബാലൻസിങ് പ്രോസസ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പ്രോ ടിപ്പും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് റീസെറ്റ് അടിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് ഞാൻ ഒഫീഷ്യലി ഗ്രേഡ് ചെയ്തിട്ടുള്ള ഫുട്ടേജ് ആണെന്ന്. അപ്പോൾ ഈ ഫുട്ടേജിൽ ഞാൻ ഉപയോഗിച്ച ടെക്നിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ലീനിയർ കളർ സ്പേസിലാണ് ഞാൻ എൻ്റെ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തത്.
ഞാൻ പറഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് പ്രൊഫഷണൽ കളർ ഗ്രേഡഡ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കാണാം. അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും ഈ ലീനിയറിൻ്റെ കളർ സ്പേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സിമിലർ ആയിട്ടുള്ള ലുക്ക് വരും. ഈ ഓഫ്സെറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സെയിം ടെക്നിക്ക് ഉപയോഗിക്കാം, പക്ഷേ ഈ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നമ്മൾ ലീനിയർ ഓപ്ഷൻ ഉപയോഗിച്ചാൽ. സോ നിങ്ങൾക്ക് ലീനിയർ ഓപ്ഷൻ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ നേരെ ഈ നോഡിനെ നമ്മൾ വൈറ്റ് ബാലൻസ് ചെയ്യാനുള്ള നോഡിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഗ്യാമ വന്നതിന് ശേഷം ഇവിടെ കണ്ടോ സെക്കൻഡ് ഓപ്ഷൻ ലീനിയർ ആണ്. ആ ലീനിയർ കളർ സ്പേസ് സെലക്ട് ചെയ്തതിന് കൊടുത്തതിന് ശേഷം ഞാൻ ഏറ്റവും നമ്മൾ പ്രൈമറി വീലിൽ ഈ ലൂമ മിക്സ് എന്ന് പറഞ്ഞൊരു ഫുള്ള് ഈ ഒരു 100 നേരെ കില്ല് ചെയ്ത് 0 ആക്കുവാണ്. കാരണം നമ്മൾ ഈ ഒരു ലൂമ മിക്സ് കിടക്കുവാണെങ്കിൽ നമുക്ക് റിസൾട്ട് വേറെ ആരെയും കിട്ടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ വൈറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താണ് ഉപയോഗിച്ചത്, ഇവിടെ ഓഫ്സെറ്റാണ് ഉപയോഗിച്ചത്. പക്ഷേ നമ്മൾ ലീനിയർ കളർ സ്പേസ് ആക്കിയതിന് ശേഷം ഇതേ സെയിം ഓഫ്സെറ്റിൻ്റെ കൺട്രോൾ നമ്മൾ ഗെയിൻ വീലിനായിരിക്കും. അപ്പോൾ ഗെയിൻ വീലും ഓഫ്സെറ്റും സിമിലർ ആയിട്ടായിരിക്കും ഇവിടെ വർക്ക് ആവുന്നത്. ഞാൻ ഓഫ്സെറ്റ് തൊടുന്നില്ല. അതേപോലെ ഗെയിനിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു പാറ്റേൺ ഞാൻ കുറച്ച് ആ ഒരു യെല്ലോയും അതുപോലെ ആ റെഡ് റീജിയനും കുറച്ചിട്ട് നേരെ ഒരു ബ്ലൂവിലോട്ട് നമുക്ക് വൈറ്റ് ബാലൻസ് ചെയ്തോളാം നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ 2 മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചിട്ട് വേണം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മളിപ്പോൾ ഒരു ക്യാമറയിൽ എന്തെങ്കിലും നിങ്ങൾ വൈറ്റ് ബാലൻസ് ചെയ്യത്തില്ലേ, അപ്പോൾ നമ്മൾ ലീനിയർ കളർ സ്പേസിൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ക്യാമറ ചേഞ്ച് ചെയ്തതുപോലെ തന്നെ അത്ര ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഞാൻ അത് ഒഫീഷ്യലി ഗ്രേഡ് ചെയ്തപ്പോൾ ഇത് സെയിം മെത്തേഡാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ നേരത്തെ കൊണ്ടുവന്ന പോലെ തന്നെ ബ്ലൂ അപ്പം എൻ്റെ ഫുട്ടേജ് നോക്കുന്നതിൽ സ്കോപ്പ് മാത്രം നോക്കിയിട്ടാണ് ഞാൻ ഒരു കളർ വൈറ്റ് ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഓഫാക്കി ഓണാക്കി കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ സ്കിന്നും കാര്യങ്ങളൊക്കെ ഇത് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. ഇപ്പോൾ സ്കിന്നൊക്കെ നമ്മൾ പോപ്പ് ചെയ്ത് തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ നോക്കി ഒരു സെപ്പറേഷൻ ഇല്ലായിരുന്നു ആ ഒരു സ്കൈയും സ്കിന്നുമായിട്ട്. അത് മാത്രമല്ല ഒരുപാട് വാമത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിന് തിരിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബിഫോർ ആഫ്റ്റർ കാണിച്ചത് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ചെറിയ ഡിഫറൻസ് ആണല്ലോ. ഈ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് കംപ്രഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കാണാൻ ഇച്ചിരി പാടായിരിക്കും. ഞാൻ ഇതിനൊക്കെ പല ബിഫോർ ആഫ്റ്റർ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ വൈറ്റ് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലീനിയർ കളർ സ്പേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ ഒരു ഒറ്റ നോഡിൽ മാത്രമേ ലീനിയർ കളർ സ്പേസ് ഉള്ളൂ. ജസ്റ്റ് നിങ്ങളിങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്യാമ വരുമ്പോഴത്തേക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് ലീനിയർ ഇങ്ങനെയുള്ള ഡീസൈഡാണ് നിങ്ങൾക്ക് ലീനിയർ ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ലൂമ മിക്സ് കില്ല് ചെയ്യാൻ മറക്കണ്ട. അത് ഓണായി ഫുൾ 100 കിടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻറ്റ് റിസൾട്ട്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, കളർ ഗ്രേഡിൻ്റെ മേജർ പാർട്ടായിട്ടുള്ള വൈറ്റ് ബാലൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തേന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ എക്സ്പോഷർ സെറ്റ് ചെയ്യണം. ഇതാണ് നമുക്ക് രണ്ടാമത്തെ മേജർ ആയിട്ടുള്ള സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു നോഡിനെ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഓൾട്ടസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടോ ആഡ് നോഡ് ആഡ് സീരിയൽ കൊടുക്കാവുന്നതാണ്. അപ്പം ജസ്റ്റ് ഓപ്ഷൻസ് ഷോർട്ട് കട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് എക്സ്പോഷർ കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു വെക്ടോസ്കോപ്പ് മാറ്റിയിട്ട് ഇവിടെ പരേഡാക്കി കാണിച്ചു തരാം. ഞാൻ പൈലറ്റിൽ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇവിടെ കണ്ടു നമ്മൾ വൈറ്റ് ബാലൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിപ്പ് പ്രോപ്പറായിട്ട് ബാലൻസ് ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു, ബ്ലൂ കുറച്ചും കൂടെ ഇറങ്ങിയായിരുന്നു കിടന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ഈ റെഡും അതുപോലെ ഗ്രീനും ബ്ലൂവും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ ലൈനിൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനർത്ഥം നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ ഇമേജിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ വൈറ്റ് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിഫ്റ്റ് ഗാമ ഗെയിൻ എന്ന് പറഞ്ഞ സംഭവം അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ലിഫ്റ്റ് ഗാമ ഗെയിൻ എന്താണെന്ന് വെച്ചാൽ ഈ പ്രൈമറി കളർ വീസിലെ ഈ ഒരു ലിഫ്റ്റും ഗാമ ഗെയിനുമാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുട്ടേജിൻ്റെ ഡാർക്കർ റീജിയനാണ്, അതായത് ഷാഡോസ് ആണ്. ഈ ഗാമ എന്ന് പറയുന്നത് മിഡ് ടോൺ, ഈ ഗെയിൻ എന്ന് പറയുന്നത് ഹൈലൈറ്റ്സ്. അപ്പോൾ നിങ്ങളുടെ സ്കോപ്പിൽ എവിടെ ആയിരിക്കും? ഞാൻ ആദ്യം പറഞ്ഞു വന്ന പോലെ തന്നെ ഏറ്റവും താഴത്തെ റീജിയൻ ഡാർക്ക്, മിഡിലെ റീജിയൻ മിഡ് ടോൺസ്, അതായത് ഒരുപാട് ഡാർക്കല്ല ഒരുപാട് ഹൈലൈറ്റ്സ് ആയിട്ടുള്ള സ്വീറ്റ് സ്പോട്ടാണ് ഈ ഒരു മിഡ് ടോൺസിൽ. അപ്പോൾ നമ്മൾ എല്ലാ ഗ്രേഡും ഈ ഒരു മിഡ് ടോൺസിലായിരിക്കും ഇരിക്കേണ്ടത്. ഏറ്റവും ടോപ്പ് പാർട്ട് എന്തുമാണ്? ഹൈലൈറ്റ്സ്. അപ്പോൾ അതേപോലെ തന്നെ ലിഫ്റ്റ്, ഷാഡോസ്, ഗാമ, മിഡ് ടോൺസ്, ഗെയിൻ, ഹൈലൈറ്റ്സ്. നമുക്ക് അത് ലിഫ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങാം. ലിഫ്റ്റ് ഇച്ചിരി ഒന്ന് ഇങ്ങനെ ഡാർക്കായി കൊടുക്കുന്നുണ്ട്. കാരണം ഷാഡോസ് ഉണ്ടോ ഇത്തിരി ഇത്രയും നമുക്ക് വേണ്ട, ഇത്തിരി കൂടെ നമുക്കൊന്ന് താത്ത് കൊടുക്കാം. അങ്ങനെ ഷാഡോസ് ഇച്ചിരി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഇത്തിരി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഗ്യാമ ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുക്കാം. ഗ്യാമ കൂട്ടുമ്പോൾ നമ്മൾ മിഡ് ടോൺസ് ഇൻക്രീസ് ആവും. ഇനി നമുക്ക് ആ ഗെയിനും കൂടി ഇത്തിരി ഒന്ന് കുറച്ച് കൊടുക്കുക. അതായത് എൻ്റെ വീഡിയോയിൽ കുറച്ച് ഹൈലൈറ്റ്സ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ ഗെയിൻ ഇങ്ങനെ കുറച്ച് കൊടുത്തത്. ഓക്കെ, നമുക്ക് എക്സ്പോഷർ ബിഫോർ ആഫ്റ്റർ കാണിച്ചു തരാം. കണ്ട എക്സ്പോഷറിന് ഏകദേശം ജസ്റ്റ് ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് എൻ്റെ വീഡിയോ ഒന്ന് എക്സ്പോസ് ആക്കിയിട്ടുണ്ട്. ഈ 2 സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം കളർ കറക്റ്റിങ്ങിൻ്റെ പ്രോസസ്സ് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതുവരെ ഗ്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കളർ കറക്റ്റഡ് ആദ്യം നമ്മൾ ലോ കൺവേർഷൻ ചെയ്തു, പിന്നെ കളർ കറക്ഷൻ ചെയ്തു. ഇനി വേണം നിങ്ങൾക്ക് ഗ്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഗ്രേഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വീണ്ടും ഞാൻ അടുത്തൊരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് കാര്യം ഇത് രണ്ടും കഴിഞ്ഞാൽ എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ കോൺട്രാസ്റ്റ് ചെയ്യും. ഈ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഫുട്ടേജിന് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും, കുറച്ചും കൂടെ പോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫുട്ടേജ് ഡെഡ് ആണല്ലേ, ഞാൻ ഈ ജസ്റ്റ് ചെയ്ത ഡിഫറൻസും കൂടെ നിൽക്കൊന്ന് കാണുമ്പോൾ മനസ്സിലാകും. ജസ്റ്റ് ആ ഒരു ആ ഒരു വൈറ്റ് ബാലൻസും എക്സ്പോഷറും ഞാൻ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളെ കമാൻഡ് അടിക്കുകയാണെങ്കിൽ ആ 2 നോഡ് മാത്രം ഓഫ് ആവും. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ മൊത്തത്തിലൊരു വാമായിട്ടിരുന്നൊരു ഫുട്ടേജിനെ നമ്മൾ നേരെ എടുത്തിട്ട് കളർ കറക്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടെ റിയൽ കളേഴ്സ് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിൽ നമ്മളിങ്ങനെ വൈറ്റ് ബാലൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ കോൺട്രാസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കോൺട്രാസ്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ട്രഡീഷണൽ മെത്തേഡായിട്ടൊരു എസ് കർവ് ഉണ്ട്. ഈ ഒരു ഫസ്റ്റ് കർവ് നമുക്കൊരു എസ് മോഡലിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കും. ഇവിടെ കണ്ടോ എഡിറ്റബിൾ സ്പ്ലൈൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇത് എനേബിൾ ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഹാൻഡിലൂടെ കിട്ടും. കാരണം ഈ ഒരു ഹാൻഡിൽ കണ്ടോ, ഈ ഒരു ഹാൻഡിൽ കിട്ടുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഹാൻഡിൽ എനേബിൾ ആക്കിയതിന് ശേഷം ഒരു ഇത്തിരി ഒന്നിങ്ങനെ പോപ്പപ്പ് ചെയ്യാം. ഇനി നമുക്ക് എൻ്റെ ഡാർക്ക് റീജിയൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതേ കർവും സെയിം മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ടോപ്പ് പാർട്ട് എന്ന് പറയുന്നത് ഹൈലൈറ്റ്സ് ഏരിയ ആണ്. മിഡ് ടോൺസ് എന്ന് പറയുന്നത് അതിൻ്റെ നടുക്കത്തെ ഫൈൻ ടോൺസ് മിഡ് ടോൺസ് ആണ്. ഈ താഴെ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും ഡാർക്ക് റീജിയൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ എസ്സിൽ ഇങ്ങനെ വളച്ചിട്ടുണ്ട്. നമുക്കൊരു എസ് കർവാണ് കൊണ്ടുവരേണ്ടത്. ഈ എസ് കർവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രഡീഷണലി കോൺട്രാസ്റ്റ് ആഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ താത്തും ഈ ഒരു ജെൻറ്റിൽ എസ് ഉണ്ടോ, ഈ എസ്സിനാണ് നമ്മൾ എസ് കർവ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു കർവിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ അതിൻ്റെ ഫുട്ടേജിൻ്റെ ചേഞ്ച് വരുന്നത് കുറച്ചും കൂടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആഡായി അത് ചെറിയൊരു പോപ്പ് കിട്ടുന്നുണ്ടോ. ജസ്റ്റ് ഇതിനൊന്ന് നമുക്ക് ഇത്തിരി ഒന്ന് ബ്രൈറ്റ്നസ് ആക്കാനായിട്ട് ഇത്തിരി ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതേപോലെ ഈ ഒരു പാട്ടിനെ ഡൗൺ ചെയ്ത് കൊടുക്കാം. ഈ എസ് കർവ് ഉപയോഗിക്കുന്നതിനുള്ള മെയിൻ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഹൈലൈറ്റ്സും ഷാഡോസും നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ മിഡ് ടോൺസ് അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു ക്ലിപ്പിനെ നമ്മൾ കണ്ടേ ഇങ്ങിരുന്ന ഫുട്ടേജിനെ കുറച്ചും കൂടെ ആ ഒരു മിഡ് ടോൺസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറച്ച് ഡെപ്ത് കൊടുത്തത്. നമ്മളിവിടെ എക്സ്പോഷർ കൺട്രോൾ ചെയ്തപ്പോഴത്തേക്ക് കണ്ടോ ഇങ്ങിരുന്നതായിരുന്നു. നമ്മൾ എക്സ്പോഷർ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ആക്കി അതിനെ കുറച്ചും കൂടെ കൺട്രോൾ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കോൺട്രാസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ വളരെ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ നമുക്ക് പോപ്പ് ആയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു 2 ക്യാരക്ടർ ഉണ്ട്. ഇപ്പം ഫസ്റ്റ് ക്യാരക്ടർ ഇപ്പോൾ സെക്കൻഡ് ക്യാരക്ടറും കൂടെ വന്നിരിക്കുന്ന ഒരു ഫ്രെയിം എടുക്കാം. നിങ്ങൾ ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹീറോ ഫ്രെയിം ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഗ്രേഡ് ചെയ്യാം. സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്കിൻ ടോൺ ഞാൻ ഇതിൽ ചിലപ്പോഴേ പിക്ക് ചെയ്യത്തുള്ളൂ. കാരണം ചില ക്ലിപ്പിൽ നമുക്ക് സ്കിൻ ടോൺ പിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ടൊരു ഗ്രേഡ് ഫോർമാറ്റ് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് പിക്ക് ചെയ്ത് തന്നെ നമുക്ക് സ്കിൻ ടോണൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് HSL കർവ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് ലേബിൾ ചെയ്യാം. ഇതെൻ്റെ എക്സ്പോഷർ ആയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ വീണ്ടും അതിനൊന്ന് ലേബിൾ ചെയ്യുക. EX ആണ് എക്സ്പോഷറിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ കോൺട്രാസ്റ്റ് ആണ്. കോൺട്രാസ്റ്റിന് കർവ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കർവ് എന്നാണ് ഇവിടെ ലേബിൾ ചെയ്യാൻ പോകുന്നത്. CR എന്ന് മാത്രം കൊടുത്തേക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യാം. ഓപ്ഷൻസ് അല്ലെങ്കിൽ വോൾട്ടസ് ഉപയോഗിച്ച് നോഡിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ ഈ ഒരു കർവ്സിൽ തന്നെ ഈ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ, ഹ്യൂ എന്ന് പറഞ്ഞ ഒരു സംഭവങ്ങളുണ്ട്. ഞാൻ ഇവിടെ ഹ്യൂ വേഴ്സസ് ഹ്യൂ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ക്ലിപ്പിലെ കുറച്ച് പാർട്സ് ഇല്ല, അതായത് സ്കൈ അതുപോലെ ഈ മഡും സ്കിന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോ പാർട്ട് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ സാച്ചുറേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് കുറച്ചും കൂടെ നിങ്ങളുടെ ഫുട്ടേജിനെ പോപ്പ് കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്കോപ്പ് നമുക്ക് ഇങ്ങനെ സ്കോപ്പല്ല, ഈ ഒരു കളർ ഗ്രാഫ് എങ്ങനെ റീഡ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഗ്രാഫ് ഉണ്ടോ, ഈ ഒരു ഗ്രാഫിൽ മാത്രമായിരിക്കും നിങ്ങളുടെ ഒരു ഡേറ്റ ഉള്ളത്. നിങ്ങളിപ്പോൾ ഇവിടെ എന്ത് ചെയ്താലും നിങ്ങൾക്കൊന്നും എഫക്റ്റ് ആകത്തില്ല. ഇവിടെ ഒരു കാരണം നമ്മളെ വീഡിയോയിൽ മഡും കാര്യങ്ങളൊക്കെ യെല്ലോ ആണല്ലോ, പിന്നെ സ്കിന്നും ഈ ഒരു റീജിയനിൽ പെടും, ഈ ഒരു റെഡും യെല്ലോ റീജിയൻ്റെ ഇടയ്ക്ക് പെടും. അതുകൊണ്ടാണ് ഈ സ്കിന്നും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫുട്ടേജിലുണ്ടായതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ഗ്രാഫ് മാത്രം നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ കണ്ടോ നമുക്ക് റെഡും യെല്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ യെല്ലോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി ആ ഒരു യെല്ലോ റീജിയനിൽ പോയിൻറ്റ് ക്രിയേറ്റ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈഡിലാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ നിങ്ങൾ ഇതാണ് പ്രസ് ചെയ്യുകയാണെങ്കിലും ഇവിടെ പോയിൻറ്റ് ഇതാണ് ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ആ പോയിൻറ്റ് കളഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് യെല്ലോ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ പോയിൻറ്റ് ഞാൻ കളയുവാണ്. അപ്പോൾ യെല്ലോ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പോയിൻറ്റ് ക്രിയേറ്റ് ആവും. അപ്പം ജസ്റ്റ് ഇതിനൊന്ന് മൂവ് ചെയ്ത് അപ്പ് ചെയ്യുമ്പോഴത്തേക്കും സാച്ചുറേഷൻ കൂട്ടണം എന്താ വീഡിയോയിൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ എൻ്റെ വീഡിയോ ഇടാം, നമുക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് എന്താ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഒരുപാട് ഹൈ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും ടച്ച് ചെയ്ത് ചെയ്തത് വളരെ ജെൻറ്റിലായിട്ട് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാവൂ. ഓക്കെ, ഞാൻ ഇത്രയൊന്ന് ഗ്രേഡ് ചെയ്ത് ഒരു ഇത്തിരി ഒന്ന് അതിനൊന്ന് പോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു മഡും കാര്യങ്ങളൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ കിട്ടാനായിട്ടാണ് ഞാൻ ഇത്തിരി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഡേറ്റ ബ്ലൂവിൽ കിടപ്പുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊന്നും വരുമെന്ന്. കാരണം വളരെ ചെറിയൊരു ഡേറ്റയാണ്. ജസ്റ്റ് ബ്ലൂ സെലക്ട് ചെയ്തുകൊണ്ടതിന് ശേഷം ഇതിന് അപ്പ് കൊടുക്കുക. അവിടെ വളരെ ഡിഫറൻസ് നമുക്ക് തോന്നുന്നില്ല. ജസ്റ്റ് അതിന് അതൊക്കെ തന്നെ ലീവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇരുന്ന് നമ്മൾ ആ ഒരു മഡ് ഏരിയ നമ്മൾ എത്തിയൊന്ന് സാച്ചുറേഷൻ പോപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബിഫോർ ആഫ്റ്റർ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടോ ആ ഒരു മഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പോപ്പ് ചെയ്ത് കാണാൻ പറ്റും. മഡ് മാത്രമല്ല സ്കിന്നും ഞാൻ പോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടർ ഞാൻ സൂമാക്കി കാണിച്ചു തരാം. അവിടെ 2 ക്യാരക്ടറിനെ നോക്കിയോ നമ്മളിതൊന്ന് എനേബിൾ ആക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്കിന്ന് നമ്മൾ ഇത്തിരി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതുപോലെ തന്നെ ഹ്യൂ വേഴ്സസ് ലൂമിനേഷൻ ഉണ്ട്. അതായത് സെയിം മെത്തേഡാണ്. ഈ ഒരു മഡിനെ നമുക്ക് അതിൻ്റെ അവിടുത്തെ ബ്രൈറ്റ്നസ്, ലൂമിനൻസ് എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ് ആണ്, ബ്രൈറ്റ്നസിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ വീണ്ടും എല്ലാം സെലക്ട് ചെയ്തതിനടുത്തതിന് ശേഷം ആ ബ്രൈറ്റ്നസ് ഒന്നിങ്ങനെ അപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്കിന്നും കാര്യങ്ങളൊക്കെ ഇത്തിരി ഒന്നിങ്ങനെ അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ
HSL കർവ്, അതായത് ഹ്യൂ സാച്ചുറേഷൻ ലൂമിനസ് ആണ് HSL എന്ന് പറയുന്നത്. ഞാൻ അതിനെയും കൂടെ ഇവിടെ നിന്ന് ലേബൽ ചെയ്യാം. ലേബലായിട്ട് നോട്ട് ലേബൽ നിങ്ങൾക്ക് HSL എന്ന് കൊടുക്കാം, അതായത് ഹ്യൂ സാച്ചുറേഷൻ ലൂമിനസ്. ഓക്കെ, HSL ഇത്ര അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കൊരു നോഡും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ നോഡിൽ എന്ന് വെച്ചാൽ നമുക്കിപ്പം ഞാൻ പറഞ്ഞതൊക്കെ തന്നെ നമുക്ക് കൊടുക്കേണ്ട ഇമേജിൽ നമ്മളെ വീഡിയോയിൽ പോപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ബിഫോർ ആഫ്റ്റർ കാണിച്ചതാണ് നമ്മൾ എത്രത്തോളം ഡിഫറൻസ്, നമ്മൾ എവിടെ ആയിരുന്നു നമ്മളിതാ ഇങ്ങനെ കിട്ടിയ ഒരു ലോ ഫോട്ടേജിന് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ലുക്കും കൂടെ കൊണ്ടുവരാനുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഈ ഗ്രേഡ് കംപ്ലീറ്റ് ആവുന്നത്. അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു HDR വീലിലേക്കാണ് പോകുന്നത്. ഈ ഒരു HDR വീലിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതേ സെയിം മെത്തേഡാണ് വർക്ക് ആവുന്നത്. പക്ഷേ HDRലും കുറച്ചും കൂടെ കാര്യങ്ങൾ കൺട്രോൾസ് കിട്ടും. ഇവിടെ ഒരു ഗ്ലോബലുണ്ട്. ഗ്ലോബൽ എന്ന് പറയുന്നത് അതിൻ്റെ അടുത്തുള്ള ബാക്കി എല്ലാ കളർ വീൽസും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു വീലാണ് ഗ്ലോബൽ വീൽ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞ കണക്കിന് ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. നമുക്ക് ഡാർക്കറിൽ റീജിയനിൽ ഒരുപാട് കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഷാഡോസ് എന്ന് പറഞ്ഞാൽ വീണ്ടും വരുന്നുണ്ട്. ലൈറ്റ്സിൽ കൺട്രോൾസ് ഉണ്ട്. ഇവിടെ ഹൈലൈറ്റ്സിൽ കൺട്രോൾസ് ഉണ്ട്. അതുപോലെ സ്പെക്കുലർ എന്ന് പറഞ്ഞാൽ വേറൊരു റീജിയനും കൂടെ കളർ വീലും കൂടെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ലോഗ് വീല്, ഈ ഒരു HDR വീൽ യൂസ് ചെയ്യാൻ മെയിനായിട്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ കുറച്ച് ഹൈലൈറ്റ്സ് ഉണ്ട് അല്ലേ, അതായത് ഈ സ്കൈയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അത് ഇത്തിരി ഹൈലൈറ്റ്സ് ആണ്. സ്കൈയുടെ കളർ നമുക്ക് കാണാനില്ല. റിയലായിട്ട് സ്കൈയിൽ ഒരുപാട് ബ്ലൂ കളർ ഇല്ല, ബ്ലൂ കളർ കുറവാണ്. കാരണം ക്ലൗഡ്സും കാര്യങ്ങളും ഇല്ല. സ്കൈ ഓൾമോസ്റ്റ് വൈറ്റ് ആയിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്തും. അതുകൊണ്ടാണ് ഈ ഒരു സ്കൈ വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് അതിനെ കുറച്ചൊന്ന് ഹൈലൈറ്റ്സ് ആണെന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു HDR വീലിൽ നിങ്ങളെല്ലാ കളർ വീലിൻ്റെ അടുത്തും ഈ ഒരു സംഭവം കാണും അല്ലേ. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കളർ ഗ്രേഡ് ഈ ഒരു ലോഗ് വീൽ, ഈ കളർ വീൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് എവിടെയാണ് അഫക്റ്റ് ചെയ്യുന്നതാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾക്ക് അറിയാനായിട്ട് അവിടെ ഇങ്ങനെ അതിലിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹൈലൈറ്റ്സിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഏരിയ മാത്രം നിങ്ങൾ ആ ഒരു സ്കൈ മാത്രം കണ്ടോ. അതായത് ഈ ഏരിയ നോക്കിയോ, ഈ ഏരിയയിൽ സ്കൈ മാത്രം തെളിഞ്ഞു വരുന്നുണ്ടോ, ബാക്കിയെല്ലാം ഒന്ന് ഡിമ്മായത്. കാരണം ആ ഏരിയ മാത്രമാണ് ഞാൻ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സെക്ഷൻ മാത്രം ഇങ്ങനെ സെലക്റ്റായി കാണുന്നത്. അതേപോലെ ലൈറ്റും ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഇത്രയും പാട്ടായിരിക്കും കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഹൈലൈറ്റ്സിൽ എക്സ്പോഷർ ഇച്ചിരി ഒന്ന് കുറച്ച് കൊടുക്കാം. നിങ്ങൾ കുറയ്ക്കുമ്പോൾ എന്താ ചെയ്യുന്നത് മനസ്സിലാകും. കണ്ടോ, സ്കൈ മാത്രം ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. സ്കൈ ഇത്തിരി ഞാൻ ഇങ്ങനെ ഒന്നിങ്ങനെ ഒരിത്തിരി കുറച്ച് കൊടുക്കാം. കാരണം ഓവറായിട്ട് കുറയ്ക്കരുത്. നമ്മളിതൊക്കെ HDRലൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ തന്നെ അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ കുറച്ചാകും മൊത്തത്തിൽ എഫക്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഒന്നിങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്കോപ്പിൽ എന്താ സംഭവിക്കുന്നത് കാണാൻ നമ്മൾ ഹൈലൈറ്റ്സിൽ ആ പാർട്ട് മാത്രമായിരിക്കും നമ്മൾ കുറച്ച് കൊടുക്കുന്നത്. ഓക്കെ, അതിൽ ഇത്തിരി കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ലൈറ്റിലും എക്സ്പോഷർ ഇത്തിരി ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇത്തിരി ഒന്ന് ഫൈനായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ബിഫോർ ആഫ്റ്റർ കാണിച്ചു തരാം നമ്മൾ എങ്ങനെ ഇരുന്ന ആ ഒരു സ്കൈയും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഇത്രയും വൈറ്റായിട്ടിരുന്ന സ്കൈയും കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈലൈറ്റ്സ് കുറച്ചുകൊണ്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതിനാണ് നിങ്ങൾ ബേസിക്കലി HDR വീൽ ഉപയോഗിക്കേണ്ടത്. നമുക്ക് സ്പെസിഫിക് ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഹൈലൈറ്റ്സിലും ലൈറ്റ്സും ഉപയോഗിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ആവശ്യമുള്ളത് ഹൈലൈറ്റ്സും അതുപോലെ ഒരുപാട് ലൈറ്റ്സ് ആയിട്ടുള്ള പാർട്ടുമാണല്ലോ. എനിക്ക് ഷാഡോസിലൊന്നും ഇവിടെ പിടിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറെ കളർ വീൽ ഉപയോഗിക്കാത്തത്. ഇതാണ് കളർ ഗ്രേഡിങ്ങിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ തന്നെ ഒരു കളറിസ്റ്റ് എന്ന നിലയിൽ ഡിഫറെൻറ്റ് വർക്ക് ഫ്ലോ കാണും. അപ്പോൾ ഒരു ക്ലിപ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ നിങ്ങൾ ആ ഒരു രീതിയിലായിരിക്കും നിങ്ങളെ ഗ്രേഡും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇതെനിക്ക് ഞാൻ ഒരുപാട് ഫീച്ചേഴ്സ് ടച്ച് ചെയ്യാത്തതുകൊണ്ട് ഇതെനിക്ക് ഞാൻ ഈ ഒരു ഫീച്ചർ ടച്ച് ചെയ്തിട്ടില്ല, കളർ ഓപ്പൺ ടച്ച് ചെയ്തിട്ടില്ല, ക്വാളിഫൈ ചെയ്തിട്ടില്ല, സ്കിൻ ടോൺ പിടിച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രോപ്പറായിട്ടുള്ളൊരു പൈപ്പ് ലൈനിൽ കളർ ഗ്രേഡ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം ബ്രേക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പ്രോപ്പറായിട്ടൊരു ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇനി ഞാൻ ഒരു പവർ വിൻഡോ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പവർ വിൻഡോ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ക്യാരക്ടറിനെ കുറച്ച് കൂടെ ഒന്ന് പോപ്പ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ക്യാരക്ടർ ഇച്ചിരി ഡള്ളാന്ന് എനിക്ക് തോന്നി. ക്യാരക്ടറിനെ പോപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇനി വീണ്ടും ഒരു ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പവർ വിൻഡോസ് ആഡ് ചെയ്യാം. പവർ വിൻഡോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ടിനെ മാത്രം എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ കുറച്ച് പവർ വിൻഡോ ആഡ് ചെയ്തിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യും. അതിനായിട്ട് ഇതാണ് പവർ വിൻഡോ എന്ന് പറയുന്നത്. നമ്മുടെ ക്വാളിഫയറിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു ഓപ്ഷനാണ് പവർ വിൻഡോസ്. നമ്മളിവിടെ ഞാൻ സർക്കിളാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. സർക്കിൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ ആദ്യത്തെ ഒരു ക്യാരക്ടറിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളെപ്പോഴും പവർ വിൻഡോസ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി ഓവൽ ഷേപ്പ് ചരിച്ച് വെക്കാൻ നോക്കുക. കാരണം ചരിച്ച് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ഒരു ഡിഫറൻസ് തോന്നത്തില്ല. അതിനുശേഷം നിങ്ങൾ ഈ ഒരു റോസ് ഡോട്ടിൽ ഇങ്ങനെ പിടിച്ച് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ സോഫ്റ്റ്നെസ് കൂടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എഡ്ജസും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ ഫേഡായി പോകുന്നതായിരിക്കും. ഞാൻ ഇത്തിരി ഒന്ന് ചെറുതാക്കി ആ ഒരു ക്യാരക്ടറിന് മാത്രം വെച്ചതിന് ശേഷം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നേരെ നിങ്ങൾ പ്രൈമറി വ്യൂസ് വന്നതിന് ശേഷം ഞാൻ ഗ്യാമ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഗ്യാമ എന്ന് പറയുന്നത് മിഡ് ടോൺ ആണ്. അപ്പോൾ എനിക്ക് ക്യാരക്ടറിൽ ഒരു മിഡ് ടോൺ മാത്രം അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ സൂം ആക്കി അപ്പോൾ എന്താ ചെയ്യുന്നത് കാണിച്ചു തരാം. നിങ്ങൾ ആ ക്യാരക്ടറിൽ നോക്കിയോ, ജസ്റ്റ് ഗ്യാമ ഒന്ന് ഇത്തിരി ഇങ്ങനെ കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഞാൻ ക്യാരക്ടറിനെ ജസ്റ്റ് ഒന്ന് ഇത്തിരി ഒന്ന്
പോപ്പ് ചെയ്യുകയാണ്. വളരെ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞാൻ ശല്യപ്പെടുത്താതെ ക്യാരക്ടറിന് മാത്രം ഇത്തിരി ഒന്നിങ്ങനെ പോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വളരെ ജെൻറ്റിലായിട്ട് മാത്രമാണ് ഗ്യാമ അനക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ബിഫോർ ആഫ്റ്റർ കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് വളരെ ഇത്തിരി കൂടെ സോഫ്റ്റ്നെസ് ഇത്തിരി ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അതിനകത്ത് ഇവിടെ ഒന്ന് സോഫ്റ്റ്നെസ് ഇത്തിരി ഒന്നിങ്ങനെ കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു അവിടെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഡിഫറൻസ് നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഇവിടെ എനിക്ക് ഇതേ സെയിം പവറിൻ്റെ എടുത്തിട്ട് എനിക്ക് ഈ ഒരു ക്യാരക്ടറിന് കൊടുക്കാം. പക്ഷേ ഇവിടെ രണ്ടും ലൈറ്റിംഗ് സെപ്പറേറ്റ് ആണ്. ഈ ഒരു ക്യാരക്ടറിൽ ഡയറക്റ്റ്ലി സൺലൈറ്റ് അടിക്കുന്നുണ്ട് ഞാൻ വേറൊരു സെപ്പറേറ്റ് നോഡിലാണ് ഞാൻ ആ ക്യാരക്ടറിന് പവർ വിൻഡോ ആഡ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ വീണ്ടും അതേ സെയിം മെത്തേഡ് തന്നെ സർക്കിൾ ആഡ് ചെയ്തു. ഞാൻ വീണ്ടും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചരിച്ചു, ഒരു ഓവൽ ഷേപ്പ് കൊണ്ടുവന്നു, ഇച്ചിരി ചെറുതാക്കി സോഫ്റ്റ്നെസ് ഫുള്ളാക്കിയതിന് ശേഷം ഞാൻ ആ ഒരു ക്യാരക്ടറിന് ഇച്ചിരി ഒന്ന് പോപ്പ് കൊണ്ടുവരാൻ പോകും. വീണ്ടും സെയിം മെത്തേഡ് പ്രൈമറി വീൽസിൽ വരിക, അതിൻ്റെ ഒരു ഗ്യാമ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളെന്താ ചെയ്യുന്നത് നമുക്കവിടെ കാണാൻ പറ്റും. കണ്ടോ, അതിൻ്റെ ഒരു ക്യാരക്ടർ എത്രത്തോളം പോപ്പായെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. രണ്ടുപേരെയും സ്കിന്നിന് സെയിം ആയിട്ടൊരു എക്സ്പോഷർ വെക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ആ രണ്ട് നോഡ് മാത്രം നിങ്ങൾക്ക് ഓഫ് ചെയ്തൊന്നായി കാണിച്ചു തരാം. ജസ്റ്റ് പവർ വിൻഡോ ഒന്ന് ഓഫാക്കിയിട്ട് ഞാൻ എന്താ ഡിഫറൻസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ക്രീൻ നോക്കിക്കോ. കണ്ടോ, ഇങ്ങനെ ഇരുന്നൊരു രണ്ടുപേരും സ്കിൻ നിങ്ങൾ കണ്ടോ, ഇത്രയും ഡാർക്കായിട്ട് ഡള്ളായിട്ടുന്ന രണ്ടുപേരും സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ ഞാൻ രണ്ടുപേരെയും ജസ്റ്റ് ഒന്ന് പോപ്പ് ചെയ്ത് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ഇച്ചിരിയും കൂടെ കളർ ഈ ഒരു ഗ്യാമ ഇച്ചിരി കൂടെ കുറയ്ക്കണമെങ്കിൽ തിരിച്ച് വന്നിട്ട് ആ ഒരു നോഡ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇച്ചിരി കുറയ്ക്കാവുന്നതാണ്. ഇത്തിരി ഒന്ന് ഗ്യാമ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം മെത്തേഡ് നിങ്ങൾക്ക് സ്കിൻ ടോൺ പിക്ക് ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ സ്കിൻ ടോൺ പിക്ക് ചെയ്യുമ്പോൾ സ്കിന്നിൽ മാത്രമേ എഫക്റ്റ് ആകത്തുള്ളൂ. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഓവറോൾ ഇപ്പം സ്കിൻ പിക്ക് ചെയ്യേണ്ട കാര്യമില്ലയെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്കിന്ന് പിക്ക് ചെയ്യാത്തത്. കാരണം എനിക്ക് സ്കിൻ ഏകദേശം ഓക്കെ ആണെന്ന് തോന്നി. നിങ്ങൾക്ക് സ്കിന്ന് കറക്റ്റായിട്ട് ഗ്രേഡ് ചെയ്തോ നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ ഒരു വെക്ടോസ്കോപ്പിൽ ഞാൻ ഇവിടെ ഓൾറെഡി ഒരു ലൈൻ എനേബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ലൈൻ ഓഫ് ആയിരിക്കും. അതിനായിട്ട് ഈ സെറ്റിങ്സിൽ വന്നിട്ട് ഇവിടെ കണ്ടോ ഷോ സ്കിൻ ടോൺ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അവിടെ നിങ്ങൾ എനേബിൾ ആക്കുമ്പോഴത്തേക്ക് ഈ ഒരു ലൈൻ വരും. ഈ ഒരു ലൈനും ഈ ഒരു ഗ്രാഫ് എത്രത്തോളം അറ്റാച്ച്ഡ് ആയിരിക്കുന്നോ അത്രത്തോളം നിങ്ങളെ സ്കിന്ന് പെർഫെക്റ്റ് ആണെന്നാണ് ഇരിക്കുന്നത്. ഞാൻ ഇതിൽ ഷോർട്ട് മാച്ച് ചെയ്യുമ്പോഴത്തേക്ക് സ്കിൻ്റെ കാര്യം കുറച്ചും കൂടെ നല്ല രീതിയിൽ പറഞ്ഞുതരാം. ഞാൻ അതുകൊണ്ട് തന്നെ ഷോർട്ട് മാച്ചിങ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഒരു ക്ലിപ്പിലേക്ക് നമുക്ക് ഷോർട്ട് മാച്ച് ചെയ്യണം. പിന്നെ അതുമാത്രമല്ല, ഞാൻ ഫസ്റ്റ് ഈ ക്ലിപ്പ് ഗ്രേഡ് ചെയ്യാനും കൂടി ഒരു കാരണമുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ ഇതാണ് എൻ്റെ മാസ്റ്റർ ഷോട്ട്. അപ്പോൾ ഇത് ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഒരു ലുക്ക് ബേസ്ഡ് ആയിരിക്കും ഞാൻ എൻ്റെ ബാക്കിയുള്ള നോഡിലും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ക്ലിപ്സിലൊക്കെ ഗ്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് മാസ്റ്റർ ക്ലിപ്പ്, ആ ഒരു ക്ലിപ്പ് നിങ്ങൾ ആദ്യം ഗ്രേഡ് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ ഗ്രേഡ് ചെയ്ത് വരിക. അപ്പോൾ നിങ്ങൾ ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമേ ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യത്തെ ഫുട്ടേജിൽ ചിലപ്പോൾ വെയിറ്റിംഗ് കാര്യങ്ങൾ ഡിഫറൻസ് ആയിരിക്കും. ആ ഗ്രേഡ് നിങ്ങൾ മാസ്റ്റർ ഷോട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മാസ്റ്റർ ഷോട്ട് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഷോട്ട് ഗ്രേഡ് ചെയ്ത് പ്രോപ്പർ ആക്കുക. പിന്നെ ആ ഒരു ഗ്രേഡ് നിങ്ങൾ ബാക്കി ഷോർട്ട് മാച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ ഗ്രേഡ് ഏകദേശം ഒരു വിധം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു ചെറിയൊരു ലുക്ക് ക്രിയേഷൻ കൂടെ നടത്തും, ഒരു ചെറിയൊരു ലുക്കും കൂടെ കൊണ്ടുവരണം. അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു നോഡും കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ലാസ്റ്റ് 9ാമത്തെ നോഡിൽ നമുക്ക് ഈ ഒരു ഫുട്ടേജിന് നമുക്ക് ഏകദേശം ഗ്രേഡ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നിർത്താം. സോ അതിനായിട്ട് ഞാൻ ഒരു ലുക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഇവിടെ എൻ്റെ ഒരു ടിൻറ്റും ടെമ്പറേച്ചറിലാണ് മാത്രം ചെയ്യുന്നത്. കാരണം ഇത് ഓൾറെഡി നമുക്ക് ഒരുപാട് ടീലും ഓറഞ്ചും ലുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു ഗ്രീനും ബ്ലൂ, അതുപോലെ ഗ്രീൻ ബ്ലൂ ഇതിലാണ് ഞാൻ ഒരു ഗ്രേഡ് ലോക്ക് ചെയ്യാൻ വിചാരിക്കുന്നത്. അതിനായിട്ട് ഞാൻ ടിൻറ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. വളരെ ജെൻറ്റിലായിട്ടാണ് ഞാൻ കുറച്ച് കൊടുക്കുന്നത്. മൊത്തത്തിലൊരു -6, -7, -6 കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്തിരി ഒരു ഗ്രീൻ ടിൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടെമ്പറേച്ചറും കൂടി ഇത്തിരി ഒന്നിങ്ങനെ കൺട്രോൾ ചെയ്ത് കൊടുക്കാം. ഇത്തിരി ഒരു സ്കൈ നമുക്ക് തിരിച്ചുകൊണ്ടുവരാനായിട്ട് ഞാൻ ഇത്തിരി ഒന്ന് ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കുക, ഒരു 190 കുറച്ച് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ എന്താ ഈ ഒരു ചെറിയ ഡിഫറൻസ്, ഈ ഒരു ടെമ്പറേച്ചറും ടിൻറ്റിലും ഞാൻ എന്താണ് ഒരു ലുക്ക് ക്രിയേഷൻ നടത്തിയതെന്ന് വെച്ചാൽ, അതായത് നമുക്ക് നമ്മളുടെ പാട്ടിൽ നമ്മൾ ഷാഡോസിലും അതേപോലെ തന്നെ ഹൈലൈറ്റ്സിലും ഒരേപോലെ ആയിരിക്കും ഈ ഒരു ടിൻറ്റും ടെമ്പറേച്ചറിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ എഫക്റ്റ് ആവുന്നത്. അപ്പം ഷാഡോസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചില ഡാർക്ക് റീജിയൻ ആണല്ലോ ഷാഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ലുക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ബ്ലെൻഡ് ആയിട്ടുള്ളൊരു നമ്മൾ ആ ഒരു ലുക്ക് നമുക്ക് എക്സ്ട്രാ ടീൽ നിങ്ങൾ ആ ലുക്കിൽ ആഡ് ചെയ്യുന്ന വരത്തില്ല. നമുക്കൊരു ബ്ലെൻഡ് രീതിയിലായിരിക്കും ഈ ഒരു ടിൻറ്റും ടെമ്പറേച്ചറും നിങ്ങൾക്ക് യൂസ് ചെയ്ത് ആഡ് ആക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങളെപ്പോഴും ലുക്ക് ക്രിയേഷനിൽ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ ടെമ്പും അതുപോലെ നിങ്ങൾ ഡാർക്ക് നിങ്ങൾ ഷാഡോസിലൊക്കെ എഫക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ടെമ്പറേച്ചറും അതേപോലെ ഈ ടിൻറ്റ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ എല്ലാം ഓക്കെ ആണെന്ന് തോന്നി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എൻ്റെ ഈ പവർ വിൻഡോ ഇത്തിരി ഒന്നിങ്ങനെ കുറച്ച് കൊടുക്കുക. അതായത് ഇത്തിരി ഒന്ന് അതിൻ്റെ ഒരു വലിപ്പം ഞാൻ ഇത്തിരി ഒന്നിങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടെ ഒരു റിയലിസ്റ്റിക് ഒരു ലുക്ക് കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ അത്ര ഏരിയ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ ഗ്രേഡ് ചെയ്ത് പറഞ്ഞാണ് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിനെ തൊട്ടടുത്തുള്ളൊരു ക്ലിപ്പിലേക്ക് ഗ്രേഡ് ഷോർട്ട് മാച്ച് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഷോർട്ട് മാച്ച് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരുപാട് ക്ലിപ്പുണ്ട്, നിങ്ങൾക്ക് ഷോർട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇവിടെ പോയിട്ട് ആദ്യമായിട്ട് CST ഒക്കെ ചെയ്ത് ആഡ് ചെയ്ത്
ചെയ്യുന്നതിനെക്കാട്ടിലും അത് കുറച്ച് പാടായിരിക്കും. അതിനേക്കാളും നല്ലത് നേരെ ഈ ഗ്രേഡ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യാനായിട്ട് ആ ഗ്രേഡിനെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കീബോർഡിലെ കമാൻഡ് അല്ലെങ്കിൽ Ctrl+C അടിച്ച് കോപ്പി ചെയ്ത് തൊട്ടപ്പുറത്ത് ക്ലിപ്പിൽ വന്നതിന് ശേഷം കമാൻഡ് വ്യൂ എടുത്തിട്ട് നിങ്ങൾ വളരെ രീതിയിൽ തന്നെ ഗ്രേഡ് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് ലൈഫ് സേവിങ് ആണ്. നിങ്ങൾ എല്ലാ ഗ്രേഡ് ചെയ്തതിന് ശേഷം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടുന്ന് കളർ കറക്റ്റ് ചെയ്ത് ഷോർട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾ ആ നോട്ടിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രേഡ് ചെയ്യുമ്പോൾ ഷോർട്ട് മാച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ സെയിം നോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം. എൻ്റെ വൈറ്റ് ബാലൻസ് ഇവിടെയാണ്, എക്സ്പോഷർ ഇവിടെയാണ്, കർവ് ഇവിടെയാണ്, HSL ഇവിടെയാണ്, HDR ഇവിടെയാണ്, എൻ്റെ പവർ വിൻഡോ ഇവിടെയാണ്, അതുപോലെ തന്നെ ലുക്ക് ക്രിയേഷൻ ഇവിടെയാണ്. നിങ്ങൾക്ക് ബാക്കിയും കൂടെ ഒന്ന് ലേബൽ ചെയ്തേക്കാം. ഇവിടെ HDR എന്ന് പറഞ്ഞ് ലേബൽ കൊടുക്കാം. HDR അതുപോലെ പവർ വിൻഡോ ആണ്, PW ആണ്. നമ്മൾ ലേബൽ കൊടുത്തിട്ട് PW പവർ വിൻഡോ, ഇതും പവർ വിൻഡോ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലുക്ക് DNA, അത് നമ്മൾ ലുക്ക് ക്രിയേഷൻ ജസ്റ്റ് ലുക്ക് എന്ന് മാത്രം ഞാൻ അത് കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. ഷോർട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ ഈ ക്ലിപ്പ് നമുക്ക് ഒരുപാട് വാംത്ത് ഉണ്ട്, വേറെ ബ്ലൂ ഉണ്ട്, നല്ല രീതിയിൽ ഗ്രേഡഡ് ലുക്ക് ഉണ്ട്, അല്ലെ, സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, പെർഫെക്റ്റ് ആണ്. പക്ഷേ ഈ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് സ്കിൻ ടോണും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം ഈ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു ഷൂട്ട് എടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് നേരിടേണ്ട കാര്യത്തെ ഷോർട്ട് മാച്ച് ചെയ്യേണ്ട ഒരു ഫുട്ടേജ് ഗ്രേഡ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ഈ ഒരു ഫുട്ടേജിന് ഇത്രയും ചുരുങ്ങിയ മെത്തേഡ് കൊണ്ട് തന്നെ നമുക്ക് പ്രൊഫഷണൽ ഒരു ഗ്രേഡ് ലുക്കും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് നോക്കി, ഇത്രയും ഫ്ലാറ്റായിട്ടിരുന്ന ഒരു ഫുട്ടേജിന് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ തന്നെ ഒരു പ്രൊഫഷണലായിട്ട് ഒരു ഗ്രേഡ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ നമുക്ക് അതേപോലെ തന്നെ ഷോർട്ട് മാച്ച് ചെയ്യണം. ഇവിടെ കുറച്ചും കൂടെ സണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹൈലൈറ്റഡാണ്. അതായത് ഈ മഡിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആണ്. അതിനായിട്ട് ഞാൻ ആദ്യം ഈ വൈറ്റ് ബാലൻസ് നമുക്ക് ആദ്യം വൈറ്റ് ബാലൻസ് മുതൽ തന്നെ തുടങ്ങണം. കാരണം അവിടുത്തെ വൈറ്റ് ബാലൻസ് ഒബ്വിയസ്ലി ഡിഫറെൻ്റ് ആണ്. സോ ബാക്കി ഞാൻ നോഡൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല. ഞാൻ അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ആ നോഡൊക്കെ ഇങ്ങനെ ഓഫായി കൊടുക്കുവാണ്. ബാക്കി നോഡും എക്സ്പോഷർ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് നോഡിനെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ലോഗ് നിന്ന് കൺവേർഷൻ മാത്രമായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഫസ്റ്റ് ഞാൻ എന്താ പറഞ്ഞ പോലെ വൈറ്റ് ബാലൻസ് ചെയ്യണം. വൈറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും നിങ്ങളിവിടെ ലീനിയർ ഗ്യാമ ഒന്നും കൂടെ എനേബിൾ ആയി കൊടുക്കുക. ഇവിടെ ഓൾറെഡി ലീനിയർ ഗ്യാമ തന്നെ സെലക്റ്റഡ് ആണ്. ലീനിയർ ഗ്യാമിൽ നമ്മൾ ഗെയിൻ വ്യൂവിൽ നമുക്ക് ഇത്തിരി കൂടെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് വൈറ്റ് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഇവിടെ ഓൾറെഡി വാംത്ത് ഉണ്ട്. ഞാൻ സെയിം മെത്തഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ ഒരു ഗ്രാഫിന് ഇത്തിരി കൂടെ ഒരു ആ വാംത്ത് ഇച്ചിരി ഒന്ന് പിറകോട്ട്, അതായത് ഇപ്പം വാംത്ത് എന്ന് പറയുന്നത് യെല്ലോയും റെഡും ആണല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് ഡ്രാഗ് ചെയ്യേണ്ടത്. അതായത് ഓപ്പോസിറ്റ് റീജിയനിൽ പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഇമേജ് ബാലൻസ് ആവും. ജസ്റ്റ് ഇത്തിരി ഒന്നിങ്ങനെ ഡ്രാഗ് ചെയ്തൊരിത്തിരി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഓഫായി കാണിച്ചു തരാം. കണ്ടോ, വലിയ ഡിഫറൻസ് ആയിട്ട് നമ്മൾ സ്കിന്നിൽ നോക്കുമ്പോൾ മനസ്സിലാവും. സ്കിന്ന് നോക്കിയോ, ഓഫാക്കുമ്പം അതൊരു വാംത്ത് ലുക്കായിരുന്നു. അതിന് ഇത്തിരിയും കൂടെ ഞാൻ ഒരു ബ്ലൂ ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തിരി ജസ്റ്റും കൂടെ വൈറ്റ് ബാലൻസ് ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, വൈറ്റ് ബാലൻസ് നമ്മൾ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിഫോർ ആഫ്റ്റർ കാണിച്ചു തരാം. കണ്ടോ, ഒരു മജന്ത ഷെയ്ഡ് ഉണ്ടായിരുന്നു ഓവറോൾ. ആ മജന്ത ഷെയ്ഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് സ്കിൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഇത് ബിഫോറാണ്. ആ ഒരു മജന്ത ഷെയ്ഡ് ഉണ്ട്. ആ മജന്ത ഷെയ്ഡ് നമ്മൾ കളഞ്ഞിട്ട് സ്കിന്നൊക്കെ കുറച്ചും കൂടെ റിയലായിട്ട് ഞാൻ ഇങ്ങനെ പോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കളർ കറക്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ എക്സ്പോഷറാണ്. ഇനി എക്സ്പോഷർ ഓൺ ആക്കിയിട്ട് നോക്കാം. എക്സ്പോഷർ ഓൺ ആക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. നമ്മൾ ആ ഒരു സെയിം എക്സ്പോഷർ ഇവിടെയും കീപ്പ് ചെയ്താൽ മതി. കാരണം സെയിം ക്ലിപ്പാണല്ലോ. ഇതേ സെയിം എക്സ്പോഷർ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യണം. അതുകൊണ്ട് എക്സ്പോഷർ ഇതിനകത്ത് വയ്ക്കുകയാണ്. ഇനി നമുക്ക് കർവ് എടുക്കാം. ഓക്കെ, കർവ് ഇച്ചിരി കൂടെ ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്ലിപ്പ് നോക്കുമ്പോഴത്തേക്ക് വലിയ ഡിഫറൻസ് ഇല്ല. പക്ഷേ ജസ്റ്റ് നമുക്ക് കർവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ ഒരു ക്ലിപ്പും കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഇച്ചിരി കൂടെ ബ്രൈറ്റ്നെസ് കൂടുതലാണ്. സൺലൈറ്റ് കൂടുതലായിട്ട് അടിയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഫസ്റ്റ് കർവിൽ പോയതിന് ശേഷം ഞാൻ ഇതിന് ഇത്ര ഡാർക്ക് ആക്കുന്നതിൽ ഇത്തിരി ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലിപ്പായിട്ട് കുറച്ചുകൂടെ നമുക്കൊരു ക്ലിയർ ആയിട്ട് ഒരു സാമ്യം, കുറച്ചും കൂടെ ഒരു ലെസ് ഡിഫറൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ എൻ്റെ അടുത്ത HDR ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, HDR ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ കുറച്ച് വിഷയമുണ്ട്. അതായത് എൻ്റെ സ്കൈയിൽ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഡീറ്റെയിൽസ് കുറവായിരുന്നു. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അതല്ല, ഇവിടെ കുറച്ചും കൂടെ സ്കൈയിൽ ബ്ലൂ കളർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് HDR ഒന്ന് ജസ്റ്റ് ഇവിടെ HDR ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് HDR അല്ലെങ്കിൽ ഇതിനൊന്ന് റീസെറ്റ് അടിച്ചിട്ട് ഞാൻ തിരിച്ച് വന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് HDR ഞാൻ ഒന്ന് റീസെറ്റ് ചെയ്യുകയാണ്. നമുക്ക് HDRോടെ അന്നോട് തന്നെ കിടക്കട്ടെ, നമുക്ക് തിരിച്ച് വന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ പവർ വിൻഡോ ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പവർ വിൻഡോ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വലിയൊരു എഫക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ സ്കിൻ ടോൺ തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് പവർ വിൻഡോ ഒന്ന് ഓപ്പൺ ആക്കി വെച്ചേക്കുവാണ്. ഇനോടും കൂടെ ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക. ഇനിയോട് ലുക്കും കൂടെ ഓൺ ആക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് നമ്മൾ ലുക്ക് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു കളർ കറക്റ്റഡ് പോലത്തെ ഒരു, ഞാൻ ഈ പവർ വിൻഡോ ഓഫ് ആക്കാം. പവർ വിൻഡോ നമുക്ക് വേണ്ട. ഓക്കെ, ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഏകദേശം കളർ കറക്റ്റ് ചെയ്തിട്ട് ലുക്ക് കിട്ടിയില്ല. ഏകദേശം ഒരു ഷോർട്ട് മാച്ച് ചെയ്ത പോലെ ആയില്ലേ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ വേറെ HSL ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല. HSLും കൂടെ ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം.
ഓക്കെ, HSL കൂടെ ഓൺ ആക്കിയിട്ടുണ്ട്. HSL കൂടെ ഓൺ ആക്കിയപ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ ഒരു ഫുട്ടേജ് ഏകദേശം കളർ കറക്റ്റഡ് ആയ പോലെ ആയിട്ടില്ലേ? കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം ഷോർട്ട് മാച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാനാണ്. ഈ ഒരു ക്ലിപ്പിൽ ഇതേ സെയിം നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് അതിൻ്റെ വൈറ്റ് ബാലൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോയതുകൊണ്ടാണ് ചെറുതായിട്ട് ഇത്രയും മൈന്യൂട്ട് ഡീറ്റെയിലിന് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എങ്ങനെ ഇരുന്നതാണ്. ഞാൻ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് മുമ്പ് എങ്ങനെ ഇരുന്നായിരുന്നു വളരെ ഡിഫറൻറ്റ് ആയിരുന്നു അല്ലേ? ഞാൻ ഓരോന്നിങ്ങനെ ഓഫാക്കിയിട്ട് ഓണാക്കി ചേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സിമിലർ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഷോർട്ട് മാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ സെയിം തന്നെ ഗ്രേഡ് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് തന്നെ നിങ്ങളിങ്ങനെ കളർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഷോർട്ട് മാച്ച് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഞാൻ HSL കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ലുക്ക് കിട്ടും. അതിനായിട്ട് ഞാൻ ഈ 2 ഫ്രെയിം എനിക്ക് ഒരുമിച്ച് കാണാം, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് വരേണ്ടി വരും. അപ്പോൾ 2 സ്ക്രീനും കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാനായിട്ട് എനിക്ക് ഇവിടെ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതിന് എനേബിൾ ആക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ക്ലിപ്പാണോ നിങ്ങൾക്ക് സെലക്ട് ആക്കേണ്ടത്, നിങ്ങൾക്ക് സ്പ്ലിറ്റ് സ്ക്രീനായിട്ട് കാണേണ്ടത്, ആ ക്ലിപ്പിന് ഇത് എനിക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു വെർഷൻസ് മാറ്റിയിട്ട് നിങ്ങളിങ്ങനെ സെലക്റ്റഡ് ക്ലിപ്സ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ഫ്രെയിമും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇവിടുത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല HDR അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ഹൈലൈറ്റ്സ് ഉള്ളത്. ഇവിടെ ഹൈലൈറ്റ്സ് കുറവ്. ഇത് നമ്മൾ HDR ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർ ഒരു ഗ്രേഡ് ഫുട്ടേജാണ്. HDRൻ്റെ ഒരു വിഷയം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിൻ്റെ കളേഴ്സ് നോക്കാം. ഇവിടെ മഡിൻ്റെ കളേഴ്സ് ഉണ്ട്. മഡിൻ്റെ കളേഴ്സും ഡിഫറൻ്റ് ആണ്. നമുക്ക് മഡിൻ്റെ കളേഴ്സും കൂടെ ഒന്നാക്കണം. അതേപോലെ സ്കിന്ന് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് റിഫൈൻ ആക്കണം. ഇത്രയും ചെയ്യുമ്പോൾ സ്കൈയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഗ്രേഡും നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഷോർട്ട് മാച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 65% ഷോർട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്കോപ്പിൽ നോക്കി മനസ്സിലാക്കാനായിട്ട് ഞാൻ സ്കോപ്പും കൂടെ ഓണായി കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഈ ഒരു നടുക്കൊരു ലൈനിലാണ് സെപ്പറേഷൻ വരുന്നത്. ഇപ്പോൾ ഈ 2 സ്കോപ്പും ഈ 2 വീഡിയോയും കൂടെ ഒരുമിച്ചാണ് നിങ്ങൾ സ്കോപ്പിൽ കാണുന്നത്. ജസ്റ്റ് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. സ്പ്ലിറ്റ് സ്ക്രീൻ ഓഫ് ആക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു ഫുട്ടേജ് കണ്ടോ, ഈ ഒരു ഫുട്ടേജിൽ സ്കോപ്പാണിത്. നമുക്ക് തൊട്ടടുത്ത സ്കോപ്പ് നോക്കാം. കുറച്ച് സിമിലറാണ്, പക്ഷേ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ കറക്റ്റായിട്ട് സിമിലർ അല്ല. നമ്മൾ എത്രത്തോളം ഈ സ്കോപ്പും അതുപോലെ 2 സ്കോപ്പും ഒരേപോലെ ഇരിക്കുന്നോ അത്രത്തോളം നമ്മളെ ഗ്രേഡ് ഷോർട്ട് മാച്ച് ചെയ്യുമെന്ന് നമുക്ക് പറയാം. ഞാൻ ഈ വേവ് ഫോമിൽ നോക്കാം. ഈ വേവ് ഫോമിൽ ഈ ഒരു ഏരിയ ഉണ്ടോ, ഗ്രീനും ബ്ലൂവും കാര്യം ഒരു കുറച്ച് യെല്ലോ, അതുപോലെ മൊത്തത്തിൽ ഗ്രീനായിട്ടാണ്, ഗ്രീനല്ല ഒരു ഗ്രീനും ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു ഗ്രേഡ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഗ്രേഡ് അങ്ങനെയല്ല. ഈ ഗ്രേഡ് കണ്ടോ കുറച്ചുകൂടെ ഗ്രീനും ഓറഞ്ചും, ആ ടോപ്പിലെ കളറാണ് മനസ്സിലാവും. ആ ഒരു ഗ്രീനും ഓറഞ്ചിലുമാണ് ഈ ഗ്രേഡ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഗ്രീനും ബ്ലൂ ആണ് ഇരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ കളർ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ 2 വേവ് ഫോമിൽ ഈ ഒരു ടോപ്പ് പാർട്ട് നമുക്ക് ഒരേ ഇരിക്കണം. അപ്പോഴാണ് നമുക്ക് കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് ഷോർട്ട് മാച്ച് ചെയ്യുന്നത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മഡിൻ്റെ കളറിൽ തന്നെ തുടങ്ങാം. അതിന് വേറെ ഒന്നുമില്ല, HSL ഉപയോഗിക്കുക. നമുക്ക് മഡ് മാത്രം സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ ദിവസം സാച്ചുറേഷൻ കൊണ്ടുവരിക. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടോ മഡ് മാത്രം നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്താണ് ഇതിലെന്ന് പറയുന്നത് കുറച്ചും കൂടെ സാച്ചുറേഷൻ ഉണ്ട്. ഇവിടെ സാച്ചുറേഷൻ കുറവാണ്. അതിന് ഇത്തിരി ഒന്ന് മഡിൻ്റെ സാച്ചുറേഷൻ ഇത്തിരി ഒന്ന് ഇങ്ങനെ കൂട്ടി ചെയ്ത് കൊടുക്കാം. അത് കൂട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണ്ടോ നിങ്ങളുടെ സ്കിൻ എന്തായാലും കൂടുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഇത് ഇത്തിരി കുറച്ച് കൊടുത്തപ്പം കുറച്ചും കൂടെ പ്രിസൈസായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് എത്രത്തോളം നിങ്ങൾ അടുപ്പിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് കൺട്രോൾസ് കിട്ടുന്നതായിരിക്കും. കണ്ടോ, അപ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടാണ് അഡ്ജസ്റ്റ് ആവുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇച്ചിരി ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു സിമിലർ ലുക്ക് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഞാൻ ഹൈലൈറ്റ്സിലും പോയിട്ട്, അതായത് ഹ്യൂ വേഴ്സസ് ലൂമിനൻസിലും പോയിട്ട് ഇതിന് ഇത്തിരി ഒന്നിങ്ങനെ കുറച്ചെടുത്തതിന് ശേഷം ഇവിടെ ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു സിമിലർ ആയിട്ടുള്ളൊരു മഡിൻ്റെ കളർ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. കണ്ടോ, ഓൾമോസ്റ്റ് ഒരു സിമിലർ ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അത്രയും ലൂമിനൻസ് വേണ്ട, ലൂമിനൻസ് ഇച്ചിരി കുറച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് സ്കിന്നിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല ഈ ഒരു റീജിയന് സ്കിന്നും കൂടെ പെടുന്നതുകൊണ്ടാണ് സ്കിന്നും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് തോന്നി. ഇത്രയും മതി. നമുക്ക് മഡിൻ്റെ കളർ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ബാക്കി HDR റിവീലിൽ നമുക്ക് ഹൈലൈറ്റ്സ് ഒന്ന് സെറ്റാക്കാം. അതുകൊണ്ട് HDR റിവീൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാൻ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. HDR റിവീലിൽ ഇവിടെ ഞാൻ ഫസ്റ്റ് പോലെ തന്നെ ഹൈലൈറ്റ്സ് ഉണ്ട്. അതായത് അവരുടെ ആ ഒരു ഏരിയ ഉണ്ട്, ആ ഒരു ഉടുപ്പിലൊക്കെ ഒരുപാട് സൺലൈറ്റ് അടിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത് നോക്കുവാണ്. എൻ്റെ ആ ഒരു ഏരിയ തന്നെയാണ് കറക്റ്റായിട്ട് സെലക്ട് ആവുന്നതെന്ന് കണ്ടോ. ആ സ്കൈയിൽ നിന്ന് അവിടെ നിന്നും അതേപോലെ ഈ ഒരു ഏരിയയും കറക്റ്റായിട്ട് ഇങ്ങനെ സെലക്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഹൈലൈറ്റ്സ് എനിക്ക് ആ പാർട്ടൊന്ന് മനസ്സിലായി. ജസ്റ്റ് എക്സ്പോഷർ ഒന്ന് ഇങ്ങനെ കുറച്ച് കൊടുക്കാം. എക്സ്പോഷർ കുറയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്കൈയും ഇതിനോട്ടുള്ള സാമ്യമായിട്ട് കിട്ടാനായിട്ട് ഞാൻ എക്സ്പോഷർ ഒന്ന് ഒരുപാട് കുറയ്ക്കേണ്ടത് വളരെ ജെൻറ്റിലായിട്ട് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പാർട്ടിലെ ഡീറ്റെയിൽസ് ഞാൻ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ബിഫോർ ആഫ്റ്റർ നോക്കിയോ കണ്ടോ, കുറച്ചും കൂടെ ഒന്ന് റിഫൈൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് ഇച്ചിരി കൂടെ ജസ്റ്റ് ഒന്ന് ആദ്യം ഹോൾഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നല്ല അഡ്ജസ്റ്റ് ആവുന്നത്. ലൈറ്റിനോട് ഇത്തിരി ഞാനിങ്ങനെ കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏകദേശം സ്കൈയും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ സ്കൈയിൽ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഈ ഒരു പാർട്ടിൽ ഹൈലൈറ്റ്സ് കൂടുതലുണ്ട്. പക്ഷേ ഈ ഒരു പാർട്ടിൽ സ്കൈക്ക് ഹൈലൈറ്റ്സ്
കുറവാണ്, നമുക്ക് സ്കൈയിൽ കുറച്ചുകൂടെ ബ്ലൂ ആയിട്ട് കാണാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൈലൈറ്റ്സിലെ ഗ്രിഡ് ഞാൻ തിരിച്ച് തന്നെ കുറച്ച് അപ്പ് ചെയ്യുവാണ്. കാരണം സ്കൈ നമുക്ക് ഒരേ രീതിയിൽ കിട്ടാനായിട്ടാണ് ഞാൻ ഇവിടെ സ്കൈ ഇത്തിരി ഒന്ന് ഹൈലൈറ്റ്സ് ഇത്തിരി ഒന്ന് അപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഒരുപാട് ആ ഒരു ഡ്രസ്സിലും കാര്യങ്ങളും എഫക്റ്റ് ചെയ്തില്ല, കാരണം ഞാൻ ലൈറ്റിൽ ഓൾറെഡി അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്. ലൈറ്റ്സ് കുറച്ചാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഹൈലൈറ്റ്സ് ഇത്തിരി കൂട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലൂവിനെ കുറച്ചിട്ട് ഇതേ സെയിം ലുക്ക് കിട്ടാനായിട്ട് ആണ് ഞാൻ അവിടെ ഒരു ഹൈലൈറ്റ്സിൽ ഇച്ചിരി ഒരു ഇത്തിരി എക്സ്പോഷർ നമ്മൾ ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുത്തത്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ഹൈലൈറ്റ്സിൽ മാത്രം കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ ചെറുതായിട്ടൊരു ഈ ഒരു ബ്ലൂ ടിൻറ്റിൽ നിന്ന് ഒരു ഗ്രീൻ ടിൻറ്റ് ഇങ്ങനെ ആഡ് ചെയ്യുകയാണ്. ഹൈലൈറ്റ്സിലെ കളറിലാണ് ഞാൻ ടച്ച് ചെയ്യാൻ പോണത്. ജസ്റ്റ് ഇങ്ങനെ പൈ ഇങ്ങനെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇത്തിരി ഒന്ന് നിങ്ങളിങ്ങനെ ഗ്രീനിലേക്ക് ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഏകദേശം സ്കൈയും കാര്യങ്ങളൊക്കെ സിമിലറായിട്ട് തന്നെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കിൻ ടോൺ നമുക്ക് അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകേണ്ടത്. ഈ സ്കിൻ ടോൺ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും കൂടെ ഒരു നോഡ് ഈ ഒരു 2 നോഡ് റീസെറ്റ് ചെയ്യുവാണ്, കാരണം നമുക്ക് പവർ വിൻഡിന് ആവശ്യമില്ല. ഇനി സ്കിൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ സ്കിൻ നമുക്ക് ഓവറായിട്ടൊന്നും ചുവപ്പായി പോയിട്ടുണ്ട്. നമുക്ക് സ്കിൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ പവർ വിൻഡ് ഉപയോഗിക്കാം കേട്ടോ. പവർ വിൻഡോ എന്ന് പറയുന്നത് ഇത് നമുക്ക് 2 ക്യാരക്ടറിന് നമുക്ക് ഡിഫറൻറ്റ് സ്കിൻ ടോൺ ചെയ്യണമെങ്കിൽ നമുക്ക് 2 ക്യാരക്ടറിൽ നമുക്ക് പവർ വിൻഡോ ആഡ് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് സ്കിൻ ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മൂവിങ് ക്യാരക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പവർ വിൻഡോ ട്രാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ എൻ്റെ ക്യാരക്ടർ മൂവ് ആവുന്നില്ല, ആണ് ജസ്റ്റ് ഒരു പവർ വിൻഡോ ബേസിക്കായിട്ട് ഞാൻ ട്രാക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് പവർ വിൻഡോ ആഡ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി വൈഡായിട്ട് ആഡ് ചെയ്തു, കാരണം നമ്മൾ അതിൻ്റെ അകത്തുള്ള എല്ലാം ആഡ് ചെയ്യുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ക്വാളിഫൈ ചെയ്ത് നമ്മൾ സ്കിന്ന് മാത്രം സെലക്ട് ചെയ്യുവാണ്. നമുക്ക് സ്കിൻ മാത്രം സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ക്വാളിഫയർ എടുത്തിട്ടുണ്ട്. ക്വാളിഫയർ എടുത്തിട്ട് നിങ്ങളിങ്ങനെ സ്ക്രീനിൽ നിങ്ങൾക്കൊരു ഐ ഡ്രോപ്പർ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ സ്കിന്നിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു സ്കിന്ന് മൊത്തം സെലക്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെലക്റ്റായ പാർട്ട് കാണാനായിട്ട് നിങ്ങൾ നേരെ ഈ ഒരു ഹൈലൈറ്റ്സ് ഓപ്ഷൻ എനേബിൾ ആയി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാർട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് സ്കിന്ന് മാത്രം ഈ ഒരു മഡും കാര്യങ്ങളൊക്കെ മാറ്റി സ്കിന്ന് മാത്രം സെലക്ട് ചെയ്യണം. ഇച്ചിരി ടാസ്ക്കാണ്, കാരണം ഈ ഒരു മഡും സ്കിന്നൊക്കെ ഓൾമോസ്റ്റ് സിമിലർ കളറാണ്. പക്ഷേ എത്രത്തോളം നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു വിട്ട് ആദ്യം കുറച്ച് കൊടുക്കാം. വിട്ട് കുറച്ച് നമുക്ക് ഇത്തിരി സ്കിന്ന് മാത്രമായിട്ട് എടുക്കണം. കണ്ടോ, അപ്പോൾ സ്കിന്ന് മാത്രമായിട്ട് ശേഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സെൻറ്ററും കൂടി ഇത്തിരി ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ നമുക്ക് ഇത്തിരി ഒന്ന് റിഫൈൻ ആക്കി എടുക്കണം. അതുപോലെ വിഡ്ത്ത് ഞാൻ ഇത്തിരി ഒന്നിങ്ങനെ കുറച്ച് കൊടുക്കാം. അതുപോലെ സാച്ചുറേഷൻ ഞാൻ ഇത്തിരി ഹൈ ഇത്തിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ലോയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതേപോലെ ലോയും ഹൈയും കൂടെ ഒന്നും കൂടി ഞാൻ ഒന്ന് കുറച്ചുകൂടി റിഫൈൻ ആക്കിയതിന് ശേഷം സ്കിന്ന് ശേഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സെറ്റിങ്സ് കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ടുള്ള സ്കിൻ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് സ്കിൻ പിക്ക് ചെയ്യുന്നത്. എൻ്റെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോയിൽ ഞാൻ സ്കിൻ പിക്ക് ചെയ്യുന്ന കാര്യമായിട്ട് കാണിച്ചു തന്നിരുന്നു. ഇതാണ് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് സ്കിന്നൊക്കെ പിക്ക് ചെയ്യുന്നത്. ഇവിടെ ക്ലീൻ വൈറ്റ് ഇച്ചിരി കൊടുക്കുവാണ്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി റിഫൈൻ ആയിട്ടുള്ള സ്കിൻ കിട്ടും. അതേപോലെ ക്ലീൻ ബ്ലാക്കും കൊടുക്കുവാണ്, അപ്പോൾ സ്കിന്ന് മാത്രം നമുക്ക് പോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇച്ചിരി ബ്ലർ റേഡിയസും അതേപോലെ ഇത്തിരി ഡീനോയ്സും കൂടെ നമ്മൾ ഇത്തിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം പ്രോപ്പറായിട്ടുള്ളൊരു സ്കിൻ നമ്മളിങ്ങനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈലൈറ്റ്സ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഇത്തിരി ഒരു ബ്രൈറ്റ്നസ് ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇത്തിരി ഗ്യാം ഇത്തിരി ഒന്നിങ്ങനെ കൂട്ടി കൊടുക്കും. അപ്പോൾ കണ്ടോ, സ്കിന്ന് മാത്രം എഫക്റ്റ് ആവുന്നുണ്ടോ. ഈ ഒരു സ്ഥലം പോട്ടെ, ഈ ഒരു സ്ഥലം നമ്മൾ കട്ട് സെലക്ട് ചെയ്തിട്ടില്ല. ആ ഒരു സൈഡ് നമുക്ക് എന്താണ് ഹൈലൈറ്റ്സ് ആയതുകൊണ്ടാണ്, അത് ഒരുപാട് നമുക്ക് സ്കിന്നിൽ ഡേറ്റ ഇൻഫർമേഷൻ കുറവായതുകൊണ്ടാണ്, സ്കിന്നിൽ പിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആ സൈഡ് നമുക്ക് കറക്റ്റായിട്ട് പിക്ക് ആകാത്തത്. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡിഫറൻസ് അറിയത്തില്ല. കണ്ടോ, സ്കിന്ന് മാത്രം അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതായിട്ട് മാച്ച് ആവുന്നുണ്ടോ. അത് ഇച്ചിരി ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് തൊട്ടടുത്ത ഈ സ്കിന്നുമായിട്ട് ഡിഫറൻസ് നോക്കാം. ഈ സ്കിന്നിൽ കുറച്ചുകൊണ്ട് ഓറഞ്ച് ഉണ്ട്, പക്ഷേ ഇവിടെ ഇച്ചിരി കൂടെ പിങ്കാണ്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് മാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു ഗ്രീഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേ സെയിം സ്കിൻ ടോൺ നിങ്ങൾക്ക് ഇപ്പുറത്ത് ഫോളോ ചെയ്യാം. അതേപോലെ നിങ്ങൾ ഈ ഒരു നിങ്ങളൊരു വെക്ട്രോസ്കോപ്പിൽ ഈ ഒരു ലൈനിങ് അറ്റാച്ച് ആയി നോക്കുക. ഇവിടെ അറ്റാച്ച്ഡ് അല്ല, അപ്പോൾ നമുക്ക് അറ്റാച്ച്ഡ് കൊണ്ടുവരണം. അതായത് ഈ ലൈൻ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു സ്കിൻ ടോണിന് ശേഷം ഓക്കെയാണ്, നമുക്ക് ആ ഒരു ഗ്രാഫിൽ ഈ ഒരു ലൈൻ ടച്ച് ആവുന്നുണ്ട്. പക്ഷേ ഇവിടെ സിമിലറായിട്ട് ടച്ച് ആവുന്നില്ല. നമുക്ക് ഇത്തിരി ഈ ഒരു സ്കിൻ ടോണിൽ ഇത്തിരി നമുക്കൊരു മജന്ത ടച്ച് കൊണ്ടുവരണം. ഇവിടെ നമുക്ക് ഉണ്ടാവും ഒരു നല്ലൊരു പിങ്കിഷ് ഒരു മജന്ത സ്കിൻ ടോണാണ് ഇവിടെ ഉള്ളത്. അതേപോലെ ഇവിടെ നമുക്ക് ഇത്തിരി ഒരു മജന്ത കൊണ്ടുവരണം. അപ്പം ഈ സ്കിന്നൊക്കെ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ ഡയറക്ടറിന് ഈ സ്കിൻ ടോണിലേക്ക് ഡിഫറൻറ്റ് സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പോയി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ പിങ്ക് ആയിട്ടാണ്, ഇതിൽ ക്വാളിഫൈ ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് ഷോർട്ട് മാച്ച് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ക്വാളിഫൈ ചെയ്ത് പിക്ക് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്കിൻ ടോൺ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഞാൻ കീപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടെ ക്വാളിഫൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഒരു സ്കിന്നായിരിക്കും ഇപ്പുറത്തെ നമ്മൾ ഷോർട്ട് മാച്ച് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഷോട്ടോട് ആ ഷോട്ട് മാച്ച് ആക്കുക, അല്ലെങ്കിൽ ആ ഷോട്ടിനോട് ഈ ഷോട്ട് നിങ്ങൾ എന്തായാലും മാച്ച് ആക്കി എടുക്കുക. ഇവിടെ സ്കിൻ ടോൺ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു മജന്ത ആഡ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഓഫ്സെറ്റ് ഒന്ന് ഇത്തിരി ഒരു മജന്ത സൈഡിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തെടുക്കാം.
അത് ഓവർ സൈഡായിപ്പോയി. നിങ്ങൾ ഈ ഒരു സ്കോപ്പിൽ നോക്കുമ്പോഴത്തേക്കും ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ജെൻറ്റിലായിട്ട് ഞാൻ ഇത്തിരി ഒന്ന് ഇങ്ങനെ മജന്ത സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ കുറച്ചും കൂടെ അറ്റാച്ച് ആയിട്ടുണ്ടല്ലേ. അപ്പം സ്കിൻ നമുക്ക് മൊത്തത്തിൽ കാണുമ്പോൾ ഇത്തിരി ഒരു മജന്ത ലുക്ക് വന്ന് നമുക്ക് ബിഫോർ ആഫ്റ്റർ കാണിച്ചു തരാം. കണ്ടോ, ബ്രൈറ്റ്നസ് വരുത്തി മജന്ത ലുക്കും ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്തിരി കൂടെ ഓവറാണ് ആ മജന്ത ആക്കിയിരിക്കുന്നത്. ഉദ്ദേശിച്ചൊന്ന് ബാക്ക് വരാം. ഓക്കെ, വളരെ ജെൻറ്റിലായിട്ടുള്ളൊരു മജന്തയാണ് ഞാൻ അപ്പം ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ വളരെ ജെൻറ്റിലായിട്ട് ആ ഒരു മജന്ത ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഈ ലൈനിലായിട്ട് ടച്ച് ആവുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഈ ഇത്രയും ഡിഫറൻസാണ് നമ്മൾ ഈ സ്കിന്ന് മാത്രം പിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ചേഞ്ചസ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ക്യാരക്ടർ ഏകദേശം മാച്ച് ആയിട്ട് നമുക്ക് രണ്ടാമത്തെ ക്യാരക്ടറിന് ചെയ്യാം. സോ അതിനായിട്ട് ഞാൻ വീണ്ടും രണ്ടാമത്തെ നോഡിൽ വന്നതിന് ശേഷം നമുക്ക് പവർ വിൻഡോ ഉപയോഗിച്ചിട്ട് നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തു, ഇത്തിരി ഇങ്ങനെ ചെറുതാക്കി കൊടുത്തു. ആദ്യം ഞാൻ പറഞ്ഞ ഇച്ചിരി ചരിച്ചു. ഇനി നമുക്ക് സോഫ്റ്റ്നെസ് ഫുള്ള് കൊടുത്തു. ഇനി ഞാൻ വീണ്ടും ഗ്യാമയിൽ വന്നിട്ട് നമുക്ക് ഇത്തിരി ഒന്ന് ഗ്യാമ ഇങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത്രയും വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഗ്യാമ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടറിന് എത്രത്തോളം പോപ്പ് നമ്മൾ കൊണ്ടുവന്ന് നിൽക്കുന്ന ഡിഫറൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു രണ്ട് സ്കിന്നിനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. ഇനി ഇപ്പോൾ എൻ്റെ ഈ ഒരു ക്ലിപ്പും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് സാച്ചുറേഷനും എക്സ്പോഷർ ഇച്ചിരി ഡിഫറൻ്റ് ആണ് അല്ലേ. അതിന് ഞാൻ എൻ്റെ ഈ ലിഫ്റ്റ് ഗ്യാമ ഗെയിനിൽ എക്സ്പോഷർ ഇവിടെ വന്നിട്ട് നമ്മൾ എക്സ്പോഷർ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ലിഫ്റ്റ് ഗ്യാമ ഗെയിനിൽ ഈ ക്ലിപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ്സ് കുറച്ച് കൂടുതലാണ്. അതായത് നമ്മൾ ഗെയിൻ കുറച്ച് കുറയ്ക്കണം. ജസ്റ്റ് വീണ്ടും പരേഡിലേക്ക് വരുവാണ്. ഗെയിൻ ഇച്ചിരി കുറയ്ക്കാനായിട്ട് ഞാൻ ഗെയിനിലെ മാസ്റ്റർ വെച്ച് ജസ്റ്റ് ഇങ്ങനെ താത്ത് കൊടുക്കാം, ഇത്തിരി ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ലുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഓവറോൾ അവസാനത്തെ ലുക്കിൽ വന്നിട്ട് ഈ ലുക്ക് നമ്മളൊന്ന് റീസെറ്റ് ചെയ്തതിന് ശേഷം ലുക്കും കൂടെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ഷോർട്ട് മാച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. സോ അതിനായിട്ട് ഞാൻ ഇവിടെ ഇതിലൊരുപാട് വാംത്തുണ്ട്. ഞാൻ വാംത്ത് തുറക്കാനായിട്ട് നേരെ ബ്ലൂ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ക്ലിപ്പായിട്ട് മാച്ച് ആവാനായിട്ടാണ് ഈ ഒരു ബ്ലൂ ആഡ് ചെയ്യുന്നത്. വളരെ ജെൻറ്റലായിട്ടുള്ള ബ്ലൂ മാത്രമേ ആഡ് ചെയ്യാവൂ. അതിനുശേഷം ഗ്രീൻ ടിന്നും കൂടെ നിങ്ങൾക്ക് അതേപോലെ ആഡ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഓവറോൾ നമ്മൾ ഈ ഒരു ക്ലിപ്പുമായിട്ട് നമുക്ക് മാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് മാച്ചിങ് അല്ലാത്തത് നമുക്ക് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പം ഏകദേശം ഓൾമോസ്റ്റ് മാച്ചാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് എന്തെങ്കിലും സ്കിൻ ടോൺ ഓക്കെയാണ്, അതേപോലെ വേറെ എന്തെങ്കിലും നോട്ടീസ് ചെയ്യാൻ പറ്റും നോക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം മഡും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതുപോലെ ഈ ക്ലിപ്പ് ഇച്ചിരി സാച്ചുറേറ്റഡ് ആണ്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇച്ചിരി സാച്ചുറേറ്റഡ് ആണ്. നമുക്ക് സാച്ചുറേഷനോടെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സോ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നേരെ HDR വീലിൽ വന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലോബൽ ഒരു സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് സാച്ചുറേറ്റഡ് ആയി പോയെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സാച്ചുറേഷൻ നിങ്ങൾക്ക് ബാക്കായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. സോ ആയിട്ട് ഈ ഒരു സാച്ചുറേഷൻ വീലിൽ ഒരു ഇത്തിരി, അതായത് ഈ ഒരു സാച്ചുറേഷൻ നമ്മൾ ഇത്തിരി വന്ന് മൈനസ് ഒരു 95 ഇങ്ങനെ കൊണ്ടുവരുവാണ്. സോ അപ്പോൾ നമുക്ക് ഇത്തിരി ഒരു ഈ ക്ലിപ്പിലൂടെ കുറച്ചും കൂടെ നമുക്കൊരു മാച്ചിങ് കിട്ടിയിട്ടുണ്ട്. സോ ഈ മെത്തേഡെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലിപ്പിന് വളരെ ഈസി ആയിട്ട് തന്നെ ഷോർട്ട് മാച്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഒരു ബിഫോർ ആഫ്റ്റർ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ഇരുന്നൊരു ഫുട്ടേജിന് നമുക്ക് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ലോ ഫുട്ടേജ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഗ്രേഡ് ചെയ്ത് ലുക്കും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇതേപോലത്തെ സെയിം ഒരു ലുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ്സ് വെച്ച് അതിൻ്റെ എക്സ്പോഷർ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പോഷറിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അവസാനം ഗ്രേഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ ഓവറോൾ എക്സ്പോഷർ കൂടുതലാണെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ലുക്ക് ക്രിയേഷൻ്റെ തൊട്ടടുത്തൊരു നോഡും കൂടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങളൊന്ന് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കണക്ക് നമ്മൾ ഹൈലൈറ്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പം ഓവർ എക്സ്പോഷർ ആയിരിക്കും, അല്ലെങ്കിൽ അണ്ടർ എക്സ്പോഷർ ആയിരിക്കും. അവസാനം ഒരു കറക്ഷനോടെ ആയിട്ട് ഒന്നും കൂടി ഒരു എക്സ്പോഷർ മാത്രം കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ ഒരു നോഡ് ആഡ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ വീണ്ടും നമ്മൾ പ്രൈമറി വീൽസ് വന്നതിന് ശേഷം നമ്മൾ ഗ്രേഡും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഗ്യാം ഒന്ന് മൊത്തത്തിൽ ഓവറായിട്ട് കുറച്ച് കൊടുക്കാം. ഒരു ഇത്തിരിയാണ് കുറയ്ക്കുന്നത്. അതുപോലെ ഗെയിനും ഗ്യാമും ഇത്തിരി ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതായിട്ട് കുറച്ചും കൂടെ സിമിലർ ലുക്ക് കിട്ടാനായിട്ടാണ് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തത്. നമ്മൾ ഈ ഫൈനൽ കറക്ഷനോടും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ആയിട്ടുള്ള സിമിലർ ഒരു ഷോർട്ട് മാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ഗ്രേഡിൽ നിന്ന് ഷോർട്ട് മാച്ച് ചെയ്ത് മറ്റൊരു ഷോട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് വേറൊരു ഗ്രേഡ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, ആ ഒരു ഫീൽ നിങ്ങൾക്ക് ഒരിക്കലും വരരുത്. ജസ്റ്റ് ഈ ഒരു ക്ലിപ്പിൽ നിന്ന് നേരെ അടുത്ത ക്ലിപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയോ, പെട്ടെന്ന് ഒരു സഡൻ ഗ്രേഡ് സ്വിച്ച് ചെയ്യുന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് വരത്തില്ല. പക്ഷേ എങ്കിലും ഞാൻ ഒരു സീക്രട്ട് ടെക്നിക്കും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രേഡ് ചെയ്ത് ഷോർട്ട് മാച്ച് ചെയ്തതിന് ശേഷം ഈ ക്ലിപ്പിൽ ഒരുപാട് ബ്ലൂ ഉണ്ടല്ലോ, പക്ഷേ എൻ്റെ ക്ലിപ്പിൽ ആ ബ്ലൂ ഇല്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻസ് ഫീച്ചർ പറഞ്ഞുതരാം. ഞാൻ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു നോഡിൽ
ഞാൻ നേരെ ടോപ്പിൽ ഈ ഒരു കളറിൽ വന്നതിന് ശേഷം ഇവിടെ പ്രിൻ്റർ ലൈറ്റ്സ് ഹോട്ട് കീസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവിടെ ഒരു ഫുൾ പ്രിൻ്റർ ലൈറ്റ് ഉണ്ട്, ഹാഫ് പ്രിൻ്റർ ലൈറ്റ് ഉണ്ട്, ക്വാർട്ടർ പ്രിൻ്റർ ലൈറ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ സ്പെസിഫിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ മൈനസ് ചെയ്യാൻ പറ്റും. ഈ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ വളരെ ജെൻറ്റിൽ, വളരെ മൈനറായിട്ടായിരിക്കും അഡ്ജസ്റ്റ് ആവുന്നത്. ഹാഫ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ അഗ്രസീവ് ആയിരിക്കും. ഫുൾ എന്ന് പറയുന്നത് നല്ല രീതിയിലായിരിക്കും ആ ഒരു കളർ ചേഞ്ച് ആവുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഒരു ക്ലിപ്പ് എനിക്ക് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ക്ലിപ്പിൽ കുറച്ച് ഗ്രീൻ കുറവാണ്. കാരണം വെച്ചാൽ ഗ്രീൻ ആഡ് ചെയ്യാനായിട്ട് ഞാൻ നേരെ കളറിൽ വന്നിട്ട് ഈ ഒരു ഹാഫ് പ്രിൻ്റർ ലൈറ്റ്സിൽ ഞാൻ ഒരു പ്ലസ് ഗ്രീൻ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫുട്ടേജ് ഈ ഒരു ഫുട്ടേജ് ഞാൻ ഒരു ഗ്രീൻ ഏകദേശം മാച്ച് ആയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഹാഫ് വേണ്ട, ക്വാർട്ടർ മതി. ജസ്റ്റ് ഞാൻ വീട്ടിൽ വന്നിട്ട് ക്വാർട്ടറിൽ ഒരു ഗ്രീൻ മൈനസ് ആക്കുവാണെങ്കിൽ നമ്മളൊരു ക്വാർട്ടർ ഗ്രീൻ ആഡ് ചെയ്ത പോലെയാണ്. ഓക്കെ, ജസ്റ്റ് ഒരു വളരെ ജെൻറ്റിലായിട്ടാണ് ആഡ് ആവുന്നത്. ഓഫാക്കി വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതല്ല, ഈ നോഡാണ്. കണ്ടോ, നമുക്ക് ആ ഈ ഒരു പാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗ്രീൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഉണ്ടോ, ശരി, നിങ്ങൾക്ക് ആ ഒരു ഗ്രീൻ ഡിഫറൻഷൻ കാണാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ സ്കോപ്പിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഈ ഗ്രീൻ നോക്കിയോ, ഗ്രീനെ മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്തത്. കണ്ടോ, ഗ്രീൻ മാത്രം താഴ്ത്തും മേളിട്ടും കൂടെ കണ്ടോ. ഒബ്വിയസ്ലി റെഡും ചേഞ്ച് ആവുന്നുണ്ട്. കാരണം നമ്മൾ റെഡിൽ നിന്ന് കുറച്ച് കളർ മാറ്റിയിട്ടാണ് ഗ്രീൻ ആഡ് ആവുന്നത്. അതുകൊണ്ടാണ് ആ ഒരു റെഡും കൂടെ സ്കോപ്പിൽ അനങ്ങുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ക്ലിപ്പ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാച്ച് ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്നൊന്നും പറയരുത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഷോട്ടല്ല ഈ ഷോട്ടുകൊണ്ട് മാച്ച് ചെയ്യേണ്ടത്. ഈ ഷോട്ടിനെയാണ് ഈ ഷോട്ടുമായിട്ട് മാച്ച് ചെയ്യേണ്ടത്. കാരണം ഞാൻ ഈ ഫുട്ടേജ് എടുക്കാൻ വേണ്ടി പ്രത്യേക കാരണമുണ്ട്. നിങ്ങൾ കളർ ഗ്രേഡ് ഒരു കളറിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതങ്ങനത്തെ പ്രോബ്ലം എന്നൊക്കെ എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും. എത്രയും ഡാർക്കായിട്ടിരുന്ന ഫുട്ടേജിന് എങ്ങനെ ഈ ഒരു കളർ കൊണ്ടുവരും? ഒരിക്കലും നിങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷേ അത് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, നമുക്ക് എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുവാണെങ്കിൽ കൈകാര്യം ചെയ്യാനും കൂടെയാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ പ്രോസസ്സ് നോക്കാം. എന്താണ് ഞാൻ ഈ വീഡിയോ ഇതിലിട്ട് മാച്ച് ചെയ്യണമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു സീനിൽ കാണിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ കണ്ടോ, സൺ ഇവിടെയാണുള്ളത്. ഇതെന്ന് പറയുന്നത് ഒരു ഈവനിങ് കുറച്ചും കൂടെ ടൈം നേരത്തെയാണ്. ഇതെന്ന് പറയുന്നത് ഇച്ചിരി കൂടെ ഡാർക്കാകാൻ പോണ ഒരു ഈവനിങ് ടൈമാണ്. സൺ സെറ്റാകാൻ പോണ ഒരു ടൈമാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഇതായിട്ട് മാച്ച് ചെയ്യണം. അതിന് എന്ത് വേണം, നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു ടൈം നമ്മൾ ഈ ഒരു ടൈമിൽ എടുത്ത പോലെ ആക്കണം. അതായത് ഇതേ സെയിം എക്സ്പോഷറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫുട്ടേജ് നമുക്ക് മൊത്തം ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഫുട്ടേജ് നമുക്ക് ഡാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഫുട്ടേജായിട്ട് കൊണ്ടുവരണം. ഇത് ഫുൾ ലോഗാണ്, ഞാൻ ഒന്നും കണക്ഷൻ പോലും ചെയ്തിട്ടില്ല. കാരണം ഇത് ബ്ലാക്ക് മാജിക് ഫുട്ടേജും കൂടെ അല്ല, വേറൊരു ഡിഫറെൻറ്റ് കളർ ഫുട്ടേജിൽ കളർ സ്പേസിൽ വർക്ക് ചെയ്യുന്ന റെഡ് ഫുട്ടേജാണ്. ഓക്കെ, നമുക്ക് ഞാൻ ഈ ആ പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഗ്രേഡ് ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതാണ് നിങ്ങൾ പ്രൊഫഷണലായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു തന്ന ആ വെയിൽ കളർ ഗ്രേഡ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയായിരിക്കും ഞാൻ എൻഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ നേരെ മൂന്നാമത്തെ റെഡ് ഫുട്ടേജ് ആയിട്ടുള്ള നമുക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഞാൻ ഈ ഒരു നോഡിനെ കോപ്പി ചെയ്തു, ഗ്രേഡിനെ ഫുള്ള് കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്ത് സ്ഥിരം ചെയ്യുന്ന പരിപാടി. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ എനിക്കൊരു സെയിം നോട്ട് സ്ട്രക്ചർ കിട്ടാനായിട്ടാണ്. നമ്മൾ എപ്പോഴും നമ്മളൊരു നോഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ആദ്യം ഇവിടെ ഐഡിറ്റി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞത് ഡിഫറെൻറ്റ് ക്യാമറയ്ക്ക് ഡിഫറെൻറ്റ് അതിൻ്റെ കളർ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് റെഡിൻ്റെ കളർ സ്പേസ് കൊടുക്കണം. സോ ഇൻപുട്ട് കളർ സ്പേസ് എന്ന് പറയുന്നത് റെഡിൻ്റെ റെഡ് വൈറ്റ് ഗാമിറ്റ് RGB ആണ്. അതിൻ്റെ ഇൻപുട്ട് ഗ്യാമ എന്ന് പറയുന്നത് റെഡ് ലോഗ് 3G10 ആണ്. എവിടെ റെഡ് ലോഗ് 3G10? ഓക്കെ, റെഡ് ലോഗ് 3G10 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊരു ലോഗിൽ നിന്ന് കൺവേർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയെല്ലാം റീസെറ്റ് ചെയ്യണം. കാരണം നമുക്ക് ഒന്നിനും ചെയ്യണം. കാരണം ഇവിടുത്തെ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. HSL കളഞ്ഞു, HDR കളഞ്ഞു, അതുപോലെ സ്കിൻ പിക്ക് ചെയ്തതും എല്ലാം പവർ വിൻഡോ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നേ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് തരാം. ഫസ്റ്റ് ടൈം വൈറ്റ് ബാലൻസ് ചെയ്തതിൽ എന്താണ് ലീനിയർ ഗ്യാമയാണ് ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ലീനിയർ ഗ്യാമ തന്നെയാണോ എന്ന് ശ്രദ്ധിക്കുക. അതിന് വീണ്ടും ഗ്യാമയിൽ വന്നിട്ട് ലീനിയർ ഓക്കെ ആക്കി കൊടുക്കുക. ഇനി വീണ്ടും പ്രൈമറിയിൽ പോയിട്ട് ഇനി കുറച്ചും കൂടെ പെട്ടെന്നായിട്ട് കാണിച്ചു തരാം. നേരെ വെക്ടോസ്കോപ്പ് എടുക്കുക. ഇവിടെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഒബ്വിയസ്ലി വാംത്ത് ഉണ്ട്. നമ്മുടെ എൻവയോൺമെൻറ്റ് റെസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ വാംത്ത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി ഒന്ന് വൈറ്റ് ബാലൻസ് ചെയ്യുവാണ്. നമ്മൾ ലൂമ മിക്സ് കുറച്ച് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെറ്റിംഗ് ലുക്കാരെയും കിട്ടുന്നത്. നമുക്ക് ടേൺ ഓഫാക്കി ഓണായി കാണിച്ചു തരാം. കണ്ടോ, ഒത്തിരി ബ്ലൂ ഒരു വാമായിട്ട് സ്ഥലത്ത് തന്നെ വെച്ചിട്ട് വന്ന് വൈറ്റ് ബാലൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഞാൻ നോക്കുന്ന ആ ഒരു ഷർട്ടിലാണ്. ആ ഷർട്ടിൻ്റെ വൈറ്റ് നമുക്ക് തിരിച്ചിട്ടുണ്ടോ. അപ്പോൾ ഏകദേശം നമുക്കൊരു വൈറ്റ് ആയിട്ടൊരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പോഷർ കൺട്രോൾ ചെയ്യാം. എക്സ്പോഷർ ഇത് ഏകദേശം അണ്ടർ എക്സ്പോസ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇത്തിരി എക്സ്പോഷർ കൂട്ടി കൊടുക്കണം. സോ അതിന് ഞാൻ എൻ്റെ ലെഫ്റ്റ് ഗ്യാമ ഗെയിനിൽ നമ്മൾ പരേഡ് എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇച്ചിരി എക്സ്പോഷർ ഉണ്ടോ. ഞാൻ പറഞ്ഞ അണ്ടർ എക്സ്പോസ്ഡ് ആണ്, ഓൾമോസ്റ്റ് ലൈൻ ടച്ച്ഡ് ആണ്. ഇത്തിരി ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് ഞാൻ എൻ്റെ ഗ്യാമ ഇത്തിരി കൂട്ടി കൊടുത്തു, ഒരു ലിഫ്റ്റ് ഇത്തിരി ഒന്ന് ഒരു പൊടിക്ക് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഗെയിൻ കൂടി ഇത്തിരി ഒന്ന് കൂട്ടി കൊടുക്കാം. ഗെയിൻ ടച്ച് ചെയ്യരുത്, ഗെയിൻ ഇത്തിരി ടച്ച് ആയിട്ടുണ്ട്. നമുക്ക് ഇത്തിരി ഗെയിൻ ഒന്ന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു അണ്ടർ എക്സ്പോസ്ഡ് വേർഷനിൽ വരുമ്പോൾ നമുക്ക് എന്തായാലും ഗെയിൻ കൂട്ടി കൊടുക്കേണ്ടി വരും. ഈ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീജിയൻ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഹൈലൈറ്റ്സ് ആണല്ലോ ഗെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ നോർമൽ കളർ വീൽസ് മാറ്റിയിട്ട് ലോ കളർ വീൽ യൂസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് നിങ്ങൾ നേരെ
ഈ ഒരു നോർമൽ കളർ വീൽസിൽ നിന്ന് ഇവിടെ ലോഗ് എന്ന് പറഞ്ഞൊരു വീൽസ് ഉണ്ട്. അതായത് പ്രൈമറി തന്നെ ലോഗ് വീൽസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ നേരത്തെ പറഞ്ഞ HDRൽ പറഞ്ഞ സെയിം മെത്തേഡാണ്. ഇവിടെ കുറച്ചും കൂടെ സ്പെസിഫിക് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ആഡ് ആവുന്നത്. അപ്പോൾ ഷാഡോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഷാഡോസിന് മാത്രമേ അഡ്ജസ്റ്റ് ആകത്തുള്ളൂ. മിഡ് ടോൺസിലാണെങ്കിലോ മിഡ് ടോൺസിൽ സ്പെസിഫിക് ആയിട്ട് മാത്രമേ അഡ്ജസ്റ്റ് ആകത്തുള്ളൂ. ഇപ്പോൾ ഹൈലൈറ്റ്സിൽ അതുപോലെ ഹൈലൈറ്റ്സിൽ മാത്രമേ അഡ്ജസ്റ്റ് ആകത്തുള്ളൂ. ഞാൻ ഹൈലൈറ്റ്സിലെ മാസ്റ്റർ വഴിയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഈ ഒരു റീജിയൻ ഹൈലൈറ്റ്സ് ആണല്ലോ. അതായത് കുറയ്ക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു റീജിയൻ നോക്കിക്കോ കണ്ടോ, ആ ഒരു ഏരിയ മാത്രം ഞാൻ ഇങ്ങനെ ലൈൻ ടച്ച് ചെയ്യാതെ തേച്ച് കൊണ്ടുവരുന്നു, ഫിക്സ് ആക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ നോക്കിയാലും കാണാം, ഞാൻ ബ്ലാക്കിലെ ഹൈലൈറ്റ്സിനെയൊക്കെ തിരിച്ച് ഡീറ്റെയിൽസ് കൊണ്ടുവരികയാണ്. റീസെറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ഇനി ഈ സ്ക്രീനിൽ നോക്കിയോ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രം ഇങ്ങനെ ചേഞ്ച് ആക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എക്സ്പോഷറും കാര്യങ്ങളൊക്കെ അവിടെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഹൈലൈറ്റ്സോ ഷാഡോസോ മിഡ് ടോൺസോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ലോഗോയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്തിരി എക്സ്പോഷർ എന്തായാലും നല്ല രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്ക് ടു പ്രൈമറി കളർ വീസിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി സ്നോഫൊക്കെ കാണിച്ചാൽ കണ്ടോ, ഇങ്ങനെ ഡാർക്കായിട്ടിരുന്ന ഫുട്ടേജിനെ നമുക്ക് വളരെ സ്കോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് ബാലൻസ് അത്യാവശ്യം കുഴപ്പമില്ല, അതുപോലെ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൺട്രാസ്റ്റിൽ നമ്മൾ കറോ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ കറോ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നമുക്ക് വളരെ ഒരുപാട് ഡാർക്ക് ആക്കണ്ട, ഇങ്ങനെ അപ്പ് ചെയ്തതിന് ശേഷം ഒരുപാട് അപ്പ് ചെയ്യുന്നില്ല. ഇനി ഞാൻ ജസ്റ്റ് ഒരു ഡാർക്ക് ആക്കി ഒത്തിരി ഒരു സിനിമാറ്റിക് നമ്മൾ സിനിമാറ്റിക് എപ്പോഴും ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഡാർക്കിലാണ് കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മൾ എത്രത്തോളം നല്ലപോലെ നമ്മൾ ഷാഡോസ് കൺട്രോൾ ചെയ്യുന്നു, ദ മോർ സിനിമാറ്റിക് ലുക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു ജെൻറ്റിലായിട്ടുള്ളൊരു കൊണ്ടുവരുന്നുണ്ട്. ഒരു എസ്കർവ്, വളരെ ജെൻറ്റിൽ എസ്കർവാണ് ഞാൻ ഇവിടെ. ഇത് ഇത്ര അണ്ടർഎക്സ്പോസ് ഷോട്ട് ആയതുകൊണ്ടാണ് ഇത്രയും ജെൻറ്റിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ലൈനിലൊന്നും നമ്മൾ ഇൻഫോർമേഷൻസ് ഒന്നും നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി നമ്മൾ HSL നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഞാൻ ഇതിൻ്റെ നമുക്ക് മഡും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷനിൽ നമുക്ക് യൂസ് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ഗ്രീഡിൻ്റെ ഫോർമാറ്റ് കാണിച്ചു തന്നതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഇതിനെ അടുത്ത ഷോട്ടിലേക്ക് മാച്ച് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇത്തിരി ഒന്ന് ആ ഒരു സ്കൈയും കാര്യങ്ങളൊക്കെ ഇത്തിരി വാമത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്കിന്നൊക്കെ അത്യാവശ്യം വാമത്താക്കി എടുത്തിട്ടുണ്ട്. HSL ഞാൻ വേറെ ഗ്രാഫൊന്നുമില്ല, എല്ലാം മാത്രമേ എനിക്കുള്ളൂ. ആ ഒരു മഡും അതുപോലെ സ്കൈയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇതിൽ കിട്ടുന്നത്. ഇത്തിരി ഞാൻ ലൂമിനൻസിനോട് ഇത്തിരി ഒന്നിങ്ങനെ കൂട്ടി കൊടുക്കാം. ഇനി HDRൽ വന്നിട്ട് എൻ്റെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കണ്ടോ, ആ ഒരു സൺ ഏരിയയിലാണ് HDRൽ എന്തായാലും പിക്കാവുന്നത്. നമുക്ക് HDR ഇത്തിരി ഒന്നിങ്ങനെ കുറച്ച് കൊടുക്കാം. അപ്പോൾ ബാക്കിൽ നമുക്ക് കുറച്ചും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ലേസ് ഞാൻ ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും പാർട്ടാണ് ലേസിൽ അഡ്ജസ്റ്റ് ആവുന്നത്. കണ്ടോ, ലേസ് ഞാൻ ഇത്തിരി ഒന്നിങ്ങനെ കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഒരുപാട് ഹൈലൈറ്റ്സ് കൂടെയുള്ള ലേറ്റ്സ് പാർട്ടൊക്കെ നമുക്ക് പ്രിസൈസായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പവർ വിൻഡോയുടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലുക്ക് നോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ വീണ്ടും ലുക്ക് നോഡിൽ ടെമ്പറേച്ചർ ടെൻറ്റ് യൂസ് ചെയ്യുകയാണ്. ഓൾറെഡി ഒരു ഗ്രീൻ ടെൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഗ്രീൻ ടെൻറ്റ് ഇത്തിരി ഒന്ന് മാറ്റി കൊടുക്കാം. അല്ല, ഗ്രീൻ ടെൻറ്റ് ആയിരിക്കട്ടെ അല്ലേ. ജസ്റ്റ് -3 ഗ്രീനിന് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എന്തായാലും ടെമ്പറേച്ചർ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും ഇത്തിരി കൂട്ടി ഒരു വാം ടച്ചിലേക്ക് തന്നെ കൊണ്ടുവരാം. അപ്പോൾ ഇനിയിപ്പം എൻ്റെ ഫുട്ടേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നല്ലൊരു ഗ്രേഡ് ലുക്കിലേക്ക് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കണ്ടോ, എങ്ങനെയിരുന്ന ഫുട്ടേജ് ആയിരുന്നു. ഇത്രയും ഡാർക്കായിട്ടുന്ന ഫുട്ടേജ് നമ്മൾ ഇത്രയും പോപ്പപ്പ് ചെയ്ത് എവിടെയും കളറോ ബ്രേക്കിങ്ങോ ഒന്നുമില്ല. നമുക്ക് നല്ലൊരു സൺസെറ്റ് സമയത്ത് എടുത്തൊരു ഫുട്ടേജ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലായിട്ട് മാച്ച് ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ ഷോട്ട് മാച്ചിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ എന്ത് ചെയ്തോ അതേ സെയിം ടെക്നിക്കാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഏകദേശം നമ്മൾ ഷോട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിനെ നമുക്ക് ഷോട്ട് മാച്ച് വേണം. അപ്പോൾ ഇവിടുത്തെ മെയിൻ വില്ലൻ എന്താണെന്ന് വെച്ചാൽ എക്സ്പോഷറാണ്. ഇവിടെ എക്സ്പോഷർ ഓൾമോസ്റ്റ് അണ്ടറാണ്, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് ശരിക്കും സ്കിന്നും മുഖവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് അതുപോലെ ഇവിടുത്തെ എക്സ്പോഷർ കൺട്രോൾ ചെയ്യണം. അപ്പോൾ എക്സ്പോഷർ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ എക്സ്പോഷറിൻ്റെ നോഡിലേക്ക് വരിക. ലിഫ്റ്റ് നമുക്ക് ഷാഡോസ് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഫുള്ളായിട്ട് ഷാഡോസ് ഇങ്ങനെ കുറച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഷാഡോസ് കുറയ്ക്കരുത്. നമ്മളിവിടെ ടച്ച് ആവാത്ത രീതി തന്നെ നമുക്ക് കൊണ്ടുവരാം. പരേഡിൽ കാണിച്ചു തരാം. ജസ്റ്റ് ഓൾമോസ്റ്റ് ടച്ച് ആയിട്ടും ഒത്തിരി ഒന്ന് അപ്പ് ചെയ്യാം. ഇത്രയും മതി. നിങ്ങൾക്ക് മിഡ് ടോൺസ് ഒബ്വിയസ്ലി കുറച്ച് കൊടുക്കണം. കാരണം നമുക്കൊരു ഇത്രയും ഡാർക്ക് ഇവിടെ കൊണ്ടുവരണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഗ്യാമ കുറച്ചിട്ടുണ്ട്. ഹൈലൈറ്റ്സ് ഒബ്വിയസ്ലി കുറയ്ക്കണം. ഒരുപാട് കുറയ്ക്കരുത്. നമ്മളൊരു സ്റ്റിൽ നമുക്ക് ആ ഒരു ഫേസും കാര്യങ്ങളൊക്കെ വിസിബിൾ ആവണമല്ലോ ഇതുപോലെ. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു ഗ്രേഡ് സെറ്റ് ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു ക്ലിപ്പിനും എക്സ്പോഷർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻലി ഇതിലുള്ളത് ഇതിലില്ലാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് വാമത്തുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ നല്ല സൺസെറ്റിലാണ് എടുത്തത്. അതുകൊണ്ട് ഇതിൽ അത്രയും വാമത്തില്ല. വാമത്ത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ HDRൽ ഈ ടെമ്പറേച്ചറല്ല വീലല്ല ഉപയോഗിക്കുന്നത്. ടെമ്പറേച്ചറിൽ നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് ടച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഗ്ലോബൽ വന്നിട്ട് ഈ ഒരു ടെമ്പറേച്ചർ കൺട്രോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഇത്തിരി ഒന്ന് പോപ്പ് ചെയ്ത് അപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓവറോൾ ഒരു വാം ലുക്ക് ഇങ്ങനെ കൊണ്ടുവരാം. നമുക്ക് ഈ ഇത്രയും വാമത്തോടെ കൊണ്ടുവരണമല്ലോ.
സൗണ്ടാണ് ഞാൻ ഇതിങ്ങനെ പോപ്പ് ചെയ്ത് ഇത്രയും ഇവിടെ എത്തിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് HDRലാണ് ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ റീലി വർക്ക് ചെയ്തിട്ടായിട്ടുണ്ട് ഹൈലൈറ്റ്സിൽ. കാരണം ഹൈലൈറ്റ്സ് ഒക്കെ ഇവിടെ കണ്ടോ ഇത്തിരി കൂടുതലാണ്. നമ്മൾ ഈ ഒരു ഷോർട്ടായിട്ട് മാച്ച് ചെയ്യാനായിട്ട് ഇവിടെ ഹൈലൈറ്റ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹൈലൈറ്റ്സിനെ ഒന്ന് ഡീസെറ്റ് ചെയ്യാം, ലൈറ്റിനെ ഒന്ന് ഡീസെറ്റ് ചെയ്യാം. ഇനി ഞാൻ പിന്നെ ഈ ഒരു ലൈറ്റിൽ വന്നിട്ട് ഇത്തിരി ഒന്നിങ്ങനെ ലൈറ്റ് ഇത്തിരി ഒന്നിങ്ങനെ പോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹൈലൈറ്റ്സ് നമുക്ക് ഇത്തിരി ഒന്നിങ്ങനെ കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ HSL കർവിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു വാംത്തിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് HSL കർവ് എടുത്തതിന് ശേഷം ഇവിടെ ഞാൻ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷനിൽ വരിക. അതിന് ഞാൻ ഇവിടെ ഒരു യെല്ലോയിലാണ് ടച്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് യെല്ലോ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വാംത്ത് കൺട്രോൾ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. അത് നമുക്ക് ഇതേ സെയിം എന്തുവാണ് ആ ഒരു മഡ് നമുക്ക് ഇവിടെ കൊണ്ടുവരണമല്ലോ നമുക്കൊരു ഷോർട്ട് മാച്ച് ചെയ്യാനായിട്ട്. ഇനി വീണ്ടും ഞാൻ ഈ ഒരു യെല്ലോ സെലക്ട് ചെയ്തതിന് ശേഷം അതിലൊന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു വാംത്ത് ടച്ച് കിട്ടാനായിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. നമുക്ക് ഇതേ സെയിം ഇതാണല്ലോ കിട്ടേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് സാച്ചുറേഷൻ ആക്കുന്നില്ല. കാരണം ഈ ഒരു ഇവിടെ കണ്ടു ഒരുപാട് സാച്ചുറേഷൻ ഇല്ല. ഓവറോൾ ഒരു വാംത്ത് ഉണ്ടെന്നേ ഉള്ളൂ. ആ വാംത്തിനെ ഇത്തിരി ഒന്നിങ്ങനെ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ HDRൽ വന്നതിന് ശേഷം ടെമ്പറേച്ചർ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിവിടെയാണ് ടെമ്പറേച്ചർ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഇത്രയും വാംത്ത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് സിമിലർ ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ സൈഡിൽ ഒരുപാട് ലൈറ്റ് ഉണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ലൈറ്റ് ഇല്ല. നമുക്ക് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് ലൈറ്റ് കൊണ്ടുവരാനായിട്ട് ഞാൻ ഈ ഒരു പാറുവിൻ്റെ ഇവിടുന്ന് ഈ ഒരു പാറുവിൻ്റെ നമുക്ക് ആവശ്യമുണ്ടോ? പാറുവിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഈ ലുക്ക് ക്രിയേഷനോട് നമുക്ക് റീസെറ്റ് ചെയ്യാം. നമ്മൾ ലുക്കിലേക്ക് വരാം. ഈ ലുക്ക് ക്രിയേഷൻ നോഡിൽ നമ്മളിവിടെ ഒരു ഗ്രേഡിയൻ്റ് ആഡ് ചെയ്യുകയാണ്. നമ്മൾ പാറുവിൻ്റെ ആഡ് ചെയ്തതുപോലെ തന്നെ വേറെ സംഭവമാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേഡിയൻ്റ് നോക്കുമ്പം ഈ ഒരു സൈഡ് മാത്രം സ്പെസിഫിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രേഡിയൻ്റ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാർട്ടാണ് അഡ്ജസ്റ്റ് ആവുന്നത് കാണാനായിട്ട് ഈ ഹൈലൈറ്റ്സ് ഓൺ ആക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. കേട്ടോ, ഈ ഒരു പാർട്ടിനാണ് നിങ്ങൾ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം നീട്ടുന്നു അത്രത്തോളം ഫെദറായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സോഫ്റ്റ്നെസ് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇത്രയും സൈഡ് മതി. ജസ്റ്റ് ഈ ഒരു പൊസിഷനിൽ വെക്കുകയാണ്. ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ പ്രൈമറി വീൽസിൽ വന്നിട്ട് ഈ ഒരു ഗെയിൻ ഇങ്ങനെ കുറച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഏരിയ മാത്രം ഇങ്ങനെ ഡാർക്ക് ആക്കിയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ബിഫോർ ആഫ്റ്റർ നോക്കാം. കണ്ടോ, ഇങ്ങനെ ഇരുന്ന് ആ ഒരു ഏരിയ ഇങ്ങനെ ഈ ഒരു ഇതായിട്ട് മാച്ച് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഒരു ലുക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരുപാട് ഗ്രീൻ ഉണ്ട്. ഇതിൽ പക്ഷേ ഗ്രീൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഗ്രീൻ ആഡ് ചെയ്യണം. ഗ്രീൻ ആഡ് ചെയ്യാനായിട്ട് വീണ്ടും ഈ ഒരു കളറിലോട്ട് നേരത്തെ പറഞ്ഞുള്ള തന്നെ ഒരു ഒരു ആദ്യം ക്വാർട്ടർ ആഡ് ചെയ്ത് നോക്കാം. എന്നൊരു ക്വാർട്ടർ പ്ലസ് ഗ്രീൻ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇത്തിരി ഗ്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതേപോലെ ഒരു ഗ്രീൻ ടിൻറ്റിങ്ങനെ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പൊടിക്കും കൂടെ എക്സ്പോഷർ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എക്സ്പോഷർ ഇപ്പോഴും കറക്റ്റായിട്ട് ഫില്ലായിട്ടില്ല. കാരണം ഇതിൽ ഇച്ചിരി എക്സ്പോഷർ സ്റ്റിൽ കൂടുതലാണ്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം എങ്ങനെ ഇരുന്ന ക്ലിപ്പായിരുന്നു. അത്രയും ബ്രൈസായിട്ട് ക്ലിപ്പിനാണ് നമ്മൾ ഇത്തിരി ഡാർക്കായിട്ട് കൊണ്ടുവരുന്നത്. ഞാൻ എക്സ്പോഷർ കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും ലെഫ്റ്റ് ഗ്യാമ ഗെയിനിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഗ്യാമ വെച്ചിട്ട് ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് കുറച്ചും കൂടെ സിമിലർ ആയിട്ടുള്ളൊരു എക്സ്പോഷർ നമുക്കിങ്ങനെ ആഡ് ആയിട്ടുണ്ട്. ഇച്ചിരി കൂടെ നമ്മൾ പൊടിക്കൊരിത്തിരി ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഉള്ളൊരു ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ സ്കൈയും കൂടെ പിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് എക്സ്പോഷർ അഡ്ജസ്റ്റ് ആവും. ഇനി സ്കൈ പിക്ക് ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ സെയിം സ്കിന്നിന് പിക്ക് ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പുതിയൊരു നോഡും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ സ്കൈ ക്വാളിഫൈ ചെയ്ത് പിക്ക് ചെയ്യാം. സോ അതിനായിട്ട് നിങ്ങൾക്ക് സ്കൈ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. നമുക്ക് ഡാവഞ്ചിയർസുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സംഭവം തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്ത ഫീച്ചേഴ്സ്. അപ്പോൾ ഞാൻ സ്കൈ പിക്ക് ചെയ്യാനായിട്ട് സ്കൈ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഹൈലൈറ്റ്സ് ഓപ്പൺ ആയി കൊടുത്തു. ഇനി കറക്റ്റായിട്ട് സ്കൈ മാത്രമാണോ സെലക്ട് ആവുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് വിട്ടിട്ട് വന്ന് സ്കൈ മാത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കണം. ജസ്റ്റ് ഞാൻ ബാക്കിയെല്ലാം ഇത്തിരി ഒന്നിങ്ങനെ കളയുവാണ്. ഓക്കെ, നമുക്ക് ഇത്തിരി ഒന്ന് സാച്ചുറേഷനും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ലൂമിനൻസും കൂടെ നമുക്ക് ഇത്തിരി ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു ക്ലീൻ വൈറ്റ് ഇച്ചിരി ഒന്നിങ്ങനെ ക്ലീൻ വൈറ്റ് നമുക്ക് ഇച്ചിരി കൂട്ടി കൊടുക്കണം. അതേപോലെ ഒരു ക്ലീൻ ബ്ലാക്ക് നമുക്ക് ഇത്തിരി ഒന്നിങ്ങനെ കൂടി കൊടുക്കാം. അപ്പോൾ ഏകദേശം സ്കൈ കാര്യങ്ങൾ പിക്ക് ആയിട്ടുണ്ട്. ഈ ഒരു ഏരിയ നമുക്ക് പിക്ക് ആയിട്ടില്ല. നമുക്ക് എങ്ങനെ ആ ഒരു ഏരിയ എന്താണ് വിഷയം നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ ഇവിടെ ഹൈലൈറ്റ്സ് അതിനെ ഓഫ് ആക്കിയിട്ട് ഞാൻ സ്കൈ ഒന്ന് ജസ്റ്റ് കറക്റ്റാക്കി കാണിച്ചു തരാം. ഈ സ്കൈയിൽ വാംത്ത് ഉണ്ട്, ഇവിടെ വാംത്ത് ഇല്ല. അതിന് നമ്മൾ ടെമ്പറേച്ചർ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ വാംത്ത് കിട്ടാനായിട്ട് ഞാൻ വീണ്ടും ആ ഒരു ടെമ്പറേച്ചർ ഇത്തിരി ഇങ്ങനെ വാംത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ സ്കൈ മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ ഈ ഒരു സൈഡിൽ ഈ ഒരു ഡിഫറൻഷൻ. ആ ഒരു ഡിഫറൻഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോഡും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു സ്കൈ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ട് ഈ ഒരു പ്ലസ് ഐക്കൺ കൊടുത്തിട്ട് ഈ ഒരു സ്കൈയും കൂടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാട്ടും കൂടെ
നിങ്ങൾക്കിങ്ങനെ സെലക്റ്റാക്കി കിട്ടുന്നതായിരിക്കും. കണ്ടോ, ഞാൻ ഒരു 6 പാർട്ടും കൂടെ ഇങ്ങനെ സെലക്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൈ സിമിലർ ആയിട്ടുള്ളൊരു എക്സ്പോഷർ കൺട്രോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് സ്കൈ ടെമ്പറേച്ചറിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുവാണ്. സ്കൈ ഞാൻ ഇത്തിരി ഒന്ന് പോപ്പപ്പ് ചെയ്ത് നമുക്ക് ഈ ഒരു സിമിലർ സ്കൈയുടെ റിസൾട്ട് നമുക്കിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ എങ്ങനെ ഇരുന്ന ഫൂട്ടേജിനെയാണ് നമ്മൾ ഇത്രയും ഒരു ലുക്കും കാര്യങ്ങളായിട്ട് കൊണ്ടുവന്ന് നോക്കി. ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ഗ്രേഡും വളരെ സിമിലറായിട്ട് തന്നെ ഒരു മാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ഗ്രേഡ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് കണ്ടോ, രണ്ടും ഒരേ സമയത്ത് എടുത്ത പോലെ തന്നെ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഫൂട്ടേജ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ ട്യൂട്ടോറിയൽ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പ്രിസൈസ് ആയിട്ട് നോക്കുന്നില്ല. നിങ്ങൾ ഇതേ സെയിം മെത്തേഡ് ഉപയോഗിച്ച് ടൈം എടുത്ത് ഷോർട്ട് മാച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ റിയലിസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. നമ്മൾ എത്ര എക്സ്പോഷർ മാത്രം ഞാൻ ഓഫാക്കി ഓണായി കാണിച്ചാൽ കണ്ടോ, ഇത്രയും ബ്രൈറ്റ്നസ് ആയിട്ടുള്ളൊരു ക്ലിപ്പിനെയായിരുന്നു നമ്മൾ എക്സ്പോഷർ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇത്രയും ഡാർക്ക് ആക്കിയിട്ട് ഇതിനോട് തന്നെ മാച്ച് ചെയ്ത് നമ്മൾ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഷോർട്ട് മാച്ചിങ് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലിപ്പായിട്ട് മാച്ച് ചെയ്തു, അതിനുശേഷം ഈ ഒരു ക്ലിപ്പായിട്ട് മാച്ച് ചെയ്തു. അപ്പോൾ ഇതേ സെയിം ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പിനെയും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ക്ലിപ്പും കാണിക്കുന്നില്ല, കാരണം സെയിം മെത്തേഡാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നും, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് മാച്ചിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാനൊരു വേറൊരു ഇൻഡോർ സീനിലേക്ക് പോവുകയാണ്. ഞാൻ ഇവിടെ ചെയ്ത സെയിം മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കണ്ട സ്കിൻ ഞാൻ പിക്ക് ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ നോഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പാർട്ടും അത് നമുക്ക് സ്കിൻ ടോൺ തന്നെ പിക്ക് ചെയ്ത് തന്നെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കുറച്ച് പവറിൻ്റെ ഒക്കെ ഉപയോഗിച്ച് പോപ്പ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഇതാണ് നിങ്ങളൊരു ഗ്രേഡ് സ്റ്റാർട്ട് ചെയ്ത് പ്രൊഫഷണലായിട്ട് നിങ്ങൾ കൺവെൻഷൻ നടത്തി ലോഗ് ഗ്രേഡ് ചെയ്ത് സെറ്റാക്കി ഗ്രേഡ് നിങ്ങൾക്ക് ഫിനിഷ് ആക്കേണ്ടത്. നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഇവിടെ ലുക്ക് പോരാ, നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ആയതുകൊണ്ട് നിങ്ങൾ ലുക്ക് റേഷ്യയിലും നിങ്ങൾക്ക് നോഡും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഞാൻ ഇനി ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് ഓരോ ലുക്കും ഗ്രേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോ ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ മൂവിയുടെ ഗ്രേഡ് ഇങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൽ ഉപയോഗിക്കാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നതായിരിക്കും. സോ ഇതിന് സെയിം മെത്തേഡ് ഇവിടെ റിപ്പീറ്റ് ആവുന്നത് ഞാൻ നേരെ ഈ ഒരു ക്ലിപ്പിലേക്ക് പോവുകയാണ്. കാരണം ഇവിടെ ഞാൻ എങ്ങനെ ലട്ട് ഉപയോഗിച്ച് ഗ്രേഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞത് ഓൾറെഡി വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ നമ്മളുടെ ലാസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് വരുവാണ്. നമുക്ക് എങ്ങനെ ലട്ട് ഉപയോഗിച്ച് ഗ്രേഡ് ചെയ്യാമെന്നാണ്. ഇതും ബ്ലാക്ക് മാജിക്കിലെടുത്ത ഫുട്ടേജാണ്. ബ്ലാക്ക് മാജിക് റോ ആണ് ഫുട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ആദ്യത്തെ ബ്ലാക്ക് മാജിക്കിനെ നേരെ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ എങ്ങനെയാണ് ചെയ്ത് ആ ഒരു രീതിയിലായിരിക്കും ഇവിടെയും ഗ്രേഡ് ആയിരിക്കുന്നത്. പക്ഷേ ഈ ഗ്രേഡ് നമുക്ക് ഇവിടെ പറ്റത്തില്ലല്ലോ, ഫുള്ള് വൈറ്റ് ബാലൻസും ഫുള്ള് വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനേക്ക് ഒന്ന് റീസെറ്റ് ചെയ്യാം, വൈറ്റ് ബാലൻസ് റീസെറ്റ് ചെയ്യാം, എക്സ്പോഷർ റീസെറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇവിടെ ഒരു വേറെ പ്രശ്നം, ഫുള്ള് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് നോഡ് ആഡ് ചെയ്ത് നമുക്ക് എങ്ങനെ ലെറ്റ് ആഡ് ചെയ്ത് ഗ്രേഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇതാണ് റെക്സാൻ 0 വേർഷൻ. നമ്മൾ ആദ്യം കൺവേർഷൻ നടത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ ഡിപ്പെൻസ് ആയിരിക്കും, നമ്മൾ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഫൂട്ടേജ് അനുസരിച്ചിരിക്കും. ഇവിടെ ഞാൻ ഇങ്ങനത്തെ ഒരു ഫൂട്ടേജും കിട്ടിയോണ്ടാണ് ഇത്രയും നോഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഗ്രേഡിയൻ്റ് വന്നു. പക്ഷേ ഇവിടെ നമുക്ക് അത്രയും ആവശ്യമില്ല. നമ്മൾ ലുക്ക് ക്രിയേഷനും കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമുള്ള കാരണം നമ്മളിവിടെ ലെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ലെറ്റാണ് നമ്മളുടെ ലുക്കും കാര്യങ്ങളൊക്കെ. നമുക്കിപ്പോൾ ലെറ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഉപയോഗിച്ച ഗ്യാമ 2.4 ഉണ്ടല്ലോ, ഈ ഗ്യാമ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഫിലിം ലുക്സ് എന്ന് പറഞ്ഞ ലെറ്റാണ് യൂസ് ചെയ്യുന്നത്. ആ ലെറ്റെന്ന് പറഞ്ഞാൽ കുറച്ച് ഡാർക്കർ ലെറ്റാണ്. നമ്മൾ ഏത് ഡാർക്ക് ലെറ്റ് ഉപയോഗിച്ചാലും നമുക്ക് ഈ നോർമൽ ഗ്യാമ 2.4 യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല ഹാർഡായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഫൂട്ടേജ് അത് ഡാർക്കാക്കി കളയും. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഗ്യാമ 2.4 ഇങ്ങനെ ചേഞ്ച് ചെയ്തതിന് ശേഷം റെക്സാൻ 09 ഇവിടെ സിനിയോൺ ഫിലിം ലോഗ് എന്ന് പറഞ്ഞ സംഭവമാണ്, അതിനെ സെലക്ട് ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫൂട്ടേജ് കുറച്ചും കൂടി ലോഗിലോട്ട് പോയ കണക്കിരിക്കും. പക്ഷേ ഈ ഒരു മെത്തേഡ് നമുക്ക് ലെറ്റ് ആഡ് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ നിങ്ങൾ ലെറ്റ് ആഡ് ചെയ്യാനായിട്ട് എപ്പോഴും ഓഡിറ്റ് കഴിഞ്ഞ ശേഷം ഒരു നോഡ് ആഡ് ചെയ്യുക. ഈ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാസ്റ്റ് നോഡായിരിക്കണം ലെറ്റ്. അതായത് നിങ്ങൾ നോർമലി ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലാസ്റ്റ് നോഡ് എപ്പോഴും ഓഡിറ്റ് ആയിരിക്കണം. പക്ഷേ നിങ്ങൾ ലെറ്റ് ഉപയോഗിച്ച് ഗ്രേഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് കഴിഞ്ഞിട്ട് ലെറ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടാനായിട്ട് അതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ലെറ്റ് കളർ ഗ്രേഡ് ചെയ്ത് പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലെറ്റ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം ലെറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പാടായിരിക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട്. കാരണം ലെറ്റ് ഉപയോഗിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം കളർ ഗ്രേഡിങ് പഠിക്കുകയാണെങ്കിൽ ഞാൻ ലെറ്റ് ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ എങ്കിലും ഞാൻ പ്രൊഫഷണൽ വേയിൽ എങ്ങനെയാണ് ലെറ്റ് ഉപയോഗിക്കുന്നതാണ് ഇവിടെ കാണിച്ച് തന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഇങ്ങനെ പ്രൊഫഷണൽ രീതിയിൽ ലെറ്റ് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ലെറ്റ് ആഡ് ചെയ്യാം. ലെറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഫിൽറ്റർ പോലെയാണ്, ലുക്കപ്പ് ടേബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഉള്ള കളേഴ്സിന് നമ്മളൊരു വീട്ടിൽ ഒരു ഫിൽറ്റർ ആഡ് ചെയ്ത് എന്തായിരിക്കും എൻ്റെ അവസ്ഥ, അതേപോലെ ആയിരിക്കും ലെറ്റ് എന്ന് പറയുന്നത് അഡ്വാൻസ് ഫിൽറ്ററിൻ്റെ ഒരു അഡ്വാൻസ് വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഇവിടെ 2383D55 എന്ന് പറയുന്നൊരു കോഡാക്കിൻ റെക്സാൻ 09 ലെറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ ആ ലെറ്റിലേക്ക് ഞാൻ ഇങ്ങനെ ആ ലെറ്റ് സെലക്ട് ചെയ്ത് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്.
ജസ്റ്റ് ബ്ലാക്ക് മാജിക് ആണ്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ IDT ODT ഒക്കെ ഓക്കെ ആണ് നോക്കുകയാണ്. ഇവിടെ Gen 5 ആണ്, വൈഡ് ഗാമറ്റ് ആണ്, എല്ലാം ഓക്കെ ആണ്. ജസ്റ്റ് ഡബിൾ ചെക്ക് ചെയ്യുവാണ്. റെക്സൻസറാണ്, സിലിയോൺ ഫിലിം ലോഗ്. ഈ സിലിയോൺ ഫിലിം ലോഗ് 3 അല്ല, സിലിയോൺ ഫിലിം ലോഗാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം എനിക്കറിയാം, ഞാൻ ലെറ്റർ ആഡ് ചെയ്തതിന് ശേഷമേ നമുക്ക് ഇത്തിരി ഒരു ഹൈലൈറ്റ്സിൻ്റെ പ്രശ്നം എന്തായാലും വരണം. പക്ഷേ ഇവിടെ സിലിയോൺ ലോഗ് 3 ആയതുകൊണ്ട് ഹൈലൈറ്റ്സ് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ സിലിയോൺ ലോഗ് 3യുടെ ആവശ്യമില്ല. സിലിയോൺ ഫിലിം ലോഗ് ഉപയോഗിച്ച് നമുക്ക് പിന്നെ കൺട്രോളിൽ എടുത്താൽ മതി. ഞാൻ സിലിയോൺ ഫിലിം ലോഗ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫിലിം ലോഗ് 3 ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ കുറച്ചും കൂടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലോഗ് 3 ഉപയോഗിക്കാതെ ഫിലിം ലോഗ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഞാൻ നേരെ അപ്പോൾ നമ്മൾ ഫുട്ടേജ് ഫിലിം ലോഗിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ ഓവറോൾ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. നമ്മളെ എക്സ്പോഷർ എന്തായാലും ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൽ ആദ്യം കളർ കറക്റ്റ് ചെയ്യണം. കളർ കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം എക്സ്പോഷറാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഓൾറെഡി നമുക്ക് എക്സ്പോഷർ കൂടുതലാണ്. എക്സ്പോഷർ ഉള്ളതിലാണ്ട് എന്തുവാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിഫ്റ്റ് ക്യാമ ഗെയിനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. സോ അതിന് നമ്മൾ ആദ്യം ഷാഡോസ് നമുക്ക് കുറച്ച് കൊടുക്കാം. ഷാഡോസ് കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് കാണാൻ പറ്റും. നമ്മൾ ഈ ലൈനിൽ ടച്ച് ആവരുത്, അതിന് മേലായിട്ട് പൊക്കി വയ്ക്കുക. ഗ്യാമ ഇത്തിരി ഒന്ന് കുറച്ച് കൊടുക്കാം. അതുപോലെ ഗെയിൻ ഇത്തിരി ഒന്ന്, ഒരുപാട് ഡാർക്കായി പോരുത്. ഇത്തിരി കൂടെ ഒന്ന് ഗെയിൻ ഇങ്ങനെ പൊക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത്തിരി ഒന്ന് വൈറ്റ് ബാലൻസ് ചെയ്യണം. വൈറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും ലീനിയർ ഗ്യാമ തന്നെ സെലക്ട് കൊടുക്കുകയാണെങ്കിൽ ഗ്യാമ, അതേപോലെ ലീനിയർ. അപ്പോൾ നമ്മൾ എന്തായിരിക്കും, നമ്മൾ ലൂമ മിക്സ് നമുക്ക് കളയണം. സെയിം മെത്തേഡാണ് ബാക്കിയെല്ലാം. ഇവിടെ ലെറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെയാണ്. നമുക്ക് ആദ്യം ലെറ്റ് ഉപയോഗിച്ചപ്പോൾ കണ്ടായിരുന്നല്ലോ, ഈ സിനിയോൺ ഫിലിം ലോഗിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു കണ്ടത്, ഫുൾ ഹൈലൈറ്റ്സ് ആയിരുന്നു. ഞാൻ ഇവിടെ എക്സ്പോഷർ കൺട്രോളിട്ടാണ് തിരിച്ച് കൊണ്ടുവന്നത്. ഇനി നമുക്ക് ആ ഒരു ഗെയിൻ വീലിൽ അതിൻ്റെ ഒരു വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് വീണ്ടും നമ്മൾ വെക്ടോസ്കോപ്പ് എടുക്കുക. വേവ് ഫോമാണ്, മൂന്നാമത്തെയാണ് വെക്ടോസ്കോപ്പ്. ഇവിടെ ഓൾറെഡി ഏകദേശം മിഡിലാണ്, പക്ഷേ നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ബ്ലൂ റീജിയനിലോട്ട് കൊണ്ടുവരാം. ഒരു ബ്ലൂ, ഒരു ഏകദേശം വൈറ്റ് ബാലൻസ് ആണ് ഈ ഫുട്ടേജ്. നമുക്കൊരു ബ്ലൂ, അതുപോലൊരു എന്താണ്, നമുക്കൊരു ബ്ലൂ സാൻഡ് ടച്ചിലേക്ക് ഞാൻ കൊണ്ടുവരും. ഇത്തിരി ജസ്റ്റ് ഒന്നിങ്ങനെ താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, വലിയ ഡിഫറൻസ് ഇല്ല. ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ഒരു മജന്ത ആണ് ഞാൻ ഇത്തിരി ഒന്നിങ്ങനെ ഔട്ടാക്കിയിട്ടുണ്ട്. ഓവറോൾ ഒരു മജന്ത ലുക്കിന് ഞാൻ ഒരു ഗ്രീൻ ബ്ലൂ ഒരു ഷെയ്ഡിലേക്ക് ഞാൻ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വൈറ്റ് ബാലൻസിങ് ഏകദേശം പ്രോപ്പറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഇവിടെ ലെറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ലുക്ക് ക്രിയേഷനും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ലെറ്റാണ് നമ്മൾ ലുക്ക്. ഞാൻ ലുക്ക് എന്താ ലെറ്റ് നമ്മൾ ലുക്ക് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ലെറ്റ് ഓഫ് ചെയ്തൊക്കെ ഉണ്ടോ, ജസ്റ്റ് ഒരു ലോഗാണ്. നമ്മളെല്ലാ കോൺട്രാസ്റ്റും സാച്ചുറേഷനും ലുക്കെല്ലാം ഇരിക്കുന്നത് ഈ ലെറ്റിലാണ്. ഇതിനാണ് നമ്മൾ ലെറ്റ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ട് കാര്യമുണ്ട്. ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ നമ്മൾക്ക് നമ്മളൊരു എങ്ങനെ പറയുക, കുറച്ച് നമ്മളെ ലേസി ആക്കുമെന്ന് പറയാം. നമുക്ക് ലുക്ക് ക്രിയേഷനും കാര്യങ്ങളൊന്നും ചെയ്യണം, വളരെ ഈസി ആയിട്ട് തന്നെ ലുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഇതേ ഫീച്ചർ ആയിരിക്കും ഇതിൽ നമ്മളെല്ലാ ലെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ചില ലെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഹാർഡർ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതിനൊരുപാട് ഡാർക്കറൊക്കെ ആക്കുന്നത്, അതൊക്കെ ഒരുപാട് ഡാർക്കൊക്കെ ആയി പോകും. ഇവിടെ ഞാൻ പറഞ്ഞ കണക്കാണ് സിനിയോൺ ഫിലിം ലോഗ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗ്യാമ 2.4 ഇട്ട് കാണിച്ചു തരാം. ഗ്യാമ 2.4 നമ്മൾ കണ്ടു. നമുക്ക് എല്ലാ സ്കിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ കില്ലായി പോയിട്ടുണ്ട്. എക്സ്പോഷർ ഓഫാക്കിയ എക്സ്പോഷർ അതിലും കൂടുതലാണ്. വൈറ്റ് ബാലൻസ് ആയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ആ ഒരു കുറച്ച് കൺട്രോൾ കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് നമ്മളിവിടെ ഗ്യാമയിൽ നമ്മൾ ഔട്ട്പുട്ട് ഗ്യാമയിൽ സിനിയോൺ ഫിലിം ലോഗ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ലോഗ് 3 നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ യൂസ് ചെയ്യാറുള്ളത് എപ്പോഴും സിനിയോൺ ഫിലിം ലോഗ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലോഗ് 3 ഉപയോഗിച്ച് വർക്ക് ആവുന്നെങ്കിൽ ലോഗ് 3 ആയിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് ഗ്രേഡിങ് തരാം. കളർ കറക്റ്റ് ശേഷം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു മജന്ത ഫുള്ളായിട്ട് അതിൽ നിന്ന് ഫുൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഒരു മജന്ത ഷെയ്ഡ് കാണാം. മജന്ത ഷെയ്ഡിനെ ഫുള്ള് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ആഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്തുവാണ്, കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, കോൺട്രാസ്റ്റ് ആഡ് ചെയ്യണം. സോ അതിന് ഞാൻ വീണ്ടും 2 എസ് കർവ് തന്നെ വളരെ ജെൻ്റായിട്ടുള്ള ഇച്ചിരി ബ്രൈറ്റ്നസ് ആയി കൊടുക്കാം. അത് ഇത്തിരി ഡാർക്കാക്കി കൊടുക്കാം. ഓക്കെ, ഓവർ ഡാർക്ക് കളർ ബ്രൈറ്റ് ആകുന്ന രീതിയിൽ എക്സ്പോഷർ നമ്മളിങ്ങനെ കൺട്രോൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എൻ്റെ ക്ലിപ്പിൽ ഇച്ചിരി ഡാർക്ക്നെസ് ഇച്ചിരി കൂടുതൽ. എൻ്റെ സ്കോപ്പ് ഒന്ന് നോക്കട്ടെ. എൻ്റെ സ്കോപ്പിൽ പരേഡിൽ ഓക്കെ ഡാർക്ക് ഏകദേശം നമുക്കൊരു ക്രഷ് അല്ല എങ്കിലും എൻ്റെ ഇവിടെ ഒരു ബ്ലാക്ക്സ് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ എക്സ്പോഷറിൽ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബ്ലാക്ക്സ് സ്പെസിഫിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തോ വേണ്ടത്, നേരെ ലോഗോയിലേക്ക് വരിക. ഷാഡോസ് ഞാൻ ഇച്ചിരി ഒന്നിങ്ങനെ വളരെ ജെൻ്റലായിട്ട് ഇച്ചിരി ഒന്നിങ്ങനെ അപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരിത്തിരിയാണ് അപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ആ ഒരു ബ്ലാക്ക്സിനെ നമുക്കിങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കർവ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. ഉണ്ടോ, കർവ് നമുക്ക് ഇച്ചിരി കൂടെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കർവ് ഞാൻ ഇത്തിരി ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. നമുക്ക് ഒരുപാട്
ഡാർക്ക് കൊണ്ടുവരേണ്ട. ഇനി നമുക്കിവിടെ ഞാൻ സ്കിൻ ടോണൊന്നും പിക്ക് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി സ്കിന്നും കാര്യങ്ങളൊക്കെ വിസിബിളാണ്. നമുക്ക് ജസ്റ്റ് ഒരു ക്യാരക്ടർ പോപ്പ്. ഞാൻ സ്കിൻ ടോൺ എപ്പോഴും പിടിക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ നമുക്ക് ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. അപ്പോൾ സ്കിന്നില്ല, സ്കിൻ ടോൺ പിടിച്ചേ പോപ്പ് ചെയ്യാൻ നമുക്ക് ഒരു നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാതെ സ്കിന്ന് മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാൻ അങ്ങനെ സ്കിൻ ടോൺ പിക്ക് ചെയ്യാൻ കാണിച്ചു തന്നല്ലോ. പക്ഷേ ചില സാഹചര്യത്തിൽ നമുക്ക് മസ്റ്റാണ് സ്കിൻ ടോൺ പിക്ക് ചെയ്യേണ്ടത്. ഞാൻ ഇവിടുത്തെ സിറ്റുവേഷനിൽ കാണിച്ച പോലെ തന്നെ നമുക്ക് നിർബന്ധമായിട്ട് സ്കിന്നും കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ആക്കാൻ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഞാൻ സ്കിന്ന് പിക്ക് ചെയ്തത്. ഓക്കെ, ഇതിപ്പം ജസ്റ്റ് ബിഫോർ ആഫ്റ്റർ തന്നെ കാണിച്ചു തരാം. അതായത് ബിഫോർ ആഫ്റ്റർ ആയിട്ട് നിങ്ങൾ ഷിഫ്റ്റ് ഡി അടിക്കുകയാണെങ്കിൽ ഫുൾ ഗ്രേഡ് ഓഫ് ആവും. ഇത്രയും ലോ ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഇമേജിനെ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫേസ് കണ്ടോ ഒന്ന് ക്ലിയർ ആകുന്നില്ല, ഒരു അണ്ടർ എക്സ്പോസ്ഡ് ആണെന്ന് തോന്നി. ഇനി നമുക്ക് ഒരു പവർ വിൻഡോ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ വേറെ രീതിയിൽ പവർ വിൻഡോ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അണ്ടർ എക്സ്പോസ്ഡ് അല്ല, ചെറിയൊരു ബ്രൈറ്റ്നസ് ആ ഫേസിൽ കൊണ്ടുവരാൻ ഞാൻ ഇവിടെ ഒരു പവർ വിൻഡോ ഉപയോഗിക്കുന്നത്. ഇവിടെ പവർ വിൻഡോ എന്ന് പറയാൻ ഞാൻ ജസ്റ്റ് ഇത്തിരി ഒന്ന് വലുതായിട്ടാണ് ആഡ് ചെയ്യുന്നത്. കാരണം ആ ഒരു ക്യാരക്ടറിന് മൊത്തം ഒരു ക്യാരക്ടർ ഇത്രയും നനങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ വരുമ്പോഴും ക്യാരക്ടർ ഒരേ ഒരു ലുക്ക് കിട്ടാനായിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ആ ഒരു പവർ വിൻഡോ വെച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഗ്യാമ ഒന്ന് ഇത്തിരി ഒന്ന് അതിൻ്റെ ഇടയിൽ മാത്രം ഗ്യാമ മാത്രം കൂട്ടി കൊടുക്കാം. ഓക്കെ, വളരെ ജെൻറ്റിലായിട്ടായിരിക്കണം ഗ്യാമ കൂട്ടി കൊടുക്കേണ്ടത്. ഇനി ഞാൻ ഇതിന് ഇച്ചിരി സോഫ്റ്റ്നെസ് കൂട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ഓവറോൾ ഒരു നമ്മൾ മിഡ് ടോൺസ് ഓപ്പൺ ആക്കിയ പോലെ നമുക്കൊരു ലുക്ക് ഇവിടെ കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ കണ്ടോ നമുക്ക് ഫേസും കാര്യങ്ങളൊക്കെ ഓഫായി കാണിച്ചാൽ ഇത്രയും ഡാർക്കായിട്ടിരുന്ന ഒരു ആ സ്ഥലം നമുക്കിങ്ങനെ ഫേസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് നല്ല രീതിയിലൊരു ലുക്ക് ക്രിയേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. ജസ്റ്റ് റെക്സൺ 09 എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മൾ റെക്സൺ 09. റെക്സൺ 09ൽ നിന്ന് നമ്മൾ ലെറ്റ് ഓഫ് ചെയ്ത് ഇങ്ങിട്ട് റെക്സൺ 09 നമ്മൾ ആദ്യം ലെറ്റ് ആഡ് ചെയ്തു, പിന്നെ എക്സ്പോസിറ്റ് കൺട്രോൾ ചെയ്തു, ഇവിടെ വൈറ്റ് ബാലൻസ് ചെയ്തു, അതേപോലെ ഇവിടെ ഒരു കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ക്യാരക്ടറിനൊന്ന് പോപ്പ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ HSL കർവും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഗ്രേഡ് ഏകദേശം ഓക്കെ ആവും. ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഈ ഒരു HSL കർവും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഗ്രേഡിന് ഇവിടെ എനിക്ക് ഇത് ഓക്കെ ആണെന്ന് തോന്നിയാണ്ട് ഈ ഗ്രേഡ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്ലിപ്പിലേക്ക് മാച്ച് ചെയ്യാൻ പോകാം. ഇവിടെ ഞാൻ ഈ ഒരു യെല്ലോ സെലക്ട് ചെയ്യുന്നുണ്ട്, കാരണം സ്കിൻ ടോൺ ആയിരിക്കും നമുക്ക് എന്തായാലും കിട്ടാൻ പെടും. കാരണം വേറൊരു ഇതിലില്ല. നമുക്ക് കുറച്ച് സ്കിൻ ടോൺ പോപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇത്തിരി ഒന്നിങ്ങനെ പൊക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾക്ക് സ്കിൻ ടോൺ പിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെനിക്ക് HSL ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് സ്കിന്നും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഞാൻ ഇതിൽ ക്വാളിഫയർ തൊട്ടിട്ടേ ഇല്ല. ചില ഇതിലേക്ക് ക്വാളിഫയറിൻ്റെ ആവശ്യം നിർബന്ധമാണ്, ഞാൻ ക്വാളിഫൈ ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ ഇത് കഴിഞ്ഞ ശേഷം ഒരു അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ലുക്കും ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാനിടാം. അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് ഓപ്ഷൻസൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും ചെയ്യും. ഓക്കെ, ഞാൻ ഇത്തിരി ഒന്നിങ്ങനെ അപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കിന്നും കുറച്ചും കൂടെ ഇങ്ങനെ പോപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കൺട്രോൾ ചെയ്യാൻ വേണമെങ്കിൽ ഇതേ സെയിം HSL വെച്ചാൽ നമുക്ക് ബ്ലൂ കൺട്രോൾ ചെയ്യാം. കേട്ടോ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലൂ നമുക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം, കുറച്ച് കൊടുക്കാം. ഇവിടെ എന്തായാലും നമുക്ക് സ്പെസിഫിക്കലി ഒരു കളർ സെപ്പറേഷൻ ഞാൻ ഇവിടെ ഒരു ലുക്ക് വെച്ചിട്ടും ലെറ്റ് വെച്ചിട്ടും ഇതെല്ലാം പ്രോപ്പറായിട്ട് ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് നമുക്ക് HSL ഇത്രയും കൺട്രോളായിട്ട് ഇവിടെ കിട്ടുന്നത്. കേട്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലൂ മാത്രമാണ് എഫക്റ്റ് ആവുന്നത്. നമുക്ക് ഇത്തിരി ഒന്ന് ബ്ലൂ ഇങ്ങനെ കൂട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓവറോൾ നല്ലൊരു സിനിമാറ്റിക് ആയിട്ടുള്ളൊരു ഗ്രേഡ് ഞാൻ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര ഫുട്ടേജ് ആയിരുന്നു. ഇത്രയും ഡാർക്കായിട്ടുള്ള ഒരു ഫുട്ടേജിനെ നമുക്ക് ഈ ഒരു സിനിമാറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു ഗ്രേഡിങ്ങിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ടിപ്പും കൂടി ഇവിടെ കാണിച്ചു തരാം. അതായത് നമുക്ക് ഗ്രേഡിയൻ്റ് ആഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഷൂട്ട് നമ്മളിപ്പം ഒരു മൂവിയിൽ കാണുമെന്ന് വിചാരിച്ചോ, നമ്മളെ കണ്ണ് ഈ ഒരു ക്യാരക്ടറിൽ മാത്രമേ ഫോക്കസ് ആയി പോകൂ. ഇതൊരു തിയറി ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മളെ കണ്ണ് ആദ്യം വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. നമ്മൾ സബ്ജക്റ്റിനെ ആയിരിക്കണം കണ്ണ് ഫോക്കസ് ആവേണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു പാട്ടിൽ കുറച്ച് ഹൈലൈറ്റ്സ് ഉണ്ടല്ലോ, കുറച്ച് വെട്ടമുണ്ട്. നമ്മൾ ചോദിച്ചിട്ട് അവിടെ എന്താണെന്നൊക്കെ നമ്മൾ നോക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്കതല്ല, നമ്മളുടെ ഫോക്കസ് നമ്മൾ ആരാണോ കാണുന്നത് അവർ നമ്മളെ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യണം. അതിന് നമ്മൾ ഒരു ഗ്രേഡിയൻ്റ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ ഇങ്ങനെ ഗ്രേഡിയൻ്റ് ഉപയോഗിക്കാമെന്ന് കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ആ രീതിയിലെ ഗെയിൻ നമുക്ക് ഇത്തിരി ഒന്നിങ്ങനെ കുറച്ച് കൊടുക്കാം. മാക്സിമം ക്യാരക്ടറിൽ എത്തുന്നവിടെ വരെ നമ്മളിങ്ങനെ ടച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും ബ്രൈറ്റ്നസ് ആയിട്ടിരുന്ന സ്ഥലം നമ്മളിങ്ങനെ കുറച്ച് കൊടുത്ത് ക്യാരക്ടറിന് നമ്മൾ കുറച്ചും കൂടെ ഒരു പവർ കൊടുത്തൊരു ഡെപ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മളൊരു ക്യാരക്ടർ ലെവലായിട്ടുള്ളൊരു ഗ്രേഡാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ക്യാരക്ടറിനെ പവർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗ്രേഡ് നമുക്കിങ്ങനെ ഹാൻഡിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നേരെ ഈ ഒരു ഗ്രേഡ് എനിക്കിവിടെ ഓക്കെ ആണെന്ന് തോന്നി. സോ ഇത് ഞാൻ തിയേറ്ററിക്കലിന് വേണ്ടി ഗ്രേഡ് ചെയ്ത വേറൊരു മൂവിയുടെ കുറച്ച് ക്ലിപ്സാണ്. ഞാൻ വീണ്ടും സെയിം ബ്ലാക്ക് മാജിക് ആണ്. ഞാൻ വീണ്ടും ഇത് കണക്ക് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കുഴപ്പമെന്ന് നോക്കാം. ഇവിടെ കണ്ടോ, സ്കിൻ ടോണൊക്കെ നമുക്ക് ഇത്തിരി അണ്ടർ എക്സ്പോസ് ആയി പോയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം നമ്മൾ ആ സൈഡിൽ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രേഡിയൻ്റ് ആണ്. നമുക്ക് ഇവിടെ ഗ്രേഡിയൻ്റ് ആഡ് ചെയ്യേണ്ടത് അവിടെ അല്ല, തൊട്ട് ഓപ്പോസിറ്റാണ്. അതായത് നമ്മൾ ഗ്രേഡിയൻ്റെ നേരെ ഇങ്ങനെ ഓപ്പോസിറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യുക. കാരണം ഈ ഒരു ഏരിയ കുറച്ച് ബ്രൈറ്റ്നസ് ആണ്. നമ്മൾ ക്യാരക്ടറിനെ ഓവർ പവർ ചെയ്യാൻ പാടില്ലല്ലോ ആ ഒരു ഏരിയ. അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇത്രയും ഗ്യാമ കുറയ്ക്കണ്ട,
ഗ്യാമ റീസെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇത്തിരി ഒന്ന് ജെൻറ്റിലായിട്ട് ഗ്യാമ ഒന്ന് കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പ്രശ്നം നോക്കാം. ഈ ഒരു ഷോട്ടുമായിട്ട് ഈ ഷോട്ടിൽ കുറച്ച് ബ്ലൂ കുറവാണ് അല്ലേ, ഇതിൽ അതിന് പകരം ഗ്രീനാണ്. അതൊക്കെയുള്ള എക്സ്പോഷർ നമുക്ക് ഇത്തിരി ഒന്ന് കൺട്രോൾ ചെയ്യാനുണ്ട്. കാരണം ഇവിടെ ഓവർ എക്സ്പോസ്ഡ് ആയിരുന്നു, പക്ഷേ ഇവിടെ അത്ര ഓവർ എക്സ്പോസ്ഡ് അല്ല. നേരെ എക്സ്പോഷറിൽ വന്നതിന് ശേഷം ഫസ്റ്റ് നോഡാണ് നമ്മളുടെ എക്സ്പോഷർ കൺട്രോളിൽ നമുക്ക് ഇത്തിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് സ്കിൻ ടോൺ പിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ജസ്റ്റ് ഇത്തിരി ഒന്ന് എക്സ്പോഷർ ഇങ്ങനെ ഒന്ന് എൻ്റെ മിഡ് ടോൺസ് ഞാൻ ഇത്തിരി ഒന്നിങ്ങനെ കൂട്ടിക്കൊടുക്കുകയാണ്. ഇപ്പോഴും കണ്ടോ എൻ്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, ഒന്നും ക്രഷ്ഡ് ആയിട്ടില്ല, ഡീറ്റെയിൽസൊക്കെ സേഫാണ്. ഇനി ജസ്റ്റ് മിഡ് ടോൺസ് ഇത്തിരി കൂട്ടിക്കൊടുത്തു, ഷാഡോസ് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് സിമിലർ ഗ്രേഡ് ലുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സ്കിൻ മാത്രം സെപ്പറേറ്റ് ഒന്ന് പിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ജസ്റ്റ് ഒരു പവർ വിൻഡോയുടെ തന്നെ നിൽക്കട്ടെ, നമുക്ക് HSL കൂടെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഞാൻ ബ്ലൂ ഇത്തിരി ഒന്ന് സ്റ്റിൽ പോപ്പ് ചെയ്തെടുക്കുവാണ്. നമുക്ക് സ്കിന്നിൽ എന്താ നടക്കുന്നത് നോക്കണ്ട. സ്കിൻ നമുക്ക് ഇത്തിരി ഒന്ന് താത്ത് കൊടുക്കാം, കാരണം ഈ ഒരു ലുക്ക് കൊണ്ട് വരണമല്ലോ. അതുകൊണ്ട് സ്കിൻ നമുക്ക് ഇത്തിരി ഒന്നിങ്ങനെ താത്ത് കൊടുക്കാം. ഇപ്പോൾ സ്കിൻ ഇത്തിരി ഒരു അണ്ടർ എക്സ്പോസ്ഡ് ആണ്. സ്കിൻ ഇത്തിരി ഒരു പോപ്പപ്പ് ഇല്ലെങ്കിൽ നമുക്ക് സ്കിന്നിന് പോപ്പ് കൊണ്ടുവരാനായിട്ട് ഞാൻ സ്കിൻ പിക്ക് ചെയ്യുന്ന കാണിച്ചു തരാം. അതിന് വേണ്ടി ഞാൻ ഒരു നോഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ നേരത്തെ ക്വാളിഫൈ ചെയ്ത പോലെ തന്നെ ആ ഒരു സ്കിന്നിലേക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഏരിയ ക്വാളിഫൈ ചെയ്യാൻ കിട്ടും. പക്ഷേ ഒന്നും കൂടെ ഒന്ന് ക്വാളിഫൈ ചെയ്ത് കാണിച്ചു തരാം. സ്കിൻ മാത്രം അതിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾ വിത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കുക, അപ്പോൾ സ്കിൻ മാത്രം കിട്ടും. ഇനി നിങ്ങൾ വളരെ ചെറുതായിട്ട് പ്രിസൈസ് ആയിട്ട് സ്കിൻ മാത്രം സെലക്ട് ചെയ്തെടുക്കുക. നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് സ്കിൻ കറക്റ്റായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതെനിക്ക് വിഡ്ത്ത് എത്രയാണോ, വിഡ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ പാർട്ട് എഫക്റ്റ് ചെയ്യണമെന്നാണ് ഈ വിഡ്ത്ത് കൊണ്ട് തീരുമാനിക്കുന്നത്. നമുക്ക് ആ സ്കിൻ മാത്രം മതി. രണ്ട് വളരെ ഫുൾ നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. എവിടെയാണോ അത് ക്രോസ് ആകുന്നത് അവിടെ വെച്ച് നമ്മൾ നിർത്തും. എന്നിട്ട് നമ്മൾ സെൻറ്റർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫുൾ ഇത് കിട്ടുന്നതായിരിക്കും. അതുപോലെ സാച്ചുറേഷൻ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. സാച്ചുറേഷൻ മതി. അതേപോലെ ലൂമിനസ് നമ്മൾ ഇത്തിരി ഒന്നിങ്ങനെ, ലൂമിനസ് ബ്രൈറ്റ്നെസ് ആണ്. നമ്മളൊരു ക്ലിപ്പിൽ എന്തായാലും ബ്രൈറ്റ്നെസ് കാണും, ലൂമിനസ് കാണും, ഹ്യൂ കാണും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്കിന്നും പിക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇത്തിരിയുടെ മുടിയൊക്കെ ഇത്തിരി ഒന്ന് ക്ലിയർ ആക്കിയെടുക്കാം. ഇനി നമ്മളിവിടെ വന്നിട്ട് ക്ലീൻ ബ്ലാക്കും ക്ലീൻ വൈറ്റും കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമുക്കൊരു പ്രിസൈസ് ആയിട്ടൊരു ലുക്ക് നമുക്ക് സ്കിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ബ്ലർ റേഡിയസും കൂടെ ഇത്തിരി ഒന്ന് കൂട്ടി കൊടുക്കാം. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ വിഡ്ത്തൊന്നും കൂടെ കൺഫേം ആക്കുവാണ്. വിഡ്ത്ത് ഇത്രയും മതി. അതുപോലെ സാച്ചുറേഷൻ കൂടെ ജസ്റ്റ് ഞാനൊന്ന് നോക്കുവാണ് എന്താ സംഭവം എന്ന്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ആ മുടി ഇത്തിരി കൂടെ കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഒരു സ്കിൻ മാത്രം സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഓഫാക്കിയിട്ട് സ്കിന്നെ മാത്രം ഇത്തിരി ഒരു പോപ്പ് കൊണ്ടുവരാം. ജസ്റ്റ് ഞാൻ ഗ്യാമ മാത്രം ഇട്ടൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഒരുപാട് ജെൻറ്റിലായിട്ട് മതി. ഇനി നമുക്ക് ഈ ഒരു സ്കിന്നും ഈ ഒരു സ്കിന്നും ജസ്റ്റ് ബിഫോർ ആഫ്റ്റർ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും ഡാർക്കായിട്ടുള്ള സ്കിന്നെ ഇത്തിരി പോപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കിന്നിലായിട്ടുള്ള എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നോക്കാം. കാരണം 2 സ്കിൻ ടോണും മാച്ച് ചെയ്യണമല്ലോ. സ്കിൻ ടോൺ മാച്ച് എന്ന് വെച്ചാൽ അവരുടെ കളർ കണക്കിരിക്കും, പക്ഷേ എങ്കിലും നമുക്കൊരു സാച്ചുറേഷൻ്റെ ഡിഫറൻസ് വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഇവിടെ ഏകദേശം ഓക്കെയാണ്. നമുക്ക് ഇത്തിരി ഒരു വാംത്തിൻ്റെ കുറവുണ്ട്. സോ അതിനായിട്ട് ഞാൻ ഈ സ്കിൻ ടോൺ പിക്ക് ചെയ്ത ആ ഒരു നോഡിനെ മാത്രം സെലക്ട് ചെയ്ത് ഇവിടെ കളറിൽ വന്നതിന് ശേഷം ഈ ഒരു കോട്ടറിൽ ഒരു ഇത്തിരി യെല്ലോ ഒന്നിത്തിരി ഇങ്ങനെ കൂട്ടി കൊടുക്കുകയാണ്. ഒരു യെല്ലോ പ്ലസ് യെല്ലോ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ക്ലിപ്പിൽ വാംത്ത് നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കിന്നുമായിട്ട് ഏകദേശം മാച്ച് ആവുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ മാച്ച് ആവുന്നുണ്ട്. നമുക്ക് നമ്മളെ ഗ്രേഡിനെ ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഗ്രേഡിൻ്റെ നമ്മളിങ്ങനെ പവർ വിൻഡോ ഓഫാണ്. നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പവർ വിൻഡോ എനേബിൾ ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, അപ്പോൾ നമുക്ക് വളരെ സിമിലർ ആയിട്ടുള്ള ഈ ഒരു റിസൾട്ട് നമുക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ബൈ സൈഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം ഷോർട്ട് മാച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, സ്കിൻ ടോൺ ഏകദേശം ഓക്കെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഇച്ചിരി എക്സ്പോഷർ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാനുണ്ട്. ബാക്കി ബാക്ക്ഗ്രൗണ്ട് ഓക്കെയാണ്. അതേപോലെ എക്സ്പോഷർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഗ്രേഡ് നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാം. എക്സ്പോഷർ മാത്രമാണ് എനിക്കൊരു ഡിഫറൻസ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് വീണ്ടും എക്സ്പോഷറിൽ വന്നതിന് ശേഷം നമുക്ക് ഹൈലൈറ്റ്സ് ഇച്ചിരി ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഹൈലൈറ്റ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മൊത്തം ഓവറോൾ ഹൈലൈറ്റ്സ് ഇച്ചിരി ഒന്ന് ഡൗൺ ആക്കാനായിട്ടാണ് ഞാൻ ഒരു ഹൈലൈറ്റ്സ് കുറച്ച് കൊടുത്തത്. നമുക്ക് സ്കോപ്പിൽ നോക്കിയാലും ഈ ഒരു റീജിയനിൽ വരെയാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്സ് ഉള്ളത്. പക്ഷേ രണ്ട് എക്സ്പോഷർ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അവിടെ ജസ്റ്റ് ഹൈലൈറ്റ്സ് ഇച്ചിരി ബ്രിങ് അപ്പ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമുക്ക് ഏകദേശം എക്സ്പോഷറും കാര്യങ്ങളും കൂടെ നമ്മളൊന്ന്
മാച്ചാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ അങ്ങനെയെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ലെറ്റ് ഉപയോഗിച്ചാൽ ലെറ്റ് ഉപയോഗിക്കാത്ത കളർ ഗ്രേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് മാച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സിനിമാറ്റിക് ലുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വളരെ ഈസി ആയിട്ട് തന്നെ ഗ്രേഡ് ചെയ്യേണ്ടത്. എനിക്കറിയാം ഈ വീഡിയോ അത്യാവശ്യം നല്ല ലോങ് ആണ്, പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ തിയേറ്ററിൽ വേണ്ടി കളർ ഗ്രേഡ് ചെയ്തിട്ടുള്ള 2-3 ഷോർട്ട് ഫിലിമാണിത്. ആ ഷോർട്ട് ഫിലിം ഞാൻ ഉപയോഗിച്ച സെയിം ടെക്നിക്കാണ്. അപ്പം ഞാൻ ലെറ്റ് ഉപയോഗിച്ചും അതേപോലെ ലെറ്റ് ഉപയോഗിക്കാതെയും ഒരു മൂവിയിൽ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കാരണം ചില ക്ലിപ്പിൽ നമുക്ക് ലെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പാടായിരിക്കും കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ചിലതിൽ ലെറ്റ് ഉപയോഗിക്കാതെ തന്നെ ആ ഒരു സെയിം ലുക്ക് നമ്മൾ മാനുവലി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് കുറച്ച് ഒരുപാട് ഇപ്പം നമ്മളൊരു 95% നമ്മളൊരു ഷോർട്ട് മാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കറിയാം കുറച്ച് ഇത്തിരി കൂടെ ടൈം എടുത്ത് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പയ്യെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് റിഫൈനായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഗ്രേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരാണ്. എങ്കിലും ബേസിക്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന നിങ്ങൾക്കൊരു ഫുട്ടേജ് കിട്ടിയാൽ ഇതിൽ പല ഓപ്ഷൻസ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ കണക്കിന് കളർ ഓപ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കളർ മാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എനിക്കതിലൊന്നും ഇവിടെ ആവശ്യമായിട്ട് തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് കളർ ഗ്രേഡിന് ഇൻഡെപ്തായിട്ട് പഠിക്കണമെങ്കിൽ ഞാൻ ഇനി ഒരുപാട് ഗ്രേഡിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളതൊക്കെ മറക്കാതെ ചെക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്കൊരു ബിഗിനർ ഫ്രണ്ട്ലി കളർ വീഡിയോ ആണ് നിങ്ങൾ തപ്പുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ കാണുക. ആ വീഡിയോ കണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു അഡ്വാൻസ് മെത്തേഡും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തായാലും തന്നെ മനസ്സിലാവുന്നതായിരിക്കും. അതിൽ ഞാൻ ഓൾറെഡി കുറച്ച് അഡ്വാൻസ് കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ തിയേറ്ററിക്കലിന് വേണ്ടി ഗ്രേഡ് ചെയ്ത എൻ്റെ പ്രോസസ്സാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇപ്പോൾ ഇതെങ്ങനെയായിരുന്നു നിങ്ങൾ റെൻഡർ ചെയ്തെടുക്കുന്നത് അല്ലേ? ഞാൻ റെൻഡർ സത്യം പറഞ്ഞാൽ ഈ നോർമൽ റെൻഡറല്ല ഉപയോഗിക്കുന്നത്, DCP റെൻഡറാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിപ്പം നോർമലി യൂട്യൂബിനൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് MP4 ഫോർമാറ്റ്, MOV ഫോർമാറ്റൊക്കെ ആയിരിക്കും. പക്ഷേ തിയേറ്ററിക്കല്ല നമുക്ക് ഈ MOV ഫോർമാറ്റും അതേപോലെ MP4 ഫോർമാറ്റൊന്നും വർക്ക് ആകത്തില്ല. അവിടെ പ്രൊജക്ടേഴ്സ് ആണല്ലോ. പ്രൊജക്ടേഴ്സ് പിക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്, DCP എന്നാണ് പറയുന്നത്. DCP എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിനിമ പാക്കേജാണ്. അതായത് നമ്മൾ നോർമലി നമുക്ക് MP4 റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വീഡിയോ ഒരു ഓഡിയോ കാണും അല്ലേ? പക്ഷേ ഈ പ്രൊജക്ടറിന് പിക്ക് ചെയ്യാനായിട്ട് അതിനാവശ്യമുള്ള ഡേറ്റാസ് ഇൻഫർമേഷനും കോഡ് ലാംഗ്വേജിലാണ് റെൻഡർ നടക്കുന്നത്. സെപ്പറേറ്റ് വീഡിയോ ഫയൽ, സെപ്പറേറ്റ് ഓഡിയോ ഫയൽ, അതേപോലെ സെപ്പറേറ്റ് ഡേറ്റാസും കാര്യങ്ങളൊക്കെ കാണും. നമുക്ക് ആ ഒരു പ്രൊജക്ടറിന് എങ്ങനെയാണോ അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലാണ് DCP. നമുക്ക് ഡാഞ്ചിരിസോളം DCP റെൻഡർ ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ തിയേറ്ററിലൊക്കെ വേണ്ടി ഗ്രേഡ് ചെയ്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വേറെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രേഡിൽ ഒരു സിമ്പിൾ മൈനർ ചേഞ്ച് പോലും വരത്തില്ല. നമ്മൾ എക്സാക്റ്റ് എങ്ങനെയാണോ ഗ്രേഡ് ചെയ്തിരിക്കുന്നത് അതേ സെയിം മെത്തേഡ് തന്നെ കിട്ടുന്നതായിരിക്കും. അതിന് മോർ ആക്യുറസി ആയിട്ടുള്ള കാരണം എന്താണ്? നമ്മുടെ പ്രോപ്പറായിട്ടുള്ള എഡിറ്റിയും അതുപോലെ പ്രോപ്പറായിട്ടുള്ള ലട്ടിൻ്റെ പ്ലേസ്മെൻറ്റും നമ്മൾ കളർ മാനേജ്മെൻറ്റ് സെറ്റിങ്സും അതേപോലെ നല്ല പ്രോപ്പർ വൈറ്റ് ബാലൻസും അതേപോലെ ആ ഒരു കളർ പൈപ്പ് ലൈൻ ഒരു കളർ ഗ്രേഡ് മെത്തേഡാണ് നമുക്ക് ആ ഒരു ആക്യുറസി ആ റിസൾട്ട് നമുക്ക് അവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് പല രീതിയിൽ കളർ ഗ്രേഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് കളർ ഗ്രേഡിങ് പഠിച്ചെന്ന് വിചാരിച്ചോ. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കളർ ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീച്ചർ യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഫീച്ചറിൻ്റെ ആവശ്യം നിങ്ങൾക്ക് അതേപോലെ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സിമിലർ മെത്തേഡ്സും മെയിനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സാണ് നിങ്ങൾ ഈ വീഡിയോ എല്ലാവരായിട്ട് കണ്ടത്. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് വേറെ മലയാളം ചാനലിൽ നിനക്ക് തിയേറ്ററിക്കൽ അതുപോലെ പ്രൊഫഷണൽ കളർ ഗ്രേഡ് ഫുള്ളായിട്ട് റിവീൽ ചെയ്തിട്ടുള്ള വേറെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് കളർ ഗ്രേഡിങ്ങിൻ്റെ എൻ്റയർ പ്രോസസ്സ്. ഞാൻ യൂസ് ചെയ്തതിൻ്റെ എൻ്റയർ പ്രോസസ്സ്. പലർക്കും പല വർക്ക് ഫ്ലോസ് ആണ്. ഇപ്പോൾ എനിക്കറിയുന്ന പല ഡിഫറെൻറ്റ് കളറിസ്റ്റ് ഉണ്ട്. ഇതേ സെയിം മെത്തേഡ് ഉപയോഗിക്കുന്നവരും എനിക്കറിയാം, അതേപോലെ ഡിഫറെൻറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നവരും അറിയാം. പക്ഷേ എന്താ നമുക്ക് വേണ്ടത്? ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെയാണോ നമ്മളെ ക്ലയൻറ്റ് പറയുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ഗ്രേഡ് ചെയ്ത് കൊടുക്കണം. അതാണ് കളറിസ്റ്റ്. നമുക്ക് ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമുക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്ലിപ്പിൽ തന്നെ ആദ്യം എടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഫസ്റ്റ് ക്ലിപ്പ് ആയിക്കോട്ടെ, സെക്കൻഡ് ക്ലിപ്പ് ആയിക്കോട്ടെ, യാതൊരു ബന്ധവുമില്ല. അതുപോലെ തേർഡ് ക്ലിപ്പും സെക്കൻഡ് ക്ലിപ്പും അതിലൊരു ബന്ധവുമില്ല. എക്സ്പോഷർ പോലും ഡിഫറെൻറ്റ് ടൈമിൽ ഷൂട്ട് ചെയ്ത് തന്നെ നമുക്കിവിടെ ഡാവിഞ്ചി റിസോൾട്ടിലെ പവർഫുൾ ആയിട്ടുള്ള കളർ പേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ തന്നെ ആക്യുറസി ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഷോർട്ട് മാച്ചിങ് കവർ ചെയ്തിട്ടുണ്ട്, കളർ ഗ്രേഡിൻ്റെ എൻ്റെ പ്രൊഫഷണൽ ടിപ്പ് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ ഇനി ഒരുപാട് കളർ ഗ്രേഡിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇതിൽ പറയാത്ത ഫീച്ചേഴ്സൊക്കെ അതിലൊക്കെ പറയുന്നതായിരിക്കും. ഓൾറെഡി വീഡിയോ നല്ല ലോങ് ആണ്, ഇനി ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല. സോ എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ എൻ്റെ ബാക്കി വീഡിയോസും കൂടെ കണ്ടിട്ട് ഈ വീഡിയോ കാണുവാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അപ്പോൾ ഞാൻ ഇനി ഇതേപോലൊരു മറ്റൊരു ഡാവിഞ്ചി റിസോൾട്ടിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സും അഡ്വാൻസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഇതങ്ങനത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബൈ.